Hey CA students, looking for free auditing classes in Malayalam? Looking for summarized auditing notes? Ready to attend free audit MCQ quizzes? And to attend weekly descriptive examination? Do you want all this for free? Join our Telegram channel now. ഓക്കെ, അപ്പോൾ നമ്മൾ CA ഫൈനൽ ഓഡിറ്റിങ്ങിൻ്റെ ചാപ്റ്റർ 19th ചാപ്റ്ററാണ്, ലാസ്റ്റ് ചാപ്റ്ററാണ്. അതിലെ ഏറ്റവും ലാസ്റ്റ് വീഡിയോ ആണ്. നമ്മൾ ഓഡിറ്റിങ്ങിൻ്റെ ഫുൾ കോഴ്സിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണിത്. പാർട്ട് 2, ചാപ്റ്റർ 19ൻ്റെ പാർട്ട് 2. അപ്പോൾ നമ്മൾ ചാപ്റ്റർ 19ൻ്റെ പാർട്ട് 1 നമ്മൾ ലാസ്റ്റ് നോക്കിയ ടോപ്പിക് എന്ന് വെച്ചാൽ അതിലെ ഷെഡ്യൂൾ CA ആക്ടിലെ ഷെഡ്യൂൾ 1ലെ പാർട്ട് 1 ആണ് നമ്മൾ നോക്കിയത്. ഓക്കെ, പാർട്ട് 1 എന്ന് വെച്ചാൽ പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റ് ആർക്ക്, നമ്മളെ CA ഇൻ പ്രാക്ടീസ് അവരുടെ പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റ് ആണ് നമ്മൾ നോക്കിയത്. അതിൽ 12 ക്ലോസ് നമ്മൾ നോക്കി. അത് മാത്രമല്ല ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് കുറച്ച് ഭാഗങ്ങളോട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെയിനായിട്ടുള്ള ടോപ്പിക് എന്ന് വെച്ചാൽ ഈ 12 ക്ലോസ് ആണ് നമ്മൾ മെയിനായിട്ട് പാർട്ട് 1 ചാപ്റ്റർ 19ലെ പാർട്ട് 1 നോക്കിയത്. എന്ന് വെച്ചിട്ട് അത് മാത്രമല്ല നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്, നമ്മളുടെ സ്റ്റഡി മെറ്റീരിയലിൽ പറഞ്ഞിട്ടുള്ള മറ്റ് ടോപ്പിക്കുകൾ നമ്മളതിൽ കവർ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ. ഇനി പാർട്ട് 2 നമ്മൾ എന്താണ്, ഷെഡ്യൂൾ 1ൻ്റെ പാർട്ട് 2 മുതലാണ് നോക്കുന്നത്, കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ എന്താണ്, പാർട്ട് 1 നമ്മൾ കവർ ചെയ്തു. ഇനി പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 ഏതിൻ്റെ, ഷെഡ്യൂൾ 1ൻ്റെ അതാണ് നമ്മൾ നോക്കുന്നത്. സോ അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്ന ടോപ്പിക്കാണ് പാർട്ട് 2, പ്രൊഫഷണൽ മിസ്കണ്ടക്ട് ഫോർ മെമ്പേഴ്സ് ഇൻ സർവീസിലുള്ള മെമ്പേഴ്സിൻ്റെ പ്രൊഫഷണൽ മിസ്കണ്ടക്ട്. അതിലാകെ 2 ക്ലോസ് നമുക്ക് നോക്കാനുള്ളൂ. ഒന്ന് ക്ലോസ് 1 ആൻഡ് ക്ലോസ് 2. ക്ലോസ് 1 എന്ന് വെച്ചാൽ ഷെയറിങ് സാലറി വിത്ത് അതർ. നമ്മളുടെ സാലറി എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു എംപ്ലോയ്മെൻറ്റിന് കയറി, ഒരു CA ഒരു എംപ്ലോയ്മെൻറ്റിന് കയറിയിട്ട് അയാൾ എന്ത് ചെയ്യാണ്, അയാൾക്ക് കിട്ടുന്ന സാലറി മറ്റൊരാളായിട്ട് ഷെയർ ചെയ്യുന്നത്. അതാണ് ക്ലോസ് 1 പറയുന്നത്. ക്ലോസ് 2 പറഞ്ഞു വെച്ചാൽ അക്സെപ്റ്റിംഗ് കമ്മീഷൻ ഫ്രം എ തേർഡ് പാർട്ടീസിൻ്റെ അടുത്ത് നമ്മൾ കമ്മീഷൻ അക്സെപ്റ്റ് ചെയ്യുന്നത്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലോസ് ആണ് ക്ലോസ് 2. സോ ഫസ്റ്റ് നമുക്ക് ക്ലോസ് 1 നോക്കാം. A member in service is guilty of professional misconduct if he pays or agrees to pay any part of his salary to someone else. അപ്പോൾ എന്താണ്, ഒരു മെമ്പർ എന്ന് വെച്ചാൽ ICAൻ്റെ മെമ്പർ എന്താണ്, സർവീസ് ഗിൽറ്റി ഓഫ് പ്രൊഫഷണൽ മിസ്കണ്ടക്ട് ആണ്. എപ്പോൾ അയാൾ പേ ചെയ്യോ അല്ലെങ്കിൽ പേ ചെയ്യുന്നുള്ള കാര്യം അഗ്രി ചെയ്യാണ്. ഇഫ് ഹി പേസ് ഓർ അഗ്രീസ് ടു പേ എന്ത്, എനി പാർട്ട് ഓഫ് ഹിസ് സാലറി, അയാളുടെ സാലറിന് എന്തെങ്കിലും ഭാഗം ആർക്ക്, ടു സമ്മൺ എൽസ്, മറ്റൊരാൾക്ക് എന്താണ് അയാളുടെ സാലറീൻ്റെ ഒരു പാർട്ട് പേ ചെയ്യുമോ അല്ലെങ്കിൽ പേ ചെയ്യും എന്നുള്ള കാര്യം അഗ്രി ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മെമ്പർ ഇൻ സർവീസ് വിൽ ബി ഗിൽറ്റി ഓഫ് പ്രൊഫഷണൽ മിസ്കണ്ടക്ട്. ഓക്കെ, സോ ഹവർ ഷെയറിങ് സാലറി വിത്ത് റിലേറ്റീവ്സ്, ഡിപ്പെൻഡൻസ് ഓർ ഫ്രണ്ട്സ് ഈസ് അലൗഡ്. അപ്പോൾ നമ്മൾ എന്താണ്, നമ്മളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നമ്മളുടെ ഡിപ്പെൻഡൻസിനോ അല്ലെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്സിനോ നമ്മൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് അലൗഡാണ്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ലിങ്ക് ടു ഗെറ്റിംഗ് ഓർ കീപ്പിംഗ് ദ ജോബ്. പക്ഷേ അതെന്തായിരിക്കരുത്, നമ്മളുടെ ജോബ്, ആ ഒരു CA ഇൻ സർവീസിൻ്റെ ജോബ് സെക്യൂർഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കരുത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഈ ഒരു സാലറി ഷെയർ ചെയ്യേണ്ടത്. കാരണം നമ്മളുടെ സാലറീൻ്റെ ഭാഗം കുറച്ച് ഒരാൾക്ക് കൊടുത്തിട്ട് നമ്മൾ എന്താണ്, നമ്മളുടെ എംപ്ലോയ്മെൻറ്റ് നമ്മൾ സെക്യൂർ ചെയ്യുക, അത് അത് അക്സെപ്റ്റബിൾ അല്ല. അല്ലാതെ നമ്മൾ നോർമൽ കേസിൽ നമ്മുടെ റിലേറ്റീവ്സിനോ ഡിപ്പെൻഡൻസിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ നമ്മളുടെ സാലറി ഷെയർ ചെയ്താൽ ഒരു ഇഷ്യൂ ഇല്ല. If an accountant shared part of his salary with a recruiter, ഒരു റിക്രൂട്ടർ എന്താണ് അയാളുടെ ഒരു സാലറീൻ്റെ ഭാഗം കൊടുത്ത് ഷെയർ ചെയ്ത്, who helped him to get the job, അയാൾ എന്താണ് നമുക്ക് ആ ജോബ് വാങ്ങിത്തരാൻ സഹായിച്ച ഒരാളാണ്, ഇറ്റ് ഈസ് എ മിസ്കണ്ടക്ട്. അതെന്താണ്, അതൊരു മിസ്കണ്ടക്റ്റാണ്. ഇത് എക്സാമ്പിൾ കേട്ടോ. ബട്ട് ഇഫ് ഹി ഷെയർസ് ഹി സാലറി വിത്ത് സിബ്ലിങ്സ്, അയാളുടെ ബ്രദേഴ്സ് അല്ലെങ്കിൽ സിസ്റ്റേഴ്സുമായിട്ടോ ഫോർ പേഴ്സണൽ റീസൺസ്, ഇറ്റ് ഈസ് നോട്ട് മിസ്കണ്ടക്ട്. സോ അതാണ് ക്ലോസ് 1. ഇനി ക്ലോസ് 2 ആണ് നമ്മൾ കമ്മീഷൻ അക്സെപ്റ്റ് ചെയ്യുന്നത്. A member in service cannot accept commission, profit or gift from lawyers, chartered accountants, brokers,
ഓർ കസ്റ്റമേഴ്സ് ഓഫ് ഹിസ് കമ്പനി. അപ്പോൾ ഒരു മെമ്പർ ഇൻ സർവീസിന് എന്ത് വാങ്ങാൻ പറ്റില്ല? കമ്മീഷൻ, പ്രോഫിറ്റ് ആൻഡ് ഗിഫ്റ്റ്. 3 കാര്യങ്ങൾ, കമ്മീഷൻ, പ്രോഫിറ്റ് ആൻഡ് ഗിഫ്റ്റ് വാങ്ങാൻ പാടില്ല. ആരൊക്കെ അടുത്താണ് വാങ്ങാൻ പറ്റാത്തത്? 3 ആൾക്കാർ, ലോയർ, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആൻഡ് 4 ആൾക്കാർ കേട്ടോ, ബ്രോക്കേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ് ഓഫ് ഹിസ് കമ്പനി. അയാളുടെ കമ്പനിയിലെ കസ്റ്റമേഴ്സ്. ഈ 4 ആൾക്കാരുടെ അടുത്ത് ഈ 3 കാര്യങ്ങൾ വാങ്ങാൻ പറ്റില്ല. ദിസ് എൻഷ്യൂർ എത്തിക്കൽ കണ്ടക്ട് ആൻഡ് പ്രിവെൻറ്റ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇതെന്താണ്? എത്തിക്കൽ കണ്ടക്റ്റും കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് പ്രിവെൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലോസ് നമ്മൾ എന്താ പറയുക ICA ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്, CA ആക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇഫ് എ കമ്പനീസ് ഓഡിറ്റർ ഗിവ്സ് എ കമ്മീഷൻ ടു എ കമ്പനീസ് അക്കൗണ്ടൻറ്റ്, അപ്പോൾ ഒരു കമ്പനീൻ്റെ ഓഡിറ്റർ ആ കമ്പനിയുടെ അക്കൗണ്ടിന് ഒരു കമ്മീഷൻ കൊടുക്കുകയാണെങ്കിൽ ഫോർ ഷെയറിങ് കോൺഫിഡൻഷ്യൽ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് ഇറ്റ് ഈസ് മിസ്കണ്ടക്ട്. അപ്പോൾ നമ്മൾ ഒരു ഓഡിറ്റർ എന്താണ് ഓഡിറ്റ് ചെയ്യാണ്. അപ്പോൾ ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് അയാൾക്കൊരു കോൺഫിഡൻഷ്യൽ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് വേണം ഓഡിറ്റ് റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? അവിടുത്തെ അക്കൗണ്ടൻറ്റിന് എന്ത് കൊടുത്തു? ഒരു കമ്മീഷൻ കൊടുത്തിട്ട് എന്താണ് ആ ഒരു ഇൻഫർമേഷൻ വാങ്ങി. അതെന്താണ്? ഇറ്റ് ഈസ് പ്രൊഫഷണൽ മിസ്കണ്ടക്ട്. നോട്ട് ഫോർ ദ പേഴ്സൺ, നോട്ട് ഫോർ ദ ഓഡിറ്റർ. ആർക്കാണ് മിസ്കണ്ടക്ട്? കമ്പനി അക്കൗണ്ടൻറ്റ് എന്ന് വെച്ചാൽ ഒരു ICAൻ്റെ മെമ്പറാണ് അയാളാണ് അവിടുത്തെ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. അയാൾക്കാണ് എന്ത് മിസ്കണ്ടക്ട് വരിക? ഓഡിറ്റർ എന്നല്ല. കാരണം നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെ? മെമ്പർ ഇൻ സർവീസാണ് ഡിസ്കസ് ചെയ്തത്, അല്ലാതെ മെമ്പർ ഇൻ പ്രാക്ടീസ് അല്ല. സോ മെമ്പർ ഇൻ സർവീസിൻ്റെ മിസ്കണ്ടക്റ്റാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഓക്കെ. എ മെമ്പർ വിൽ ബി ഗിൽറ്റി വെൻ എവർ ഇൻ ഫുൾ ടൈം ഓർ പാർട്ട് ടൈം എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ഫുൾ ടൈം ആയാലും പാർട്ട് ടൈം ആയാലും അയാൾ എന്താണ്? ഗിൽറ്റിയാണ്. ഈവൻ ഇഫ് ഹോൾഡിങ് എ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ്. അയാൾ എന്താണ്? COP ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും, എന്ന് വെച്ചാൽ അയാൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും അയാൾ എന്താണ്? ഈ ഒരു ക്ലോസ് 2 പ്രകാരം അയാൾ ഗിൽറ്റിയാണ്. സോ ദാറ്റ് ഈസ് പാർട്ട് 2. നമ്മൾ പാർട്ട് 1 വളരെ വലുതായിരുന്നു, കാരണം അതിൽ 12 ക്ലോസ് ഉണ്ടായിരുന്നു. അതിൽ തന്നെ ഒരുപാട് ക്ലോസുകൾ വളരെ വലുതായിരുന്നു. പാർട്ട് 2 വളരെ ചെറിയ ഇതാണ്, 2 ക്ലോസുകൾ മാത്രമേ ഉള്ളൂ. പാർട്ട് 3 എന്ന് വെച്ചാൽ അതും പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റ് ആണ്. പക്ഷേ ഓൾ ICA മെമ്പേഴ്സ്, എല്ലാ ICA മെമ്പേഴ്സിനും അപ്ലിക്കബിൾ ആവുന്ന പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റ് ആണ് പറഞ്ഞത്. അല്ലാതെ മെമ്പർ ഇൻ പ്രാക്ടീസ്, മെമ്പർ ഇൻ സർവീസ് അങ്ങനത്തെ ഒരു കാറ്റഗറീസ് ഒന്നുമില്ല. എല്ലാ ICA മെമ്പേഴ്സിനും അപ്ലിക്കബിൾ ആവുന്ന മിസ്കണ്ടക്റ്റ് ആണ് പാർട്ട് 3യിലുള്ളത്. 3 ക്ലോസേ അതിലുള്ളൂ. ഫസ്റ്റ് ക്ലോസ് എന്ന് വെച്ചാൽ ആക്ടിങ് ആസ് എ ഫെല്ലോ വിത്തൗട്ട് ബീങ് വൺ. അപ്പോൾ ഒരു ഫെല്ലോ, നമുക്കറിയാം ഫെല്ലോ എപ്പോഴാകുക? നമ്മൾ അതിൻ്റെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5 കൊല്ലത്തെ എക്സ്പീരിയൻസ് വേണം. 5 കൊല്ലത്തെ എക്സ്പീരിയൻസ് ആണ് ഒരു ഫെല്ലോന് വേണ്ടത്, അല്ലെങ്കിൽ അയാൾ അസോസിയേറ്റ് ആണ്. സോ അങ്ങനത്തെ ഒരു 5 കൊല്ലത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഫെല്ലോ ആവേണ്ട കണ്ടീഷൻസ് മീറ്റ് ചെയ്യാത്ത ഒരാൾ എന്താണ്? ഫെല്ലോ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതാണ് ക്ലോസ് 1 പറയുന്നത്. ക്ലോസ് 2 എന്ന് വെച്ചാൽ നോട്ട് പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ടു ICAക്ക് നമ്മൾ ചില ഇൻഫർമേഷൻസ് കൊടുത്തിട്ടില്ലെങ്കിൽ അപ്പോഴും that person is guilty of misconduct. ഇനി ക്ലോസ് 3 എന്ന് വെച്ചാൽ പ്രൊവൈഡിങ് ഫോൾസ് ഇൻഫർമേഷൻ ഫോർ വർക്കിന് വേണ്ടിയിട്ട് ഫോൾസ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോഴും ക്ലോസ് 3 പ്രകാരം, പാർട്ട് 3യിലെ ക്ലോസ് 3 പ്രകാരം മിസ്കണ്ടക്റ്റ് ആണ്. സോ ഫസ്റ്റ് എന്ന് വെച്ചാൽ ക്ലോസ് 1. എ മെമ്പർ ഹു ഇസ് നോട്ട് എ ഫെല്ലോ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് കനോട്ട് ക്ലെയിം ടു ബി വൺ. അപ്പോൾ ഫെല്ലോ അല്ലാത്തൊരാളെന്താണ്? ഫെല്ലോ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പാടില്ല. If a CA who is an associate member, not a fellow, use FCA in his signature, it is a misconduct. Then clause 2 ആണ്. A member is guilty if he does not provide information. ഒരു മെമ്പർ എന്താണ്? ഗിൽറ്റിയാണ്. അയാൾ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടില്ലത്. എന്ത്? റിക്വസ്റ്റഡ് ബൈ ICA ഓർ ഇറ്റ്സ് കമ്മിറ്റി. ICAയോ അല്ലെങ്കിൽ ICAൻ്റെ കമ്മിറ്റിയോ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് ഒരാൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ല, നോട്ട് പ്രൊവൈഡ് ആണെങ്കിൽ എന്താണ്? that member is guilty of misconduct. Okay. If ICA asks a CA to disclose his role in a company, ഒരു കമ്പനിയിൽ ഒരു CAൻ്റെ റോൾ ഡിസ്ക്ലോസ് ചെയ്യാൻ ICA പറയുകയാണെങ്കിൽ അയാളത് ഇഗ്നോറും ചെയ്യുകയാണെങ്കിൽ, ആ ഒരു റിക്വസ്റ്റ് ഇഗ്നോറും ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് മിസ്കണ്ടക്ട്. സോ എ CA running a non-CA firm while holding a certificate of practice and fails to inform ICA was held guilty. Then clause 3 ആണ് പ്രൊവൈഡിങ് ഫോൾസ് ഇൻഫർമേഷൻ ഫോർ വർക്ക്. എ മെമ്പർ മസ്റ്റ് നോട്ട് പ്രൊവൈഡ് ഫോൾസ് ഇൻഫർമേഷൻ വെൻ അപ്ലൈയിങ് ഫോർ എ വർക്ക്. ഒരു വർക്കിന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് കൊടുക്കരുത്? ഒരു ഫോൾസ് ഇൻഫർമേഷൻ നമ്മൾ ഒരിക്കലും പ്രൊവൈഡ് ചെയ്യരുത്. ആര് പ്രൊവൈഡ് ചെയ്യരുത്? മെമ്പർ ഓഫ് ICA പ്രൊവൈഡ് ചെയ്യരുത്. റെസ്പോണ്ടിങ് ടു ടെൻഡർ ഓർ അഡ്വർടൈസിങ്. അപ്പോൾ നമ്മൾ ടെൻഡർ റെസ്പോണ്ടിങ് ആയിട്ടോ അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റിനൊക്കെ ആയിട്ടോ നമ്മൾ ചെയ്യുന്ന സമയത്ത് വി നീഡ് ടു ഗിവ് ഓർ വി നീഡ് ടു പ്രൊവൈഡ് ദ കറക്റ്റ് ഇൻഫർമേഷൻ. ഫോൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കരുത്. If CA submit a fake work experience certificate in a tender application, it is misconduct. So
നമ്മൾ പാർട്ട് 2 ആൻഡ് പാർട്ട് 3 നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി നെക്സ്റ്റ് എന്ന് വെച്ചാൽ പാർട്ട് 4 ആണ്. അതർ മിസ്കണ്ടക്ട് ഫോർ ഓൾ ICA മെമ്പേഴ്സ്. അപ്പോൾ എല്ലാ ICA മെമ്പേഴ്സിനും അപ്ലിക്കബിൾ ആവുന്ന എന്ത്? പ്രൊഫഷണൽ മിസ്കണ്ടക്ട് അല്ല, അതർ മിസ്കണ്ടക്റ്റ് ആണ്. പേഴ്സണൽ ലൈഫിൽ നമ്മളൊരു CA കാരൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഡെക്കോറം, അത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് CA ആക്ട് എന്താ പറയുക ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ക്ലോസുകളാണിത് പാർട്ട് 4 സോ അതർ മിസ്കണ്ടക്ട് ഫോർ ഓൾ ICA മെമ്പേഴ്സ്. അതിലും എന്തേ ഉള്ളൂ? 2 ക്ലോസേ ഉള്ളൂ. ഫസ്റ്റ് വൺ വെച്ചാൽ കൺവിക്ഷൻ ഓഫ് എൻ ഒഫൻസ് വിത്ത് ദ ഇംപ്രിസൺമെൻറ്റ് ഓഫ് മോർ ദാൻ 6 months. അപ്പോൾ 6 മാസത്തിനെക്കാട്ടും കൂടുതലോ അല്ലെങ്കിൽ 6 മാസമോ ജയിലിൽ കിടന്നൊരു വ്യക്തി ആണെങ്കിൽ അയാൾക്ക് കുറച്ച് മിസ്കണ്ടക്റ്റ് ഉണ്ട്. ആൻഡ് ബ്രിങ്ങിങ് ഡിസ്റെപ്യൂട്ട് ടു ദ പ്രൊഫഷൻ ഒരു ഡിസ്റെപ്യൂട്ട് എന്ന് വെച്ചാൽ റെപ്യൂട്ടേഷൻ പോക്കുക, അങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്നത്. സോ അതിലെ ക്ലോസ് 1 എന്ന് വെച്ചാൽ ഇഫ് എ CA ഈസ് കൺവിക്റ്റഡ് ബൈ എ കോർട്ട്, ഒരു കോർട്ടിൽ കൺവിക്റ്റ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ ആൻഡ് സെൻറ്റൻസ് ടു അപ് ടു 6 months ഇൻ പ്രിസൺ, അതേമാതിരി തന്നെ 6 മാസം ജയിലിൽ കിടന്നൊരു വ്യക്തിയാണെങ്കിലും ഇറ്റ് ഈസ് മിസ്കണ്ടക്ട്. അതൊരു മിസ്കണ്ടക്റ്റ് ആണ്. അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അയാളെ ഒരു CA അല്ലെങ്കിൽ CA രജിസ്റ്ററിൽ നിന്നും അയാളെ പേര് കളയും. എന്തൊക്കെയാണ്? ഒന്ന്, ഒരു കോർട്ടിൽ കൺവിക്റ്റ് ചെയ്ത വ്യക്തിയോ 6 മാസം വരെ ജയിലിൽ കിടന്ന വ്യക്തിയോ അപ് ടു 6 months ഇൻ എ പ്രിസൺ ആണെങ്കിൽ അയാളെന്താണ്? അയാൾ മിസ്കണ്ടക്റ്റ് ആണ്. ഇഫ് എ CA jailed for 3 months for fraud, it is a misconduct. If the sentence exceeded 6 months, it is covered under the second schedule. അപ്പോൾ 3 മാസം നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഷെഡ്യൂൾ എന്താണ്? അതിൽ ലെസ് സീരിയസ് മാറ്റേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ലെസ് സീരിയസ് മാറ്റേഴ്സ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? 6 months ഒരു ലിമിറ്റ് ഇവിടെ വെച്ചത്. 6 മാസം വരെയാണ് ഒരാൾ ജയിലിൽ കിടന്നതെങ്കിൽ അയാൾ എന്താണ്? അയാൾ ഫസ്റ്റ് ഷെഡ്യൂളിലെ ഫോർത്ത് പാർട്ടിലെ ഫസ്റ്റ് ക്ലോസ് പ്രകാരം, ഫസ്റ്റ് ഷെഡ്യൂളിലെ ഫോർത്ത് പാർട്ടിലെ ഫസ്റ്റ് ക്ലോസ് പ്രകാരം അയാൾ മിസ്കണ്ടക്റ്റാണ്. ഇനി അങ്ങനെയല്ല, അയാൾ 6 മാസത്തിനെക്കാട്ടും കൂടുതൽ ജയിലിൽ കിടക്കുകയാണെങ്കിൽ അയാൾ ഫസ്റ്റ് ഷെഡ്യൂളിലല്ല വരിക, അയാൾ ഇതിലെ വരിക, സെക്കൻഡ് ഷെഡ്യൂളിൽ വരിക. കാരണം ആ ഒരു മാറ്റർ, അയാൾ ജയിലിൽ കടന്ന ആ ഒരു മാറ്റർ എന്താണ്? ഇറ്റ് ഈസ് സീരിയസ്. സോ വി വോണ്ട് ബി ഡിസ്കസിങ് ദാറ്റ് മാറ്റർ ഇൻ ഫസ്റ്റ് ഷെഡ്യൂൾ. ദാറ്റ് മാറ്റർ വിൽ ബി അപ്ലിക്കബിൾ ഫോർ ദ സെക്കൻഡ് ഷെഡ്യൂൾ. ഓക്കെ, ദെൻ bringing disrepute to the profession. Second, clause 2. A member is guilty of his action harm the reputation of ICA even if unrelated to his professional work. അപ്പോൾ ഒരാളെന്താണ്? അയാൾ ICAൻ്റെ റെപ്യൂട്ടേഷന് ഹാം വരുന്ന, ഒരു ദോഷം വരുന്ന രീതിയിലൊരു ആക്ഷൻ ചെയ്തു. പക്ഷേ അയാൾ അത് പ്രൊഫഷണൽ വർക്കിലല്ല ചെയ്തത്. അയാളുടെ പ്രൊഫഷണൽ കരിയറിൽ അയാൾ ഈസ് എ ബെസ്റ്റ് പേഴ്സൺ. അയാൾ എല്ലാ കാര്യങ്ങളും നോക്കി, പ്രൊഫഷണൽ വർക്കിൽ ആർക്കും അയാളെക്കുറിച്ച് യാതൊരു കുറ്റമില്ല. പക്ഷേ അയാളുടെ പേഴ്സണൽ ലൈഫിൽ അയാൾ എന്ത് ചെയ്തു? ICAൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന രീതിയിൽ ഒരു ആക്ട് ചെയ്തു. അപ്പോൾ അയാൾ എന്താണ്? ഹി ഈസ് ഗിൽറ്റി ഓഫ് അതർ മിസ്കണ്ടക്ട്. ഇഫ് എ CA is caught in a bribery scandal unrelated to his work, അപ്പോൾ അയാളുടെ വർക്ക് റിലേറ്റഡ് അല്ലാത്തൊരു ബ്രൈബറി സ്കാൻഡലിൽ അയാൾ ഭാഗമാവുകയാണെങ്കിൽ ഇറ്റ് ഈസ് മിസ്കണ്ടക്ട്. ഇഫ് ഇംപ്രിസൺമെൻറ്റ് എക്സീഡ് 6 months, 6 മാസത്തിനെക്കാട്ടും കൂടുതൽ ഇത് കൂടുകയാണെങ്കിൽ, ജയിലിൽ കിടന്നത് കൂടുകയാണെങ്കിൽ അതെന്താണ്? അണ്ടർ പാർട്ട് 3 ഓഫ് സെക്കൻഡ് ഷെഡ്യൂളിലാണ് അത് വരിക. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഷെഡ്യൂളിനകം 3 പാർട്ടേ ഉള്ളൂ, നമുക്കറിയാം, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പാർട്ട് 1 ഐ തിങ്ക് 10 ക്ലോസും പാർട്ട് 3 1 ക്ലോസും അങ്ങനെ എന്തേ ഉള്ളൂ. ഇത് 1 ക്ലോസ് മാത്രമേ ഉള്ളൂ. സോ ദിസ് ഈസ് ഫസ്റ്റ് ഷെഡ്യൂൾ നമ്മൾ കവർ ചെയ്തു. അതിൽ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആൻഡ് പാർട്ട് 4 നമ്മൾ കവർ ചെയ്തു. അതിൽ പാർട്ട് 1 ആണ് ഏറ്റവും വലുത്. അത് നമ്മൾ പ്രീവിയസ് പാർട്ട്, ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രീവിയസ് പാർട്ട് നമ്മൾ കവർ ചെയ്തതാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് വെച്ചാൽ സെക്കൻഡ് ഷെഡ്യൂളാണ്. നമ്മൾ സെക്കൻഡ് ഷെഡ്യൂളിലേക്ക് കടന്നു. സോ സെക്കൻഡ് ഷെഡ്യൂളിൽ നമുക്ക് നോക്കാനുള്ളത് പാർട്ട് 1, പാർട്ട് 2 ആൻഡ് അതിൻ്റെ പാർട്ട് 3. അതും എന്താണ്? പ്രൊഫഷണൽ മിസ്കണ്ടക്ട് ഇൻ റിലേഷൻ ടു CA ഇൻ പ്രാക്ടീസ്. പിന്നെ അടുത്ത വെച്ചാൽ എല്ലാവർക്കും അതിൽ CA ഇൻ സർവീസിനെ കുറിച്ച് പറയുന്നില്ല. മെമ്പർ ഇൻ സർവീസിനെ കുറിച്ചിട്ട് അതിൽ ഒരു എന്താ പറയുക സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പാർട്ടില്ല. അതിൽ പിന്നെ CA ഇൻ പ്രാക്ടീസ് കഴിഞ്ഞാൽ പിന്നെ എല്ലാ മെമ്പേഴ്സിനും അപ്ലിക്കബിൾ ആവുന്ന പാർട്ടേ ഉള്ളൂ.
മിസ്കണ്ടക്റ്റേ ഉള്ളൂ. അതിനുശേഷം പിന്നെ അതർ മിസ്കണ്ടക്ട് ആപ്ലിക്കബിൾ ടു ഓൾ മെമ്പേഴ്സ്. സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് വെച്ചാൽ റോൾ ഓഫ് ഡയറക്ടേഴ്സ് ഡിസിപ്ലിൻ. ഇഫ് ദ ഡയറക്ടർ or discipline believes a member is guilty of professional or other misconduct mentioned in second schedule, the case is, or both schedules, the case is referred to the disciplinary committee. അപ്പോൾ ഈ സെക്കൻഡ് ഷെഡ്യൂൾ അല്ലെങ്കിൽ ബോത്ത് ഷെഡ്യൂൾ ഏത് ഷെഡ്യൂൾ പ്രകാരമെങ്കിലും ഒരു പ്രൊഫഷണൽ ഒരു മെമ്പർ ഇൻ ICA എന്താണ് ഗിൽറ്റി ആണെന്ന് ഡയറക്ടറിന് അല്ലെങ്കിൽ ഡിസിപ്ലിന് തോന്നുകയാണെങ്കിൽ, പ്രൊഫഷണൽ അല്ലെങ്കിൽ അതർ തോന്നുകയാണെങ്കിൽ, ഏത് പാർട്ടും ആയിക്കോട്ടെ, വാട്ട് എവർ ഷെഡ്യൂൾ ഒരു മിസ്കണ്ടക്റ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ എന്താണ് ആ കാര്യം ഡിസിപ്ലിനറി കമ്മിറ്റീനെ റിഫർ ചെയ്യണം. ദ കേസ് ഇസ് റിഫേർഡ് ടു ദ ഡിസിപ്ലിനറി കമ്മിറ്റി. അതാണ് ഒരു ഡയറക്ടറിൻ്റെ റോൾ. എന്ന് വെച്ചാൽ ഒരു ഡയറക്ടറിന് തോന്നുകയാണ് ഒരു പ്രൊഫഷണൽ മിസ്കണ്ടക്ട് ഒരു മെമ്പർ എന്താണ് മിസ്കണ്ടക്റ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ അയാളുടെ റോൾ എന്ന് വെച്ചാൽ ആ കാര്യം ആരെ അറിയിക്കണം? ഡിസിപ്ലിനറി കമ്മിറ്റീനെ അറിയിക്കണം. ദെൻ വി ആർ മൂവിങ് ടു പാർട്ട് 1. സോ പാർട്ട് 1 ഓക്കെ, ഞാൻ പറഞ്ഞ മാതിരി തന്നെ 10 ക്ലോസുകളാണ് പാർട്ട് 1 നമുക്ക് നോക്കാനുള്ളത്. അതിൽ ക്ലോസ് 1 ഡിസ്ക്ലോഷർ ഓഫ് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ. കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻസ് ഡിസ്ക്ലോസ് ചെയ്യുന്നതാണ് പാർട്ട് 1 സൂചിപ്പിക്കുന്നത്. So a CA in practice is guilty of professional misconduct if he shares client information ഷെയർ ചെയ്യാണ് വിത്തൗട്ട് കൺസെൻറ്റ് ആണെങ്കിൽ എക്സെപ്റ്റ് വേർ റിക്വയർഡ് ബൈ ലോ. അപ്പം നിയമം പറയാതെ ക്ലയൻറ്റിൻ്റെ കൺസെൻറ്റും ഇല്ലാതെ ഒരു CA ഇൻ പ്രാക്ടീസ് ക്ലയൻറ്റിൻ്റെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഹീ ഈസ് ഗിൽറ്റി ഓഫ് പ്രൊഫഷണൽ മിസ്കണ്ടക്ട് അണ്ടർ സെക്കൻഡ് ഷെഡ്യൂൾ പാർട്ട് 1 ക്ലോസ് 1. സോ എ CA ഹാൻഡിൽസ് ഹൈലി കോൺഫിഡൻഷ്യൽ ക്ലയൻറ്റ് ഇൻഫർമേഷൻ. ഒരു CA എന്താണ് ഹൈലി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ക്ലയൻറ്റിൻ്റെ ഇൻഫർമേഷൻസൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഷെയറിംഗ് സച്ച് ഇൻഫർമേഷൻ വിത്തൗട്ട് ദ കൺസെൻറ്റ് ബ്രീച്ചസ് പ്രൊഫഷണൽ എത്തിക്സ് ആൻഡ് മേ ലീഡ് ടു ലീഗൽ ആക്ഷൻസ് ബൈ ദ ക്ലയൻറ്റ്. അപ്പോൾ കൺസെൻറ്റ് ഇല്ലാതെ അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് പ്രൊഫഷണൽ എത്തിക്സിനെ ബ്രീച്ചും ചെയ്യും. എന്ന് വെച്ചാൽ അതിനെ വിപരീതമായിട്ട് പോവുകയും ചെയ്യും. അതേമാതിരി തന്നെ ക്ലയൻറ്റ് ലീഗൽ ആക്ഷനിലേക്ക് അത് നീങ്ങും ചെയ്യും. ദ ഡ്യൂട്ടി ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി കണ്ടിന്യൂസ് ഈവൻ ആഫ്റ്റർ ദ അസൈൻമെൻറ്റ് ഈസ് കംപ്ലീറ്റഡ്. നമ്മൾ ഒരു എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്താൽ പോലും എന്താണ് ആ ഒരു കോൺഫിഡൻഷ്യാലിറ്റി നമ്മൾ അയാളുടെ ഇൻഫർമേഷൻ നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റി വെക്കണം. അത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ മാത്രമല്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. ഡിസ്ക്ലോഷർ ഈസ് അലൗഡ് വെൻ റിക്വയർഡ് ഫോർ പ്രൊഫഷണൽ ഡ്യൂട്ടീസ് ആൻഡ് ക്ലയൻറ്റ് കൺസെൻറ്റ് ടു ഇറ്റ്. അപ്പോൾ എന്താണ് ഡിസ്ക്ലോഷർ എപ്പോഴാണ് അലൗ ചെയ്യുന്നത്? റിക്വയർഡ് ഫോർ പ്രൊഫഷണൽ ഡ്യൂട്ടി. നമുക്കൊരു ഡ്യൂട്ടി ഉണ്ട്, നിയമം നമ്മളോട് പറഞ്ഞു നിങ്ങളത് ഡിസ്ക്ലോസ് ചെയ്യണം. എന്ന് വെച്ചാൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണെങ്കിൽ ഒരു കമ്പനീനെ കുറിച്ചൊരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ ആ ഇൻവെസ്റ്റിഗേറ്റർ നമ്മുടെ അടുത്തൊന്ന് ചോദിക്കുന്ന സമയത്ത് വി ആർ ഒബ്ലിജ് ടു അത് ആ സാധനം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അതേമാതിരി തന്നെ ക്ലയൻറ്റ് കൺസെൻറ്റ് തരികയാണെങ്കിൽ നമ്മൾ എന്താണ് ഷെയർ ചെയ്യുക. അല്ലാത്ത 2 കേസുകളും നമ്മൾ നിയമം പറയാണ്ടെയോ അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെയോ നമ്മൾ ഷെയർ ചെയ്യാൻ നമുക്കെന്തില്ല, റൈറ്റ്സ് ഇല്ല. കൺസെൻറ്റ് ഷുഡ് ബി ഒബ്റ്റെയിൻഡ് ഫ്രം ഓതറൈസ്ഡ് പേഴ്സൺസ് ആണ് നമ്മൾ കൺസെൻറ്റ് വാങ്ങാൻ. നമ്മളിപ്പോൾ ഒരു കമ്പനി ഓഡിറ്റ് ചെയ്യാൻ പോകുമ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് ഉണ്ടാവും, ഒരു അക്കൗണ്ടൻറ്റോ അല്ലെങ്കിൽ ഏറ്റവും താഴത്തെ സ്റ്റാഫ് ഉണ്ടാവും. നമ്മൾ അവരോട് ചോദിച്ചു ഞങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അവർ നമ്മളോട് ഓക്കെ നിങ്ങൾ ഷെയർ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അതൊരിക്കലും ഒരു കൺസെൻറ്റ് അല്ല. വി നീഡ് ടു ഒബ്റ്റെയിൻ ദാറ്റ് കൺസെൻറ്റ് ഫ്രം ദ ഓതറൈസ്ഡ് പേഴ്സൺ. ഏതെങ്കിലും ഒരു വ്യക്തിൻ്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യരുത്, ആ ഒരു കൺസെൻറ്റ് നമ്മൾ വാങ്ങരുത്. സോ വാട്ട് ഈസ് എൻ ഓതറൈസ്ഡ് പേഴ്സൺ? പ്രൊപ്രൈറ്റർഷിപ്പ് ആണെങ്കിൽ എന്താണ്, പ്രൊപ്രൈറ്റർ അല്ലെങ്കിൽ ലീഗൽ ഓതറൈസ്ഡ് പേഴ്സൺ ആയിരിക്കണം. ഓതറൈസ്ഡ് പേഴ്സൻ്റെ അടുത്തായിരിക്കും നമ്മൾ എന്ത് വാങ്ങേണ്ടത്, കൺസെൻറ്റ് വാങ്ങേണ്ടത്. ഇനി പാർട്ണർഷിപ്പ് ആണെങ്കിൽ എനി പാർട്ണർ ക്യാൻ ഗിവ് കൺസെൻറ്റ്. ഏത് പാർട്ണർ അടുത്ത് വാങ്ങിയാലും കുഴപ്പമില്ല. കമ്പനി ആണെങ്കിൽ കൺസെൻറ്റ് ഇസ് ഗിവൺ ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടർ അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടേഴ്സോ ഏതെങ്കിലും ഒരാൾ ഓതറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളാണ് എന്ത് ചെയ്യേണ്ടത്, കൺസെൻറ്റ് തരേണ്ടത്. ആൻഡ് ഓഡിറ്റർ ഡസ് നോട്ട് ഹാവ് ടു ഷെയർ ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് വിത്ത് ദ ക്ലയൻറ്റ്. അതേമാതിരി തന്നെ എന്തും വേണ്ട, ഓഡിറ്ററിൻ്റെ ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് ക്ലയൻറ്റുമായിട്ട് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ അതർ ഓഡിറ്റേഴ്സായിട്ട് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് റിലേറ്റഡ് എൻറ്റിറ്റീസുമായിട്ടും എന്താണ് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ പാരൻറ്റ് സബ്സിഡറി കമ്പനീസ്. ദ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ക്യാൻ റിലൈ ഓൺ അതർ ഓഡിറ്റേഴ്സ് വർക്ക്. മറ്റ് ഓഡിറ്റേഴ്സിൻ്റെ വർക്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററിന് റിലൈ ചെയ്യാൻ പറ്റും. ബട്ട് ഹാസ് നോ റൈറ്റ് ടു ആക്സസ് ദെയർ വർക്കിംഗ് പേപ്പർ. പക്ഷേ നമുക്ക് അയാളുടെ ഒരു വർക്കിംഗ് പേപ്പർ ആക്സസ് നമുക്കില്ല. അവർ തരികയാണെങ്കിൽ തരിക, അല്ലാതെ നമുക്ക് എന്താണ് അവരുടെ വർക്കിംഗ് പേപ്പർ യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ചോദിക്കാനോ ആക്സസ് ചെയ്യാനോ നമുക്ക് എന്തില്ല, ഒരു ഓഡിറ്ററിന് അനുവാദമില്ല.
ഇൻ സം കേസസ് ഓഡിറ്റർ മേ ഷെയർ പാർട്ട് ഓഫ് ദെയർ വർക്കിംഗ് പേപ്പേഴ്സ് വിത്ത് ക്ലയൻറ്റ്. ചില കേസുകൾ എന്താണ് ഓഡിറ്റർ അയാളുടെ ഒരു വർക്കിംഗ് പേപ്പറിൻ്റെ ചെറിയ ഭാഗം ക്ലയൻറ്റുമായിട്ട് ഷെയർ ചെയ്യും. ആൻഡ് ഡിസ്ക്ലോഷേഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഈസ് പെർമിറ്റഡ് വെൻ ലീഗലി റിക്വയർഡ് ബട്ട് എക്സ്പേർട്ട് ലീഗൽ അഡ്വൈസ് ഷുഡ് ബി സോട്ട്. അപ്പോൾ നമ്മളെന്താണ് ഒരു ഇൻഫർമേഷൻ്റെ ഡിസ്ക്ലോഷർ എന്താണ് ലീഗലി പറയുകയാണെങ്കിൽ അത് പെർമിറ്റഡ് ആണ്. പക്ഷെ നമ്മൾ എന്തും ചെയ്യണം, നമ്മളൊരു എക്സ്പേർട്ട് ലീഗൽ അഡ്വൈസും കൂടി നമ്മൾ വാങ്ങണം ആ കാര്യത്തിനെ കുറിച്ചിട്ട്. എക്സാമ്പിൾ, ഇഫ് എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഈസ് ഫൈൻഡ് ഔട്ട് ദാറ്റ് ദ ക്ലയൻറ്റ് ഈസ് ഇൻവോൾവ് ഇൻ എ ടാക്സ് ഇവേഷൻ, ഒരു ടാക്സ് ഇവേഷനിൽ ക്ലയൻറ്റ് ഇൻക്ലൂഡ് ആണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ ഹി മേ നീഡ് ടു റിപ്പോർട്ട് ഇറ്റ്, അത് റിപ്പോർട്ട് ചെയ്യണം. ബട്ട് ഹി മസ്റ്റ് എൻഷുർ ലീഗൽ കംപ്ലയൻസ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആ ഒരു കാര്യം ഡിസ്ക്ലോസ് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. ദെൻ സ്പെഷ്യൽ റൂൾ ഫോർ ഫ്രോഡിനുള്ള സ്പെഷ്യൽ റൂൾ അണ്ടർ സെക്ഷൻ 143 സബ്സെക്ഷൻ 12 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013, ഇഫ് എൻ ഓഡിറ്റർ സസ്പെക്ട് ഫ്രോഡ്, ഒരു ഓഡിറ്റർ എന്താണ് ഫ്രോഡ് സസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ ബൈ എ കമ്പനീസ് ഓഫീസർ ഓർ എംപ്ലോയി മസ്റ്റ് റിപ്പോർട്ട് ടു ദ സെൻട്രൽ ഗവൺമെൻറ് വിത്തിൻ 60 days. അപ്പോൾ ഒരു കോടി ഈ ഒരു 143 സബ്സെക്ഷൻ 12 നമ്മൾ ഓൾറെഡി നോക്കിയാണ് ചാപ്റ്റർ 7. ഒരു 1 crore മുകളിലാണ് ഫ്രോഡെങ്കിലാണ് എന്ത് ചെയ്യേണ്ടത്, കമ്പനി ചെയ്താലോ അല്ലെങ്കിൽ കമ്പനിയുടെ ഉള്ളിൽ സ്റ്റാഫ് ചെയ്താലോ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അത് 60 ദിവസത്തിനുള്ളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അതിന് ഓരോ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് 2 ദിവസത്തിനുള്ളിൽ അവരെ അറിയിക്കണം. ഫ്രോഡ് മനസ്സിലാക്കിയിട്ട് 2 ദിവസം നമ്മൾ അവരെ അറിയിക്കണം. അത് കഴിഞ്ഞിട്ട് 15 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യണം അവരുടെ റെസ്പോൺസിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സെൻട്രൽ ഗവൺമെൻറ് നമ്മൾ ഇൻഫോം ചെയ്യേണ്ടത്. സോ ദാറ്റ് ഈസ് ക്ലോസ് 1. ക്ലോസ് 1 എന്ന് വെച്ചാൽ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുന്നതാണ് ക്ലോസ് 1 പറയുന്നത്. ദെൻ ക്ലോസ് 2 എന്ന് വെച്ചാൽ സർട്ടിഫൈയിങ് ഓർ സബ്മിറ്റിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് സർട്ടിഫൈ ചെയ്യുക അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യാം. എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് മസ്റ്റ് നോട്ട് സർട്ടിഫൈ ഓർ സബ്മിറ്റ് എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അൺലെസ് ഹി ഓർ എ ക്വാളിഫൈഡ് ടീം മെമ്പർ ഹാസ് എക്സാമിൻഡ് ദം. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് സർട്ടിഫൈയും ചെയ്യരുത്, അത് സബ്മിറ്റും ചെയ്യരുത്. ആര്, ഒരു CA-കാരൻ, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. അൺലെസ് ഹി ഓർ എ ക്വാളിഫൈഡ് ടീം, അയാളോ അല്ലെങ്കിൽ ഒരു ക്വാളിഫൈഡ് ടീം മെമ്പേഴ്സോ അത് എക്സാമിൻ ചെയ്യാണ്ട് എന്ത് ചെയ്യരുത്, അത് സർട്ടിഫൈയോ സബ്മിറ്റോ ചെയ്യരുത്. എൻഷുവേഴ്സ് ദാറ്റ് ദ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് പെർഫോംസ് ഡ്യൂ ഡിലിജൻസ് ബിഫോർ സൈനിങ് റിപ്പോർട്ട്. ഒരു റിപ്പോർട്ട് സൈൻ ചെയ്യുന്നതിന് മുമ്പ് എന്ത് വേണം, ഡ്യൂ ഡിലിജൻസ് ഒരു CA പെർഫോം ചെയ്തിരിക്കണം. ഡ്യൂ ഡിലിജൻസ് നമ്മൾ 8ാമത്തെ ചാപ്റ്റർ 18 നമ്മൾ കവർ ചെയ്തിട്ടുള്ളതാണ്. ദെൻ ദ എക്സാമിനേഷൻ, എന്താണ് ഡ്യൂ ഡിലിജൻസ് എന്നുള്ള കാര്യമൊക്കെ ആ ചാപ്റ്ററിലുണ്ട്. Then examination can be conducted by a chartered accountant himself, a partner or employee of his firm, another practicing chartered accountant. This provision allows joint audits where multiple auditors divide responsibility. അപ്പോൾ ഈ ഒരു പ്രൊവിഷൻ എന്താണ്, ജോയിൻ്റ് ഓഡിറ്റിനും അലൗ ചെയ്യും. ആൻഡ് അത് മൾട്ടിപ്പിൾ ഓഡിറ്റേഴ്സ് എന്താണ് അവിടെ റെസ്പോൺസിബിലിറ്റി ഡിവിഷൻ ചെയ്യുമ്പോൾ. ഇൻ ജോയിൻ്റ് ഓഡിറ്റേഴ്സ് വർക്ക് ഈസ് ഡിവൈഡ് ബേസ്ഡ് ഓൺ സ്പെസിഫിക് ഏരിയ. അപ്പോൾ സ്പെസിഫിക് ഏരിയാസിൻ്റെ ബേസിലാണ് ഇത് വർക്ക് ഡിവൈഡ് ചെയ്യുന്നത്. ലൈക്ക് എക്സാമ്പിൾ ലയബിലിറ്റി, എക്സ്പെൻസ് ഓർ ടൈം പീരീഡ്. ഈച്ച് ജോയിൻ്റ് ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദെയർ അസൈൻഡ് ഏരിയ. അപ്പോൾ ഓരോ ജോയിൻ്റ് ഓഡിറ്റേഴ്സ് എന്താണ് അവർക്ക് അസൈൻ ചെയ്ത ഏരിയയിൽ അവർ റെസ്പോൺസിബിൾ ആണ്. ജോയിൻ്റ് ഓഡിറ്റേഴ്സ് മസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് അബൌട്ട് ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യണം, ജോയിൻ്റ് ഓഡിറ്റേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ജോയിൻ്റ് ഓഡിറ്റേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ എൻറ്റയർ റിപ്പോർട്ടിന് എന്താണ് അവർ റെസ്പോൺസിബിൾ ആണ്, അൺലെസ് റെസ്പോൺസിബിലിറ്റി ഈസ് ക്ലിയർലി ഡിവൈഡഡ്. എക്സാമ്പിൾ, ഇഫ് 2 ഓഡിറ്റേഴ്സ് കണ്ടക്ട് എ ജോയിൻ്റ് ഓഡിറ്റ്. അപ്പോൾ 2 ഓഡിറ്റേഴ്സ് എന്താണ് ജോയിൻ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ വൺ മേ ഹാൻഡിൽ റവന്യൂ, ഒരാൾ റവന്യൂ, വൈൽ അതർ എക്സാമിൻ എക്സ്പെൻസ്, മറ്റേ ആൾ എക്സ്പെൻസും ആയിരിക്കും കവർ ചെയ്യുക. ദേ മസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ഫൈൻഡിങ്സ്, അവരെന്താണ് ഫൈൻഡിങ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ബിഫോർ സൈനിങ് ദ ഫൈനൽ റിപ്പോർട്ട്. റിഫർ SA 299 ഓഡിറ്റ് ജോയിൻ്റ് ഓഡിറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ SA 299 ഒന്ന് കവർ ചെയ്താൽ മതി. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ജോയിൻ്റ് ഓഡിറ്റ് ഓൾറെഡി നമ്മൾ കവർ ചെയ്ത ടോപ്പിക്കാണ്. Then each joint auditor can decide how to conduct their examination. ഓരോ ജോയിൻറ്റ് ഓഡിറ്റേഴ്സിനും എന്ത് ഡിസൈഡ് ചെയ്യാം, എങ്ങനെയാണ് അവരുടെ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യാൻ, ഇൻക്ലൂഡിങ് ടെസ്റ്റ് ചെക്ക് ആൻഡ് സാമ്പിളിംഗ്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് സർട്ടിഫൈയിങ് ഓർ സബ്മിറ്റിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. എന്താ പറഞ്ഞിട്ടുള്ളൂ, എന്തേ അതിൽ പറഞ്ഞിട്ടുള്ളൂ, എക്സാമിൻ ചെയ്യാണ്ട് എന്ത് ചെയ്യരുത്, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് സർട്ടിഫൈയും ചെയ്യരുത്, സബ്മിറ്റും ചെയ്യരുത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് Clause 3, use of name in profit forecast. A chartered accountant cannot allow his name or firm's name
ടു ബി അസോസിയേറ്റഡ് വിത്ത് ഏർണിങ്സ് എസ്റ്റിമേറ്റ്സ്. അപ്പോൾ ഒരു ഏർണിങ്സിൻ്റെ എസ്റ്റിമേറ്റ്സിൽ എന്താണ് ഒരു CA അല്ലെങ്കിൽ അയാളുടെ ഫേമിൻ്റെ പേര് അലൗ ചെയ്യരുത്, അത് യൂസ് ചെയ്യാൻ അലൗ ചെയ്യരുത്. ബേസ്ഡ് ഓൺ ഫ്യൂച്ചർ ട്രാൻസാക്ഷൻ ഇൻ എ വേ ദാറ്റ് സജസ്റ്റ് ഹി ഗ്യാരണ്ടി ദെയർ അക്യുറസി. അപ്പോൾ നമ്മളത് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ അഷുറൻസ് എൻഗേജ്മെൻറ്റ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ കവർ ചെയ്തപ്പോൾ നമ്മളെന്താണ് സ്റ്റാൻഡേർഡ്സ് ഓൺ അഷുറൻസ് എൻഗേജ്മെൻറ്റ് 3000 നമ്മൾ കവർ ചെയ്തപ്പോൾ പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ നോക്കിയ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ത് ഈ ഫ്യൂച്ചർ ട്രാൻസാക്ഷൻസിനെ കുറിച്ചിട്ട് എസ്റ്റിമേഷൻസിനെ കുറിച്ചിട്ട് ഫോർകാസ്റ്റുകളെ കുറിച്ചിട്ട് എന്ത് ചെയ്യരുത്, CA ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഗ്യാരണ്ടി കൊടുക്കരുത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഗ്യാരണ്ടി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ക്ലോസ് 3 പ്രകാരം സെക്കൻഡ് ഷെഡ്യൂളിലത്തെ ക്ലോസ് 3 പ്രകാരം നമ്മൾ ആ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഷെഡ്യൂളിലത്തെ ക്ലോസ് 3 പ്രകാരം അതെന്താണ് ഇറ്റ്സ് എ പ്രൊഫഷണൽ മിസ്കണ്ടക്ട്. So a CA's role in financial forecast. The Council ICA clarified in July 1982 that CA can participate in preparing and reviewing a financial forecast. ഒരു ഫിനാൻഷ്യൽ ഫോർകാസ്റ്റ് എന്താണ് പ്രിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ റിവ്യൂ ചെയ്യാനോ എന്താണ് ഒരു CAക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പക്ഷേ ബട്ട് മസ്റ്റ് ക്ലിയർലി ഇൻഡിക്കേറ്റ് ദ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. ആ ഇൻഫർമേഷൻ്റെ സോഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യണം. ആൻഡ് സ്പെസിഫൈ ദ ബേസിസ് ഓഫ് ഫോർകാസ്റ്റിൻ്റെ ബേസിസ് നമ്മൾ എന്ത് ചെയ്യണം, സ്പെസിഫൈ ചെയ്യണം. ആൻഡ് ഹൈലൈറ്റ് കീ അസംഷൻസ് മെയ്ഡ്, എന്തൊക്കെ കീ അസംഷൻസ് ആണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം ഹൈലൈറ്റും ചെയ്യണം. ഹവർ ഹി മസ്റ്റ് നോട്ട് വൗച്ച് ഫോർ ദ ആക്യുറസി ഓഫ് ദ ഫോർകാസ്റ്റ്. പക്ഷേ ആ ഫോർകാസ്റ്റിൻ്റെ ആക്യുറസി നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മൾ അതിനെ ബാക്ക് ചെയ്യരുത്, നമ്മളതിനെ സപ്പോർട്ട് ചെയ്യരുത്. അപ്ലിക്കേഷൻ ടു ഹൈപ്പോത്തറ്റിക്കൽ പ്രൊജക്ഷൻ. ഹൈപ്പോത്തറ്റിക്കൽ പ്രൊജക്ഷനൊക്കെ നമ്മൾ നോക്കിയതാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു ബേസ് ഇല്ലാതെ നമ്മൾ പ്രൊജക്ഷൻ നടത്തുകയാണ്. നമ്മളൊരു ഫാക്റ്റിന് നമ്മളിപ്പോൾ ചില സംഭവങ്ങളാണ് നമ്മൾ ഒരു പാസ്റ്റ് ഡാറ്റ വെച്ചിട്ടോ അല്ലെങ്കിൽ മോസ്റ്റ് ആക്യുറേറ്റ് നമ്മൾ മാർക്കറ്റിൻ്റെ ഡാറ്റ സിനാരിയോസൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരു പ്രൊജക്ഷൻ നടത്തുകയാണ്. അതല്ല ഹൈപ്പോത്തറ്റിക്കൽ വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒരു അസംഷൻ്റെ ബേസിൽ മാത്രം നമ്മൾ ഒരു പ്രൊജക്ഷൻ ചെയ്യുന്നതാണ് നമ്മൾ ഹൈപ്പോത്തറ്റിക്കൽ പ്രൊജക്ഷൻ എന്ന് പറയാം. സോ ദ സെയിം റൂൾ അപ്ലൈസ് ടു ഫിനാൻഷ്യൽ പ്രൊജക്ഷൻ ബേസ്ഡ് ഓൺ ഹൈപ്പോത്തറ്റിക്കൽ അസംഷൻസ്. ഓക്കെ, എ CA ക്യാൻ പ്രിപ്പയർ ആൻഡ് റിവ്യൂ ദം. അത് എന്താണ് പ്രിപ്പയർ ചെയ്യാം, റിവ്യൂ ചെയ്യാം, പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല, ബട്ട് ഷുഡ് നോട്ട് സർട്ടിഫൈ ദെയർ ആക്യുറസി. അതിൻ്റെ ആക്യുറസി ഒരിക്കലും സർട്ടിഫൈ ചെയ്യാൻ പാടില്ല. ദെൻ ഗൈഡൻസ് നോട്ട് ഓൺ റിപ്പോർട്ട്സ് ഇൻ കമ്പനി പ്രോസ്പെക്ടസ്. The guidance note on report in company's prospectus revised 2019 provides rule for CA on compliance with. അപ്പോൾ CA എന്തൊക്കെയാണ് കംപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഗൈഡൻസ് നോട്ട് ഓൺ റിപ്പോർട്ട് ഇൻ കമ്പനി പ്രോസ്പെക്ടസ് റിവൈസ്ഡ് 2019 പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാ വെച്ചാൽ കമ്പനീസ് ആക്ട് 2013 സെബി ഇഷ്യൂ എ ക്യാപിറ്റൽ ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ് റെഗുലേഷൻസ് 2018. സെബി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റെഗുലേഷൻ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. സോ എക്സാമ്പിൾ, a CA issued 97 projection statement without verifying documents. ഇപ്പോൾ ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്യേണ്ട ഒരു പ്രൊജക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇതാക്കുകയാണെങ്കിൽ വെരിഫൈ ചെയ്യുകയാണെങ്കിൽ ബേസ്ഡ് ഓൺ ദ ബാങ്ക്സ് ഗിവൺ ലോൺ ലേറ്റർ ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ദ ബോറോവേഴ്സ് ഹാഡ് നോ ബിസിനസ് ഓർ റീപേയ്മെൻറ്റ് കപ്പാസിറ്റി. പക്ഷേ ഫ്യൂച്ചറിന് മനസ്സിലായി എന്താണ് ബോറോവറിന് ഒരു ബിസിനസ്സും ഇല്ല, അതേമാതിരി തന്നെ റീപേയ്മെൻറ്റ് കപ്പാസിറ്റിയും ഇല്ല എന്നുള്ള മനസ്സിലാവുകയാണെങ്കിൽ എന്താണ് CA was guilty of professional misconduct under clause 3, 7 and 8 of part 1. അപ്പോൾ ക്ലോസ് 3ഉം 7ഉം 8ഉം എന്താണ് ഇതാണ് പറഞ്ഞത് പാർട്ട് 1 ഓഫ് ദ സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് ദ CA ആക്ട് 1949. സോ ഇനി അടുത്തത് പാർട്ട് 4 ആണ്, എക്സ്പ്രസിങ് ഒപ്പീനിയൻ ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. A CA cannot express opinion on financial statement of a business in which he or firm has substantial interest and his partner has a substantial interest. അപ്പോൾ എന്താണ് ഒരു CAക്ക് ഒരിക്കലും ഒരു ഫേമിന് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യാൻ പാടില്ല, അതിനെക്കുറിച്ചൊരു ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല. എപ്പോൾ അല്ലെങ്കിൽ അയാളുടെ ഫേമോ എന്താണ് ആ ഒരു ഫേമിൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാളുടെ പാർട്ട്ണറിന് ആ ഒരു ഫേമിൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചിട്ട് ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ഇമ്പോർട്ടൻസ് ഓഫ് ഓഡിറ്റേഴ്സ് ഇൻഡിപെൻഡൻസ്. ഫോർ ദ ഓഡിറ്റേഴ്സ് ഒപ്പീനിയൻ ടു ബി ട്രസ്റ്റഡ്. ഓഡിറ്ററിൻ്റെ ഒപ്പീനിയൻ ഒരാൾ വിശ്വസിക്കണമെങ്കിൽ ഹി മസ്റ്റ് ബി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഫ്രീ ഫ്രം എനി ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ദാറ്റ് കുഡ് ഇൻഫ്ലുവൻസ് ഹിസ് ജഡ്ജ്മെൻറ്റ്. അയാൾ ഇൻഡിപെൻഡൻറ്റുമായിരിക്കണം, അതേമാതിരി തന്നെ അയാളുടെ ജഡ്ജ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കാൻ വേണ്ടി അയാളുടെ ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഒന്നും ആ ഒരു ഫേമിൽ പാടില്ല. അയാൾ ഫ്രീ ആയിരിക്കണം, ഫ്രീ ഫ്രം എനി ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ്.
ദെൻ ഡെഫിനിഷൻ ഓഫ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ്. എന്താണ് ഒരു സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ്? അത് ഡിഫൈൻഡ് അപ്പൻഡിക്സ് 9 ഓഫ് ദ ചാർട്ടേഡ് അക്കൗണ്ട്സ് റെഗുലേഷൻ 1988 എന്താണ് അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിലെ ക്ലോസ് 11 പാർട്ട് 1 ഓഫ് ഫസ്റ്റ് ഷെഡ്യൂളിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഷെഡ്യൂളിൻ്റെ പാർട്ട് 1 ക്ലോസ് 11 എന്താണ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. 20% ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ക്ലോസ് 11 ആണിത്. ഏത് ഫസ്റ്റ് ഷെഡ്യൂളിലത്തെ പാർട്ട് 1 ക്ലോസ് 11. അതിൽ എന്താണ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റിൻ്റെ മീനിങ് അതിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. എന്താ പറഞ്ഞത്? കമ്പനി ആണെങ്കിൽ ഇഫ് ദേ ഓൺ 20% ഓഫ് ഇറ്റ് വോട്ടിംഗ് ഷെയറിന് 20% എന്ത് ഓൺ ചെയ്യുകയാണെങ്കിൽ, അതർ കൺസേൺ ആണെങ്കിൽ എന്താണ് ഇഫ് ദേ ഓർ ദേ റിലേറ്റീവ് എന്താണ് എൻറ്റൈറ്റിൽഡ് ആണ്, ഹെഡിങ് അല്ല, എൻറ്റൈറ്റിൽഡ് ടു 20% ഓഫ് ദ പ്രോഫിറ്റിൻ്റെ 20%. അപ്പോൾ 20ൻ്റെ കണക്കാണ് വരുന്നത്. കമ്പനി ആണെങ്കിൽ വോട്ടിംഗ് ഷെയറിൻ്റെ 20ഉം അതർ കൺസേൺസ് ആണെങ്കിൽ പ്രോഫിറ്റിൻ്റെ 20%. അതാണ് എന്ത് വിളിക്കുക? സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റിന് വിളിക്കുക. ഓക്കെ, സോ നമ്മളിപ്പോൾ നോക്കിയത് ക്ലോസ് 11 പാർട്ട് 1 ആണ് നോക്കിയത്. അതിൽ എന്താണ് ഇതിൻ്റെ ഡെഫിനിഷൻ പറയുന്നുണ്ട്. ദ ടേം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കവേഴ്സ് ദ ഓഡിറ്റ് റിപ്പോർട്ട്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചാൽ എന്താണ്? അത് ഓഡിറ്റ് റിപ്പോർട്ടും കവർ ചെയ്യുന്നുണ്ട്. ദ ഫിനാൻഷ്യൽ സർട്ടിഫിക്കറ്റ് കവർ ചെയ്യുന്നുണ്ട്. ആൻഡ് ദ അറ്റസ്റ്റ് ഫംഗ്ഷൻ പെർഫോംഡ് അണ്ടർ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ് അതും അതിൽ കവർ ചെയ്യുന്നുണ്ട്. ഇഫ് എ CA ഈസ് എംപ്ലോയ്ഡ് ബൈ കമ്പനി, ഒരു കമ്പനീൻ്റെ എംപ്ലോയി ആണെങ്കിൽ ഹി ക്യാൻ പ്രിപ്പയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അയാൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും FS ഫോർ ഇൻറ്റേർണൽ പർപ്പസ് ഓൺലി. ഹവർ ദ സ്റ്റേറ്റ്മെൻറ്റ് കനോട്ട് ബി യൂസ്ഡ് ഫോർ എക്സ്റ്റേണൽ അതോറിറ്റി. പക്ഷേ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് എക്സ്റ്റേണൽ അതോറിറ്റിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം അയാൾ എന്താണ് ആ കമ്പനീൻ്റെ എംപ്ലോയി ആണ്. അയാൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് എന്താണ് അത് ആക്യുറേറ്റ് ആയിക്കൊള്ളണമെന്നില്ല. അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഉണ്ടാക്കിയുള്ളൊരു FS ആയിരിക്കില്ല. അത് എന്താണ് ഒരു CA വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ എക്സ്റ്റേണൽ പർപ്പസിനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. CAs മസ്റ്റ് ഫോളോ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻസ് സ്റ്റാൻഡേർഡ്സ് എന്നാണ് CA ഫോളോ ചെയ്യണം. ദെൻ ദ ലോ റിക്വയർസ് ആൻഡ് അവോയ്ഡ് എനി കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. റെസ്ട്രിക്ഷൻസ് ഓൺ ഓഡിറ്റിംഗ് സർട്ടൈൻ എൻറ്റിറ്റീസ്. അപ്പോൾ ചില എൻറ്റിറ്റീസ് എന്താണ് ഓഡിറ്റ് ചെയ്യുന്നതിൽ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എ CA ഇൻ എംപ്ലോയീസ് കനോട്ട് സർട്ടിഫൈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഹിസ് ഓൺ എംപ്ലോയർ ഓർ റിലേറ്റഡ് എൻറ്റിറ്റി. അപ്പോൾ ഒരു CA ഒരു എംപ്ലോയി ആണെങ്കിൽ, ഒരു കമ്പനീൻ്റെ എംപ്ലോയി ആണെങ്കിൽ ആ കമ്പനീൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആ CAക്ക് എന്താണ് ചെയ്യാൻ പറ്റില്ല? സർട്ടിഫൈ ചെയ്യാൻ പറ്റില്ല. ആ ഒരു കമ്പനീൻ്റെയോ അല്ലെങ്കിൽ ആ റിലേറ്റഡ് എൻറ്റിറ്റീസിൻ്റെയോ കമ്പനീൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എൻറ്റിറ്റീസിൻ്റെയോ FS എന്ത് ചെയ്യാൻ പറ്റില്ല? സർട്ടിഫൈ ചെയ്യാൻ പറ്റില്ല. എ CA ടീച്ചിങ് ഒരു പാർട്ട് ടൈം ആയിട്ട് ടീച്ച് ചെയ്യുന്ന CA ആണെങ്കിൽ ഇൻ എ കോളേജ് ആണെങ്കിൽ കനോട്ട് ബി ഇറ്റ്സ് ഓഡിറ്റർ. ആ ഒരു കോളേജിൻ്റെ എന്താണ് ഓഡിറ്ററായിട്ട് ആ CAക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു CA അയാൾ ടീച്ച് ചെയ്യുകയാണെങ്കിൽ, ഒരു കോളേജിൽ ടീച്ച് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കോളേജിൻ്റെ FS എന്ത് ചെയ്യാൻ പറ്റില്ല? അയാൾക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. എ CA ഹൂ ഈസ് പാർട്ണർ ഇൻ എംപ്ലോയി ഓർ ട്രസ്റ്റി, ഒരു ട്രസ്റ്റീൻ്റെയോ അല്ലെങ്കിൽ ഇതിൻ്റെ എംപ്ലോയിൻ്റെയോ പാർട്ണർ ആണെങ്കിൽ ഈ കനോട്ട് ഓഡിറ്റ് ദ ട്രസ്റ്റ്. ആ ട്രസ്റ്റ് അയാൾക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ദെൻ ക്ലോസ് ഫോർ അപ്ലിക്കബിലിറ്റി ടു ഓൾ അറ്റസ്റ്റ് ഫംഗ്ഷൻ. അപ്പോൾ എല്ലാ അറ്റസ്റ്റ് ഫംഗ്ഷനും എന്താണ് ക്ലോസ് ഫോർ അപ്ലിക്കബിൾ ആണ്. ദിസ് ക്ലോസ് അപ്ലൈസ് ടു ഓൾ ടൈപ്സ് ഓഫ് ഓഡിറ്റ്. എല്ലാ ടൈപ്സ് ഓഫ് ഓഡിറ്റും എന്താണ് ക്ലോസ് ഫോർ അപ്ലിക്കബിൾ ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ഏതൊക്കെ ഓഡിറ്റിനാണ്? ടാക്സ് ഓഡിറ്റ് വരും, GST ഓഡിറ്റ് വരും, ബാങ്ക് കൺകറൻറ്റ് ഓഡിറ്റ് വരും, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഡിറ്റ് വരും, ആൻഡ് ബ്രോക്കേഴ്സ് ഓഡിറ്റും എല്ലാം ഇതിൽ അപ്ലിക്കബിൾ ആണ്. ദെൻ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് സിറ്റുവേഷൻസ്. ഇഫ് എ CA അല്ലെങ്കിൽ അയാളുടെ പാർട്ണർ അല്ലെങ്കിൽ റിലേറ്റീവ് ആസ് എ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്താ നമ്മൾ നോക്കി ഒരു ബിസിനസ്സിലുണ്ടെങ്കിൽ എക്സെപ്റ്റ് കമ്പനി ആണെങ്കിൽ ഹി കനോട്ട് ഓഡിറ്റ്, അയാൾക്കത് ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ദെൻ ഇഫ് എ CA ഈസ് എ ഡയറക്ടർ, ഓഫീസർ ഓർ എംപ്ലോയി ഓഫ് എ കമ്പനി. ഒരു CA എന്താണ് ഡയറക്ടറോ അല്ലെങ്കിൽ ഓഫീസറോ അല്ലെങ്കിൽ എംപ്ലോയി ആണ് ഒരു കമ്പനീൻ്റെ ആണെങ്കിൽ എന്താണ് അയാൾക്കത് ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല, ആ കമ്പനി ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ദെൻ ഇഫ് എ CA ഈസ് എ പാർട്ണർ, ഒരു CAൻ്റെ പാർട്ണർ എന്താണ് ഈസ് എൻ ഓഫീസർ, എംപ്ലോയി ഓഫ് എ കമ്പനി. ഒരു ഓഫീസറോ അല്ലെങ്കിൽ എംപ്ലോയി ആണെങ്കിലും ഫസ്റ്റ് എന്താണ് CA ആണ് പറഞ്ഞത്. CA ഡയറക്ടറോ ഓഫീസറോ എംപ്ലോയി ആണെന്ന് പറഞ്ഞത്. രണ്ടാമത്തെ പറഞ്ഞത് CAൻ്റെ പാർട്ണർ എന്താണ് ഓഫീസറോ എംപ്ലോയി ആണ് ഒരു കമ്പനീൻ്റെ ആണെങ്കിൽ ആ ഒരു കമ്പനി CAക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇഫ് എ CA അല്ലെങ്കിൽ അയാളുടെ പാർട്ണർ അല്ലെങ്കിൽ അയാളുടെ റിലേറ്റീവ് ഹോൾഡ് സെക്യൂരിറ്റി, ഒരു കമ്പനിയിൽ സെക്യൂരിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ദേ കനോട്ട് ഓഡിറ്റ്, അത് ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ആസ് പെർ സെക്ഷൻ 141 സബ്സെക്ഷൻ 3(d)(i) ഓഫ് ദ കമ്പനീസ് ആക്ട് 2013. ഓക്കെ, അതിനൊരു ലിമിറ്റ് ഉണ്ട്. റിലേറ്റീവ് ആണെങ്കിൽ ഒരു 1 lakh ലിമിറ്റ് നമ്മൾ ഇൻ്ററിൽ നമ്മൾ പഠിച്ച സംഭവമാണത്. ഓക്കെ, സോ എക്സാമ്പിൾ a CA ഹോൾഡ് ഷെയർസ് ഇൻ എ കമ്പനി. സിൻസ് he has a financial interest, he cannot be its auditor.
Then other restrictions. A CA cannot audit a company if his relative is a director or a key managerial person. അപ്പോൾ ഒരു സി എക്ക് ഒരു കമ്പനി ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴെന്ന് വെച്ചാൽ അയാളുടെ ആ സി എൻ്റെ റിലേറ്റീവ് ഒരു കമ്പനി, ആ കമ്പനിത്തെ റിലേറ്റീവോ ഡയറക്ടറോ അല്ലെങ്കിൽ ഒരു കീ മാനേജിയൽ പേഴ്സണോ ആണെങ്കിൽ. ദെൻ എ സി എ കനോട്ട് ഓഡിറ്റ് എ കമ്പനി വെർ ഹിസ് റിലേറ്റീവ് ഹോൾഡ് സെക്യൂരിറ്റീസ്. അയാളുടെ റിലേറ്റീവ് എന്താണ്, ആ കമ്പനിയിൽ ഒരു സെക്യൂരിറ്റി ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ വർത്ത് ഓവർ 1 lakh, ഞാൻ നേരത്തെ പറഞ്ഞു 1 lakhനെക്കാട്ടും കൂടുതലാണെങ്കിലാണ് എന്ത് ചെയ്യാൻ പറ്റുക, ആ കമ്പനി അയാൾക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റാത്തത്. ആസ് പെർ റൂൾ 10 ഓഫ് ദ കമ്പനീസ് ഓഡിറ്റ് ആൻഡ് ഓഡിറ്റേഴ്സ് റൂൾ 2014. then a CA cannot certify financial documents. ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ് ഒരു സി എക്ക് സർട്ടിഫൈ ചെയ്യാൻ പറ്റില്ല ഫോർ ഹിസ് റിലേറ്റീവ്, അയാളുടെ റിലേറ്റീവിൻ്റെത്. എ സി എ മസ്റ്റ് ബി ഇൻഡിപെൻഡൻറ്റ് ഇൻ ഓൾ റോൾസ്. എല്ലാ റോളിലും എന്താണ്, സി എ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, ഇൻക്ലൂഡിംഗ് ടാക്സ് കൺസൾട്ടൻറ്റ് ഓർ ഫിനാൻഷ്യൽ അഡ്വൈസർ. ദെൻ എ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ കനോട്ട് ബി എൻ ഇൻറ്റേർണൽ ഓഡിറ്റർ ഓഫ് എ സെയിം എൻറ്റിറ്റി. അപ്പോൾ ഒരു സെയിം എൻറ്റിറ്റിൻ്റെ എന്താണ് ഇൻറ്റേർണൽ ഓഡിറ്റർ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററിനാവാൻ പറ്റില്ല. ദെൻ എൻ ഇൻറ്റേർണൽ ഓഡിറ്റർ cannot also be a tax auditor. ഒരു ഇൻറ്റേർണൽ ഓഡിറ്റർ എന്താണ്, ഒരു ടാക്സ് ഓഡിറ്റർ ആവാൻ പറ്റില്ല ഫോർ ദ സെയിം എൻറ്റിറ്റി. ആൻഡ് ദ ഇൻറ്റേർണൽ ഓഡിറ്റർ cannot be a GST auditor. അയാൾക്ക് എന്താണ് ടാക്സ് ഓഡിറ്റർ മാത്രമല്ല GST ഓഡിറ്ററും ആവാൻ പറ്റില്ല സെയിം എൻറ്റിറ്റീൻ്റെ. Then example, a CA is the internal auditor of a company. He cannot also be conducted GST audit for that same company. അപ്പോൾ ഒരു കമ്പനീൻ്റെ ഇൻറ്റേർണൽ ഓഡിറ്റർ ആണെങ്കിൽ ആ കമ്പനീൻ്റെ GST ഓഡിറ്റ് എന്താണ് ഒരു സി എക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. ദെൻ കൂൾ ഓഫ് പീരീഡ് ഫോർ എക്സ് ഡയറക്ടേഴ്സ്. ഒരു എക്സ് ഡയറക്ടേഴ്സിൻ്റെ കൂൾ ഓഫ് പീരീഡ്. എ സി എ കനോട്ട് അക്സെപ്റ്റ് എൻ ഓഡിറ്റ് അസൈൻമെൻറ്റ്. ഒരു ഓഡിറ്റ് അസൈൻമെൻറ്റ് എന്താണ് ഒരു സി എക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഫോർ 2 years ആഫ്റ്റർ റിസൈനിങ് ആസ് എ ഡയറക്ടർ ഓഫ് എ കമ്പനി. ഒരു കമ്പനീൻ്റെ ഡയറക്ടറായിട്ട് റിസൈൻ ചെയ്തിട്ട് 2 കൊല്ലമെങ്കിലും കഴിയാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, ആ സി എക്ക് ആ ഒരു കമ്പനീൻ്റെ ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. Then verifying legitimacy of the appointment. Before accepting an audit assignment, ഒരു ഓഡിറ്റ് അസൈൻമെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് സി എ മസ്റ്റ് എൻഷുർ ദാറ്റ് അപ്പോയിൻമെൻറ്റ് ഈസ് വാലിഡ്. ആ ഒരു അപ്പോയിൻമെൻറ്റ് വാലിഡ് ആണോ എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യണം ആസ് പെർ ദ ആപ്ലിക്കബിൾ സ്റ്റാറ്റസ് ഓർ സ്റ്റാറ്റ്യൂട്ട് ഓർ ട്രസ്റ്റ് ഡീഡ്. ഇഫ് ദ ഓഡിറ്റ് നീഡ്സ് റെഗുലേറ്ററി അപ്രൂവൽ, ഒരു റെഗുലേറ്ററി അപ്രൂവൽ എന്താണ് ഒരു ഓഡിറ്റിന് ആവശ്യമുണ്ടെങ്കിൽ ദ സി എ മസ്റ്റ് കൺഫേം ഇറ്റ് ഈസ് പ്രോപ്പർലി ഓതറൈസ്ഡ്. അത് പ്രോപ്പറായ രീതിയിൽ ഓതറൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം സി എ എന്ത് ചെയ്യണം, കൺഫേം ചെയ്യണം. ഇഫ് എ സി എ ഈസ് ഓഡിറ്റിംഗ് എ പാർട്ണർഷിപ്പ്, ഒരു പാർട്ണർഷിപ്പാണ് ഒരു സി എ ഓഡിറ്റ് ചെയ്യുന്നതെങ്കിൽ ഓർ എ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണെങ്കിൽ ഈ മസ്റ്റ് ഗെറ്റ് എ ഫോർമൽ ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ് ഫ്രം ദ ക്ലയൻറ്റ്. ക്ലയൻറ്റ് അടുത്തൊരു ഫോർമൽ ലെറ്റർ എന്ത് ചെയ്യണം, ഇതാക്കണം, ഒബ്റ്റെയിൻ ചെയ്യണം. ദെൻ ടാക്സ് ഓഡിറ്റ് ഡിസ്ക്വാളിഫിക്കേഷൻ. ടാക്സ് ഓഡിറ്റിൻ്റെ ഡിസ്ക്വാളിഫിക്കേഷൻ. സെക്ഷൻ 288 ഓഫ് ദ ഇൻകം ടാക്സ് ആക്ട് 1961 ലിസ്റ്റ് ഡിസ്ക്വാളിഫിക്കേഷൻ ഫോർ ടാക്സ് ഓഡിറ്റേഴ്സ്. അപ്പോൾ ടാക്സ് ഓഡിറ്റേഴ്സിൻ്റെ ഡിസ്ക്വാളിഫിക്കേഷൻ എന്താണ്, സെക്ഷൻ 288 ഓഫ് ദ ഇൻകം ടാക്സ് ആക്ട് 1961 മെൻഷൻ ചെയ്യുന്നുണ്ട്. എ സി എ മസ്റ്റ് എൻഷുർ ഹി മീറ്റ് ഓൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ബിഫോർ അക്സെപ്റ്റിംഗ് എ ടാക്സ് ഓഡിറ്റ്. അപ്പോൾ ടാക്സ് ഓഡിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും സി എ എന്താണ് മീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം എൻഷുർ ചെയ്യണം. സോ ദാറ്റ് ഈസ് ക്ലോസ് 4. ഇനി അടുത്ത ക്ലോസ് 5 ആണ്, ഫെയിലിയർ ടു ഡിസ്ക്ലോസ് എ മെറ്റീരിയൽ ഫാക്ട്. സോ ക്ലോസ് 5 ആണെന്ത്, മെറ്റീരിയൽ ഫാക്റ്റ് ഡിസ്ക്ലോസ് ചെയ്യുന്ന കാര്യത്തിൽ ഫെയിലായി പോകും, നമ്മളത് ഡിസ്ക്ലോസ് ചെയ്യാതിരിക്കുക. ഇഫ് എൻ ഓഡിറ്റർ ഡസ് നോട്ട് ഡിസ്ക്ലോസ് എ സിഗ്നിഫിക്കൻറ്റ് ഫാക്ട്, ഒരു സിഗ്നിഫിക്കൻറ്റ് ഫാക്ട് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ ദാറ്റ് ഈസ് നെസറി ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലാക്കാൻ ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യം അയാൾ ഓഡിറ്റർ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ they may be guilty of misconduct. Materiality is an important factor. Materiality is വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ബിഫോർ പ്രൂവിങ് മിസ്കണ്ടക്ട് ഇറ്റ് മസ്റ്റ് ബി എസ്റ്റാബ്ലിഷ്ഡ്. എസ് എ 320 മെറ്റീരിയാലിറ്റി ഇൻ പ്ലാനിങ് ആൻഡ് പെർഫോമിംഗ് എൻ ഓഡിറ്റ് പ്രൊവൈഡ്സ് ഗൈഡൻസ് ഓൺ ഡിറ്റർമൈനിങ് മെറ്റീരിയാലിറ്റി. അപ്പോൾ എസ് എ 320 ആണെന്ത് മെറ്റീരിയാലിറ്റി ഡിറ്റർമൈൻ ചെയ്യാനുള്ള ഗൈഡൻസ് തരുന്നത്. An item may not be significant for the balance sheet but may be crucial for the profit and loss account and vice versa. ഒരു ഐറ്റം എന്തായിരിക്കില്ല, ബാലൻസ് ഷീറ്റിന് സിഗ്നിഫിക്കൻ്റ് ആയിരിക്കില്ല, പക്ഷേ അത് പി ആൻഡ് എല്ലിന് എന്തായിരിക്കും, ക്രൂഷ്യലായിരിക്കും. സോ നമ്മൾ അങ്ങനെ വേണം നോക്കാൻ മെറ്റീരിയാലിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കവേഴ്സ് റിപ്പോർട്ട് ആൻഡ് സർട്ടിഫിക്കറ്റ്സ് ഗിവൺ ആഫ്റ്റർ എക്സാമിനിങ് അക്കൗണ്ട്സ് അണ്ടർ സ്റ്റാറ്റ്യൂട്ടറി ലോ ആൻഡ് ടാക്സ് പർപ്പസ്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തൊക്കെ പെടും, റിപ്പോർട്ടുകൾ പെടും, സർട്ടിഫിക്കറ്റ്സ് പെടും, എന്ത്, ആഫ്റ്റർ എക്സാമിനിങ് ദാറ്റ് അക്കൗണ്ട്. എക്സാമ്പിൾ, ഇഫ് എൻ ഓഡിറ്റർ ഫൈൻഡ്സ് ദാറ്റ് എ കമ്പനി ഒമിറ്റഡ് എ ലാർജ് എക്സ്പെൻസ്, ഒരു വലിയ എക്സ്പെൻസ് ഒരു കമ്പനി ഒമിറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കുകയാണെങ്കിൽ ഇൻ ഇറ്റ്സ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബട്ട് ഇറ്റ് സ്റ്റിൽ റിപ്പോർട്ട് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആസ് ഫെയർ. എന്നിട്ടും എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ് എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ട് കൊടുക്കുന്നതെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ്
misconduct. Then clause 6, failure to report a material misstatement. ഒരു മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ് റിപ്പോർട്ട് ചെയ്യാൻ ഫെയിൽഡ് ആയിപ്പോയി. If an auditor identifies a significant misstatement in a financial statement but does not report it, ഒരു significant misstatement കണ്ടോ പക്ഷേ അത് റിപ്പോർട്ട് ചെയ്തില്ല, they may be guilty of misconduct. അതെന്താണ്? മിസ്കണ്ടക്റ്റ് ആണ്. ദ കോൺസെപ്റ്റ് ഓഫ് മെറ്റീരിയാലിറ്റി, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സിഗ്നിഫിക്കൻറ്റ് മാറ്റർ ആയിരുന്നു പറഞ്ഞത്. ഒരു സിഗ്നിഫിക്കൻറ്റ് ഇൻഫർമേഷൻ ആണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ വിട്ടുപോയത്. ഇവിടെ നോക്കുന്നത് സിഗ്നിഫിക്കൻറ്റ് മിസ്സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, മറ്റേത് മെറ്റീരിയൽ ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ, ഇത് മെറ്റീരിയൽ ആയിട്ടുള്ളൊരു മിസ്സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദ കോൺസെപ്റ്റ് ഓഫ് മെറ്റീരിയാലിറ്റി ഫ്രം ക്ലോസ് 5 അപ്ലൈസ് ഹിയർ ആസ് വെൽ. അപ്പോൾ ക്ലോസ് 5 നമ്മൾ പറഞ്ഞിട്ടുള്ള മെറ്റീരിയാലിറ്റീൻ്റെ കോൺസെപ്റ്റിനാണ് ഇവിടെയും അപ്ലിക്കബിൾ ആവുന്നത്. ദ ഓഡിറ്റർ മസ്റ്റ് ഹൈലൈറ്റ് ഓൾ നോൺ മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ദ റിപ്പോർട്ട്. എല്ലാ അയാൾ കണ്ടുപിടിച്ചിട്ടുള്ള മിസ്സ്റ്റേറ്റ്മെൻറ്റ്സും എന്ത് ചെയ്യണം? റിപ്പോർട്ടിൽ ഹൈലൈറ്റ് ചെയ്യണം. എക്സാമ്പിൾ, ഇഫ് എ കമ്പനി ഇൻകറക്റ്റ്ലി ഇൻഫ്ലേറ്റ്സ് റവന്യൂ എന്താണ്? ഇൻഫ്ലേറ്റ് ചെയ്തു ഇൻകറക്റ്റായ രീതിയിൽ. ആൻഡ് ദ ഓഡിറ്റർ ഈസ് അവെയർ, ഓഡിറ്ററിന് മനസ്സിലാവും ചെയ്തു, പക്ഷേ എന്ത് ചെയ്തില്ല? റിപ്പോർട്ട് ചെയ്തില്ല. അതെന്താണ്? ഗിൽറ്റി ഓഫ് മിസ്കണ്ടക്റ്റ് ആണ്. Then clause 7, lack of due diligence or gross negligence. Lack of due diligence and gross negligence. An auditor must exercise reasonable care, skill and caution in their duties. അപ്പോൾ ഒരു ഓഡിറ്റർ എന്ത് ചെയ്യണം? അവരുടെ ഡ്യൂട്ടീസിൽ കെയർ, സ്കില്ല് ആൻഡ് കോഷൻസ് വെക്കണം. ഇഫ് ദേ ആക്ട് നെഗ്ലിജൻ്റ്ലി, അവരെന്താണ്? വളരെ അലസമായ രീതിയിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഇറ്റ്സ് എ ഗിൽറ്റി ഓഫ് മിസ്കണ്ടക്ട്. നെഗ്ലിജൻസ് ക്യാൻ റേഞ്ച് ഫ്രം മൈനർ മിസ്റ്റേക്സ് ടു സീരിയസ് ലാപ്സസ് അപ്രോച്ചിങ് ഫ്രോഡ്. അപ്പോൾ ഒരു നെഗ്ലിജൻസ് എന്ന് വെച്ചാൽ എന്താണ്? മൈനർ മിസ്റ്റേക്കിൽ നിന്നും സീരിയസ് ലാപ്സ് വരെ കാരണം, വലിയൊരു ഫ്രോഡ് വരെ നമ്മൾ എന്താണ്? മിസ്സായി പോകാൻ കാരണമാവും. കോർട്ട്സ് ഹാവ് റൂൾഡ് ദാറ്റ് ആൻ ഓഡിറ്റർ ഈസ് എ വാച്ച് ഡോഗ്. കോർട്ട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഓഡിറ്റർ വാച്ച് ഡോഗ് ആണ്. ഓഡിറ്റർ ഈസ് എ വാച്ച് ഡോഗ്, നോട്ട് എ ബ്ലഡ് ഹൗണ്ട്. ഒരു ബ്ലഡ് ഹൗണ്ട് അല്ല, ഒരു വാച്ച് ഡോഗ് ആണ്. ഓഡിറ്റർ എന്താ ചെയ്യേണ്ടത്? ഓഡിറ്റർ വെരിഫൈ ചെയ്തിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുക മാത്രമാണ് ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടി. അത് കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അതെന്താണ്? അത് കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യമൊന്നും ഓഡിറ്ററിനില്ല. മീനിങ് ദേ മസ്റ്റ് ബി കെയർഫുൾ. അവർ കെയർഫുൾ ആവണം. ഓഡിറ്റർ എന്താണ്? കെയർഫുൾ ആവണം. ബട്ട് നോട്ട് ആർ എക്സ്പെക്റ്റഡ് ടു അസ്യൂം ഫ്രോഡ് അൺലെസ് ദർ ഇസ് സസ്പീഷ്യൻസ് ഇല്ലാതെ ഫ്രോഡ് അസ്യൂം ചെയ്യേണ്ട ആവശ്യം ഓഡിറ്ററില്ല. പക്ഷേ ഓഡിറ്റർ എന്ത് ചെയ്യണം? എപ്പോഴും കെയർഫുൾ ആയിരിക്കണം. എന്തെങ്കിലും സസ്പീഷ്യൻസ് ഉണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ നോക്കണം. സോ കോർട്ട് പറഞ്ഞ കാര്യം കേട്ടോ, ഓഡിറ്റർ മസ്റ്റ് ബി എ വാച്ച് ഡോഗ്, നോട്ട് എ ബ്ലഡ് ഹൗണ്ട്. ആൻ ഓഡിറ്റർ മസ്റ്റ് അപ്ലൈ റീസണബിൾ സ്കിൽ, കെയർ ആൻഡ് കോഷൻ. അപ്പോൾ റീസണബിൾ ഉള്ള സ്കില്ലും കെയറും കോഷനൊക്കെ എന്താണ്? ഓഡിറ്റർ അപ്ലൈ ചെയ്യണം ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ. കർണാടക ഹൈക്കോടതി ജഡ്ജ്മെൻറ്റ് 1977. മൈനർ എറേഴ്സ് ഡു നോട്ട് ഓൾവേസ് കൗണ്ട് എ മിസ്കണ്ടക്ട്. ഒരു മൈനർ എറേഴ്സ് എപ്പോഴും ഒരു മിസ്കണ്ടക്റ്റ് ആയിട്ട് നമ്മൾ കൗണ്ട് ചെയ്യില്ല. ബട്ട് സീരിയസ് നെഗ്ലിജൻസ് ഡസ്. Sorry. Example, if an auditor approves a financial statements without verifying key transaction, ഒരു key transactions വെരിഫൈ ചെയ്യാണ്ട് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ they could be guilty under this clause. So that is clause 7. ഇനി clause 8 ആണ് failure to obtain sufficient information. An auditor must gather enough information before expressing an opinion. ഒരു ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യുന്ന മുമ്പ് എന്താണ്? ആവശ്യമുള്ള ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്തിരിക്കണം ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ആൻ ഒപ്പീനിയൻ ഷുഡ് നോട്ട് ബി ഗിവൺ ഇഫ് ഇമ്പോർട്ടൻറ്റ് ഡാറ്റ ഈസ് മിസ്സിംഗ്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഡാറ്റ മിസ്സിംഗ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്? ഒപ്പീനിയൻ നമ്മൾ കൊടുക്കരുത്. ഇഫ് എൻ ഓഡിറ്റർ ലാക്സ് ഇനഫ് ഡാറ്റ ടു എക്സ്പ്രസ് ആൻ ഒപ്പീനിയൻ, അപ്പോൾ ആവശ്യമുള്ള ഡാറ്റാസ് ഓഡിറ്ററിൻ്റെ അടുത്തുണ്ട്, ഒപ്പീനിയൻ കൊടുക്കാനുണ്ടെങ്കിൽ ദേ മസ്റ്റ് സ്റ്റേറ്റ് ദിസ് ക്ലിയർലി ഇൻ ദ റിപ്പോർട്ട്. അത് ആ കാര്യം റിപ്പോർട്ടിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യണം. എന്നുവെച്ചാൽ ഒരു ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാൻ ആവശ്യമുള്ള ഡാറ്റ ഇല്ല, ലാക്സ് ഇനഫ് ഡാറ്റ ആണെങ്കിൽ എന്ത് ചെയ്യണം? ആ ഒരു കാര്യം റിപ്പോർട്ട് നമ്മൾ ക്ലിയർ ആയ രീതിയിൽ മെൻഷൻ ചെയ്യണം. ആസ് പെർ SA 705. ഏത് രീതിയിൽ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്? നമ്മൾ ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയനിൽ വേണം നമ്മൾ മെൻഷൻ ചെയ്യാൻ. നമ്മൾ ചാപ്റ്റർ 7 നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എക്സാമ്പിൾ, ഇഫ് എൻ ഓഡിറ്റർ ഇഷ്യൂസ് എ റിപ്പോർട്ട്, ഒരു റിപ്പോർട്ട് ഇഷ്യൂ ആണെങ്കിൽ വിത്തൗട്ട് ചെക്കിംഗ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ദേ ആർ ഗിൽറ്റി ഓഫ് പ്രൊഫഷണൽ മിസ്കണ്ടക്ട്. Then case study 1, loan not reported in the financial statement. ഒരു ലോൺ എന്താണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ റിപ്പോർട്ട് ചെയ്തില്ല. ഇൻ ദ കേസ് ഓഫ് ശ്രീ മുകേഷ് M കേലാവല വേഴ്സസ് CA സുഖ്ദേവ് മണിലാൽ സോണി 2013. ആ കേസിൽ എന്താണ്? ദ ഓഡിറ്റർ ഫെയിൽ ടു റിപ്പോർട്ട് എ ഹൗസിംഗ് ലോൺ ദാറ്റ് ഷുഡ് ഹാവ് ബീൻ ഡിസ്ക്ലോസ്. ഒരു ലോൺ ഡിസ്ക്ലോസ് ചെയ്യണമായിരുന്നു, FSൽ ഒരു ലോൺ ഡിസ്ക്ലോസ് ചെയ്യണമായിരുന്നു. പക്ഷേ ആ കാര്യം എന്താണ്?
അവർ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല, ആ കാര്യം ഓഡിറ്റർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ഓഡിറ്റർ ഫെയിലായി റിപ്പോർട്ട് ചെയ്യാൻ. ദ ലോൺ എമൗണ്ട് വാസ് സിഗ്നിഫിക്കൻറ്റ്, വലിയൊരു ലോൺ എമൗണ്ട് ആയിരുന്നു അതിലുണ്ടായിരുന്നത്. മേക്കിംഗ് ദിസ് എ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്, അതൊരു മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ആയി മാറി. അതുകൊണ്ട് തന്നെ ദ ഓഡിറ്റർ വാസ് ഫൗണ്ട് ഗിൽറ്റി അണ്ടർ ക്ലോസ് 6, 7 and 8. അതുകൊണ്ട് തന്നെ എന്താണ് ക്ലോസ് 6, 7, 8 പ്രകാരം ഓഡിറ്റർ എന്തായി പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റിന് ഗിൽറ്റി ആയി. സോ കേസിൻ്റെ പേര് മറക്കണ്ട, ശ്രീ മുകേഷ് എം കേലവാല വേഴ്സസ് CA സുഖ്ദേവ് മണിലാൽ സോണി, 2013 നടന്നിട്ടുള്ളത്. ദൃശ്യം ഇറങ്ങിയ കൊല്ലം. ദെൻ കേസ് സ്റ്റഡി 2, അൺഡിസ്ക്ലോസ്ഡ് ബാങ്ക് അക്കൗണ്ട് ഇൻ കേസ് ഓഫ് P അരുൺ വേഴ്സസ് N രാജ ഗണേഷ്, 2014 നടന്നിട്ടുള്ളത്. ദൃശ്യം ഇറങ്ങിയ അടുത്ത കൊല്ലം. ദ ഓഡിറ്റർ ഡിഡ് നോട്ട് റിപ്പോർട്ട് എ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺലി, ഒരു ബാങ്ക് അക്കൗണ്ട് എന്താണ് റിപ്പോർട്ട് ചെയ്തില്ല ഓഡിറ്റർ. ഓപ്പൺഡ് ബൈ ദ ക്ലയൻറ്റ് അണ്ടർ എ ഡിഫറെൻറ്റ് നെയിം, ഒരു വേറെ നെയിമിൽ വേറൊരു നെയിം യൂസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത ബാങ്ക് അക്കൗണ്ട് എന്താണ് ആ ഒരു ഡീറ്റെയിൽസ് ഒരു ഓഡിറ്റർ റിപ്പോർട്ട് ചെയ്തില്ല. ദ ഓഡിറ്റർ ഡിഡ് നോട്ട് കളക്ട് സഫീഷ്യൻറ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് എന്താണ് ഓഡിറ്റർ കളക്ട് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാം അവർക്ക് മനസ്സിലാവാഞ്ഞത്. സോ ലൈക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ടു വെരിഫൈ ഇറ്റ്. അങ്ങനെയാണെങ്കിൽ ദ ഓഡിറ്റർ വാസ് ഫൗണ്ട് ഗിൽറ്റി അണ്ടർ ക്ലോസ് 7 and 8. ക്ലോസ് 7ഉം 8ഉം പ്രകാരം ഓഡിറ്റർ എന്താണ് ഗിൽറ്റി ഓഫ് പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റ് ആണ്. സോ ദാറ്റ് ഈസ് ക്ലോസ് 8. ഇനി ക്ലോസ് 9 ആണ്. ഫെയിലിയർ ടു ഹൈലൈറ്റ് മെറ്റീരിയൽ ഡിപ്പാർച്ചർ ഫ്രം അക്സെപ്റ്റഡ് ഓഡിറ്റ് പ്രൊസീജിയർ. അപ്പോൾ അക്സെപ്റ്റഡ് ഓഡിറ്റ് പ്രൊസീജിയറിൽ നിന്നും എന്താണ് മാറിപ്പോവുക, മെറ്റീരിയൽ ഡിപ്പാർച്ചർ ഹൈലൈറ്റ് ചെയ്തില്ല. An auditor must follow the generally accepted auditing procedure. അപ്പോൾ ജനറലി അക്സെപ്റ്റഡ് ഓഡിറ്റിംഗ് പ്രൊസീജിയർ എന്ത് ചെയ്യണം ഓഡിറ്റർ ഫോളോ ചെയ്യണം. ഇഫ് ദർ ഇസ് എനി ഡീവിയേഷൻ, എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ ദ ഓഡിറ്റർ ഷുഡ് ക്ലിയർലി ഹൈലൈറ്റ് ഇറ്റ് ഇൻ റിപ്പോർട്ട്. അത് റിപ്പോർട്ട് എന്ത് ചെയ്യണം ക്ലിയർ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യണം. വാട്ട് ആർ ജനറലി അക്സെപ്റ്റഡ് ഓഡിറ്റ് പ്രൊസീജിയർ, എന്തൊക്കെയാണ് ഒരു ജനറലി അക്സെപ്റ്റഡ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ആയിട്ട് വരുന്നത്? ദീസ് ആർ സ്റ്റാൻഡേർഡ്സ് ഓഡിറ്റിംഗ് മെത്തേഡ്സ് അപ്ലിക്കബിൾ ടു ഡിഫറെൻറ്റ് കേസസ്. അപ്പോൾ ഓരോ കേസിലും എന്താണ് ഓരോ സ്റ്റാൻഡേർഡ് ഓഡിറ്റിംഗ് മെത്തേഡ്സ് ആണ് വരിക. ഗൈഡൻസ് ഈസ് അവൈലബിൾ ഫ്രം CA ത്രൂ. എങ്ങനെയാണ് CAക്ക് ഒരു ഗൈഡൻസ് കിട്ടുകയെന്ന് വെച്ചാൽ എൻഗേജ്മെൻറ്റ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ സ്റ്റാൻഡേർഡ്സ്, സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ജനറൽ ക്ലാരിഫിക്കേഷൻസ്, ഗൈഡൻസ് നോട്ട് ഓൺ ടെക്നിക്കൽ ഗൈഡൻസ്, പിന്നെ പ്രാക്ടീസ് മാനുവൽസ് ആൻഡ് അതർ പേപ്പേഴ്സ് വെച്ചിട്ടാണ് എന്ത് ഗൈഡൻസ് ഓഡിറ്ററിന് കിട്ടുന്നത്. ദെൻ സ്പെഷ്യൽ റൂൾസ് ഫോർ ലിസ്റ്റഡ് കമ്പനീസ്. അപ്പോൾ ലിസ്റ്റഡ് കമ്പനീസ് എന്താണ് സ്പെഷ്യൽ റൂൾസ് ഉണ്ട്. സെബി മാൻഡേറ്റ്സ് ദാറ്റ് ഓൺലി പിയർ റിവ്യൂഡ് ഓഡിറ്റേഴ്സ് ക്യാൻ കണ്ടക്ട് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. അപ്പോൾ ഒരു പിയർ റിവ്യൂ ഓഡിറ്റേഴ്സിന് മാത്രമേ എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം സെബി മാൻഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓഫ് ലിസ്റ്റഡ് കമ്പനീസ് എ പിയർ റിവ്യൂ സർട്ടിഫിക്കറ്റ് ഫ്രം ICI is necessary. ഒരു ICI എടുത്ത് പിയർ റിവ്യൂ സർട്ടിഫിക്കറ്റ് നെസസറിയാണ്. സോ മാൻഡേറ്ററി ഇൻഫർമേഷൻ ഇൻ ഓഡിറ്റ് റിപ്പോർട്ടുള്ള മാൻഡേറ്ററി ഇൻഫർമേഷൻ. ഓഡിറ്റർ മസ്റ്റ് ഇൻക്ലൂഡ് എന്ത് ചെയ്യണം ഫേം രജിസ്ട്രേഷൻ നമ്പർ, മെമ്പർഷിപ്പ് നമ്പർ, യുണീക്ക് ഡോക്യുമെൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ for all audit and assurance function since July 1, 2019. അപ്പോൾ 2019 എന്ത് വേണം FRN വേണം, മെമ്പർഷിപ്പ് നമ്പർ വേണം എന്ന് വെച്ചാൽ MRN ആൻഡ് UDIനും വേണം. Then responsibility of auditor. An auditor is appointed to fulfill statutory duties. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടി ഫുൾഫിൽ ചെയ്യാനാണ് ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്തത്. Just stating qualification in the report does not excuse them from performing their responsibility properly. അപ്പോൾ നമ്മളുടെ റിപ്പോർട്ടിൽ ജസ്റ്റ് നമ്മളൊരു ക്വാളിഫിക്കേഷൻ മാത്രമാണ് സ്റ്റേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മളുടെ ക്വാളിഫിക്കേഷൻ അല്ല, ക്വാളിഫിക്കേഷൻ മാത്രം നമ്മൾ പറയുന്നത് എന്താണ് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിനെ ഒരിക്കലും അത് കുറയ്ക്കുന്നില്ല. നമ്മളപ്പോഴും റെസ്പോൺസിബിൾ ആണ് ഓഡിറ്റർ. Then specify audit procedures. Some audits require special procedures beyond standard auditing. അപ്പോൾ സ്റ്റാൻഡേർഡ് ഓഡിറ്റിന് പുറമെ എന്താണ് ചില സ്പെഷ്യൽ പ്രൊസീജിയേഴ്സ് ചില ഓഡിറ്റ് കേസിൽ വേണ്ടി വരും. സോ എക്സാമ്പിൾസ് ഇൻക്ലൂഡ്. എന്തൊക്കെയാണ് എക്സാമ്പിൾസ് എന്ന് വെച്ചാൽ സർട്ടിഫിക്കേഷൻ ഓഫ് ന്യൂസ് പേപ്പർ സർക്കുലർ. അപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പർ സർക്കുലേഴ്സ് സർട്ടിഫൈ ചെയ്യണം. ഓഡിറ്റേഴ്സ് വെരിഫൈ സർക്കുലേഴ്സ് ഫിഗേഴ്സ് ബേസ്ഡ് ഓൺ ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻസ് ഗൈഡ് ലൈൻസ്. ഈവൻ മൈനർ ലാബ്സ് ഇൻ ഫോളോയിങ് ABC റൂൾസ് മസ്റ്റ് ബി റിപ്പോർട്ട്. അപ്പോൾ എന്തോ ഒരു എക്സാമ്പിളിൻ്റെ ഭാഗം കേട്ടോ. ദെൻ ബാങ്ക് ഓഡിറ്റ് ഫോളോ ഡിഫറെൻറ്റ് റൂൾസ്. ബാങ്ക് ഓഡിറ്റ് ഡിഫറെൻറ്റ് റൂൾസാണ് ഫോളോ ചെയ്യുക ഫ്രം കമ്പനീസ് ആക്ടിൽ നിന്നും. ഓഡിറ്റർ മസ്റ്റ് ബി aware of and follow these special procedures. Okay, so that is clause 9. Then is clause 10. Failure to keep clients money separate. അപ്പോൾ ക്ലയൻറ്റിൻ്റെ പൈസ എന്താണ് സെപ്പറേറ്റ് ആയിട്ട് കീപ്പ് ചെയ്ത് നമ്മൾ ഫെയിലർ ആയിപ്പോയി.
ഇഫ് എൻ ഓഡിറ്റർ റിസീവ്സ് മണി ഫ്രം ക്ലയൻറ്റിൽ നിന്ന് പൈസ കിട്ടുകയാണെങ്കിൽ അതർ ദാൻ ഫീസ് അല്ലാതെ വേറെ എന്തെങ്കിലും പൈസ കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ദേ മസ്റ്റ് കീപ്പ് ഇൻ എ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട്. അതൊരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടിൽ കീപ്പ് ചെയ്യണം. അതേമാതിരി തന്നെ യൂസ് ഇറ്റ് ഓൺലി ഫോർ ദ ഇൻറ്റൻറ്റ് പർപ്പസ്. എന്ത് പർപ്പസിനാണോ ക്ലയൻറ്റ് നമുക്ക് ആ പൈസ തന്നിട്ടുള്ളത് ആ പർപ്പസിന് വേണ്ടി മാത്രമേ ഓഡിറ്റർ ചെയ്യാൻ പാടുള്ളൂ, ആ ഒരു എമൗണ്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ. സോ ICA ഗൈഡ്ലൈൻസ് ഓൺ ഹാൻഡ്ലിങ് ക്ലയൻറ്റ് ഫണ്ട്. അപ്പോൾ ICA എന്തൊക്കെയാണ് ഗൈഡ്ലൈൻസ് തന്നിട്ടുള്ളത് ക്ലയൻറ്റിൻ്റെ ഫണ്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്? സോ ദ ICA പ്രൊവൈഡ് സ്പെസിഫിക് ഗൈഡ്ലൈൻസ് ഓൺ ഹാൻഡ്ലിങ് ക്ലയൻറ്റ്സ് മണി. അപ്പോൾ ക്ലയൻറ്റിൻ്റെ മണി ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി എന്താണ് ICA ചില സ്പെസിഫിക് ഗൈഡ്ലൈൻസ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാ വെച്ചാൽ അഡ്വാൻസ് ഫീ ആണെങ്കിൽ, എന്ന് വെച്ചാൽ അഡ്വാൻസ് ആയിട്ട് നമുക്ക് ഫീ തന്നതാണെങ്കിൽ ദ മണി റിസീവ്ഡ് ആസ് അഡ്വാൻസ് പേയ്മെൻറ്റ് ഫോർ സർവീസ് ഡസ് നോട്ട് നീഡ് ടു ബി ക്യാപ്റ്റ് ഇൻ എ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ നമ്മളെന്താണ് നമ്മളൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പോവുകയാണ്, പക്ഷേ അത് അഡ്വാൻസ് ആയിട്ട് നമുക്ക് നേടുന്നത് ഫീസ് തന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു സെപ്പറേറ്റ് അക്കൗണ്ടിൽ അത് കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡസ് നോട്ട് നീഡാണ്. ദെൻ ഷോർട്ട് ടേം എക്സ്പെൻസ്, മണി മെൻറ്റ് ഫോർ എ ഷോർട്ട് ടേം എക്സ്പെൻസ്. ഒരു ഷോർട്ട് ടേം എക്സ്പെൻസിന് വേണ്ടി നമുക്ക് പൈസ തരികയാണെങ്കിൽ ലൈക്ക് എ സ്റ്റാറ്റ്യൂട്ടറി ഫീ ഓർ എ സ്റ്റാമ്പ് പേപ്പർ ആണെങ്കിൽ ക്യാൻ ബി ഹെൽഡ് വിത്തൗട്ട് എ സെപ്പറേറ്റ് അക്കൗണ്ട്. അതും എന്താണ്, അതിനും സെപ്പറേറ്റ് അക്കൗണ്ട് ആവശ്യമില്ല. ദെൻ ലോങ് ടേം എക്സ്പെൻസിനാണെങ്കിൽ ഇഫ് എ മണി ഈസ് നോട്ട് മെൻ ഫോർ എ സ്പെൻഡ് സൂൺ, അപ്പോൾ നമ്മൾ പെട്ടെന്ന് സ്പെൻഡ് ചെയ്യേണ്ടാത്തൊരു ലോങ് ടേം എക്സ്പെൻസിലാണ് ക്ലയൻറ്റ് നമുക്ക് പൈസ തന്നെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ഡെപ്പോസിറ്റഡ് ഇൻ എ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട്. അതെന്ത് ചെയ്യണം, അത് സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. ദെൻ സ്പെഷ്യൽ റൂൾസ്, ഇഫ് എൻ ഓഡിറ്റർ ആക്ട് ആസ് എ ട്രസ്റ്റി, ഒരു ട്രസ്റ്റി ആയിട്ട് ഒരു ഓഡിറ്റർ ആക്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ എക്സിക്യൂട്ടറായിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ലിക്വിഡേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ ഓൾ ക്ലയൻറ്റ് ഫണ്ട് മസ്റ്റ് ബി കെപ്റ്റ് ഇൻ എ സെപ്പറേറ്റ് അക്കൗണ്ട് ഇമ്മീഡിയറ്റ്ലി. എല്ലാ ക്ലയൻറ്റിൻ്റെ ഫണ്ടും, നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ക്ലയൻറ്റിൻ്റെ ഫണ്ടും നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഒരു സെപ്പറേറ്റ് അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റണം. ഓക്കെ. എക്സാമ്പിൾ, എൻ ഓഡിറ്റർ റിസീവ് 50,000 ഫ്രം എ ക്ലയൻറ്റ്, പേ ഗവൺമെൻറ് ഫീ നെക്സ്റ്റ് മന്ത്. അപ്പോൾ അടുത്ത മാസം എന്താണ് നമുക്ക് അടയ്ക്കാൻ വേണ്ടി ഒരു 50,000 ക്ലയൻറ്റ് നമുക്ക് തന്നു, ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കാൻ വേണ്ടി തന്നു. സിൻസ് ദിസ് ഇസ് എ ഷോർട്ട് ടേം എക്സ്പെൻസ്, ഇതൊരു ഷോർട്ട് ടേം എക്സ്പെൻസ് ആയതുകൊണ്ട് തന്നെ ദേ ഡു നോട്ട് നീഡ് എ സെപ്പറേറ്റ് അക്കൗണ്ട്, അതൊരു സെപ്പറേറ്റ് അക്കൗണ്ട് വേണ്ട. ഹവർ ഇഫ് ദ എമൗണ്ട് ഈസ് യൂസ്ഡ് ഫോർ 6 months, ആഫ്റ്റർ 6 months, അപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടേ നമുക്ക് ഈ ഒരു എമൗണ്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇറ്റ് മസ്റ്റ് ബി കെപ്റ്റ് ഇൻ എ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട്. ഓക്കെ. സോ ഇതാണെന്ത് പാർട്ട് 1 സെക്കൻഡ് ഷെഡ്യൂളിലത്തെ പാർട്ട് 1 ആണ് നമ്മൾ കവർ ചെയ്തത്. ഇനി പാർട്ട് 2 ആണ്. സോ പാർട്ട് 2 ആണ് സെക്കൻഡ് ഷെഡ്യൂളിൻ്റെ പ്രൊഫഷണൽ മിസ്കണ്ടക്ട്. എല്ലാ മെമ്പേഴ്സിനും അപ്ലിക്കബിൾ ആവുന്ന മിസ്കണ്ടക്റ്റാണ് ഇവിടെ പറയുന്നത്. സോ ക്ലോസ് 1 എന്ന് വെച്ചാൽ വയലേഷൻ ഓഫ് ദ ആക്ട്, റെഗുലേഷൻ ആൻഡ് ഗൈഡ് ലൈൻസ്. ആക്റ്റോ റെഗുലേഷനോ ഗൈഡ് ലൈൻസോ വയലേറ്റ് ചെയ്യുക. രണ്ടാമത്തെ വെച്ചാൽ ഡിസ്ക്ലോഷർ ഓഫ് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ. അത് നമ്മൾ എന്താണ് പാർട്ട് 1 നോക്കിയ ടോപ്പിക് തന്നെയാണ്. പാർട്ട് 1 നമ്മൾ നോക്കിയ ടോപ്പിക് തന്നെയാണ്, എന്താണ് CA പ്രാക്ടീസിൻ്റെ. ദെൻ ക്ലോസ് 3 വെച്ചാൽ സബ്മിറ്റിംഗ് ഫാൾസ് ഇൻഫർമേഷൻ ടു ദ ഇൻസ്റ്റിറ്റ്യൂട്ടിന് എന്താണ് ഫാൾസ് ഇൻഫർമേഷൻസ് കൊടുക്കുക. ദെൻ ക്ലോസ് 4 എന്ന് വെച്ചാൽ ഡിഫാൽക്കേഷൻ ഓർ എംബസിൽമെൻറ്റ് ഓഫ് മണി. ഓക്കെ. സോ ഇതിൽ ഫസ്റ്റ് വെച്ചാൽ വയലേഷൻ ഓഫ് ദ ആക്ട്, റെഗുലേഷൻസ് ആൻഡ് ഗൈഡ് ലൈൻസ്. എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് മസ്റ്റ് കംപ്ലൈ വിത്ത് CA ആക്ട്, റെഗുലേഷൻസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഇഷ്യൂഡ് ബൈ ദ കൗൺസിൽ. അപ്പോൾ കൗൺസിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള CA ആക്ട്, റെഗുലേഷൻസ് ആൻഡ് ഗൈഡ് ലൈൻസ് എന്ത് ചെയ്യണം, ഒരു ചാർട്ടേഡ് അക്കൗണ്ട്സ് കംപ്ലൈ ചെയ്യണം. ഇഫ് എ മെമ്പർ വയലേറ്റ്സ് എനി ഓഫ് ദീസ്, ഏതെങ്കിലും ഒന്ന് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി കൺസിഡേർഡ് മിസ്കണ്ടക്ട്. അതൊരു മിസ്കണ്ടക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സോ കോമൺ റെഗുലേഷൻ വയലേറ്റഡ്. അപ്പോൾ ഏതൊക്കെ റെഗുലേഷൻസ് ആണ് കോമൺ ആയിട്ട് വയലേറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ റെഗുലേഷൻ 43 വെച്ചാൽ എൻഗേജ്മെൻറ്റ് ഓഫ് ആർട്ടിക്കിൾ അസിസ്റ്റൻറ്റ്. അപ്പോൾ ആർട്ടിക്കിൾ അസിസ്റ്റൻറ്റിനെ എൻഗേജ് ചെയ്യുന്ന കാര്യത്തിൽ എന്താണ് വയലേഷൻസ് നടക്കാറുണ്ട്. ദെൻ റെഗുലേഷൻ 46 എന്ന് വെച്ചാൽ രജിസ്ട്രേഷൻ ഓഫ് ആർട്ടിക്കിൾ അസിസ്റ്റൻറ്റ്. അപ്പോൾ ആർട്ടിക്കിൾ അസിസ്റ്റൻറ്റിൻ്റെ രജിസ്ട്രേഷൻ്റെ കേസിൽ വയലേഷൻ നടക്കാറുണ്ട്. 47 ടേക്കിംഗ് പ്രീമിയം ഫ്രം ആർട്ടിക്കിൾ അസിസ്റ്റൻസ് വിച്ച് ഈസ് നോട്ട് അലൗഡ്. അപ്പോൾ നമ്മൾ ആർട്ടിക്കിൾ അസിസ്റ്റൻറ്റിൻ്റെ അടുത്ത് പ്രീമിയം വാങ്ങുക, അതെന്താണ്, അത് അലൗഡ് അല്ല. ആ കാര്യം നടക്കാറുണ്ട്, അത് വയലേറ്റഡ് ആവാറുണ്ട്. റെഗുലേഷൻ 48 പേയിങ് സ്റ്റൈപ്പൻഡ് ടു ആർട്ടിക്കിൾ അസിസ്റ്റൻറ്റ്. അപ്പോൾ ആർട്ടിക്കിൾ അസിസ്റ്റൻറ്റ് എന്താണ് ഒരു മിനിമം സ്റ്റൈപ്പൻഡ് പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കാട്ടും കുറവോ അല്ലെങ്കിൽ എന്താണ് കൂടുതൽ കൊടുക്കുന്നതിന് ലിമിറ്റ് ഇല്ല. മിനിമം സ്റ്റൈപ്പൻഡ് പറയുന്നതിനെക്കാട്ടും കുറവ് കൊടുത്തിട്ടൊക്കെ എന്താണ് ചില റെപ്യൂട്ടായ ഫേംസ്, ഇപ്പോൾ ഞാൻ ആർട്ടിക്കിൾസ് ചെയ്ത ഫേമിലും വളരെ കുറഞ്ഞ സ്റ്റൈപ്പൻഡ് ആയിരുന്നു. പക്ഷേ മിനിമത്തിനെക്കാട്ടും കുറവല്ല, അതിനെക്കാട്ടും കുറച്ചും കൂടുതലാണ്, പക്ഷേ വളരെ സ്റ്റൈപ്പൻഡ് കുറവായിരുന്നു. സോ അങ്ങനെ എന്താണ്
റെഗുലേഷൻ 48 പേയിങ് സ്റ്റൈപ്പൻഡ് ടു ആർട്ടിക്കൽ അസിസ്റ്റൻറ്റ്, അങ്ങനത്തെ വയലേഷൻ നടക്കാറുണ്ട്. ദെൻ 56 ടെർമിനേഷൻ ഓർ ട്രാൻസ്ഫർ ഓഫ് ആർട്ടിക്കിൾസ്. അപ്പോൾ ആർട്ടിക്കിൾസിൻ്റെ ടെർമിനേഷനും ട്രാൻസ്ഫറും ആ ഒരു റെഗുലേഷനിലും വയലേഷൻ നടക്കാറുണ്ട്. 65 ആർട്ടിക്കൽ അസിസ്റ്റൻറ്റ് കനോട്ട് എൻഗേജ് ഇൻ എനി അതർ ഒക്യുപ്പേഷൻ. വേറൊരു ഒക്യുപ്പേഷനിലും എന്താണ് ആർട്ടിക്കിളുടെ അസിസ്റ്റൻസിന് എൻഗേജ് ചെയ്യാൻ പാടില്ല. പക്ഷേ അതിൽ ഒരുപാട് വയലേഷൻ നടക്കാറുണ്ട്. അതിലും എന്താണ് എനിക്ക് കുറേ എക്സാമ്പിൾസ് ഉണ്ട്, എന്നുവെച്ചാൽ പേഴ്സണൽ എക്സാമ്പിൾസ് ഉണ്ട്. ദെൻ റെഗുലേഷൻ 67 കംപ്ലയൻസ് ഫ്രം ആർട്ടിക്കിൾ അസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് എംപ്ലോയേഴ്സ്. അപ്പോൾ കംപ്ലയിൻറ്റ്, അപ്പോൾ ആർട്ടിക്കിൾ അസിസ്റ്റൻസ് ആണ് എംപ്ലോയറിനെതിരായിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കുക, ആ റെഗുലേഷൻ. ദെൻ 68 to 80 68 മുതൽ 80 വരെ റൂൾസ് ഫോർ ഓഡിറ്റ് അസിസ്റ്റൻസ്. ഓഡിറ്റ് അസിസ്റ്റൻസിൻ്റെ റൂൾസാണ് 68 മുതൽ 80 വരെ പറഞ്ഞത്, അവിടെയും വയലേഷൻ നടക്കാറുണ്ട്. പിന്നെ 190 രജിസ്റ്റർ ഓഫ് ഓഫീസസ് ആൻഡ് ഫേംസ്. ഓഫീസിൻ്റെയും ഫേമിൻ്റെയും രജിസ്റ്റർ ചെയ്യൽ 190 അതിൽ നടക്കാറുണ്ട്. 90A എന്ന് വെച്ചാൽ CAs കനോട്ട് എൻഗേജ് ഇൻ അനദർ ബിസിനസ് ഓർ ഒക്യുപ്പേഷൻ. മറ്റൊരു ബിസിനസ്സിലോ ഒക്യുപ്പേഷനിലോ വർക്ക് ചെയ്യാൻ പാടില്ല എന്ന് റെഗുലേഷൻ 190A പറയുന്നുണ്ട്. പക്ഷേ അവിടെയും എന്ത് നടക്കുന്നുണ്ട്, വയലേഷൻ നടക്കുന്നുണ്ട്. ദെൻ 191 എന്ന് വെച്ചാൽ പാർട്ട് ടൈം എംപ്ലോയ്മെൻറ്റ് റെസ്ട്രിക്ഷൻ ഫോർ CAക്കുള്ളൊരു പാർട്ട് ടൈം എംപ്ലോയ്മെൻറ്റ് റെസ്ട്രിക്ഷൻസ്, അതെന്താണ്, അതും ഫോളോ ചെയ്യാറില്ല പല കേസുകളിലും. അതൊക്കെ കോമൺ വയലേഷൻസ് ആണ്. ദെൻ 192 എന്ന് വെച്ചാൽ റെസ്ട്രിക്ഷൻസ് ഓൺ ഫീ ചാർജ്ഡ് ബൈ CA ചാർജ് ചെയ്യുന്ന ഫീസിലും എന്താണ്, അതിൻ്റെ റെസ്ട്രിക്ഷൻസിലും എന്താണ് വയലേഷൻ നടക്കാറുണ്ട്. So that is clause 1. Then clause 2, a CA should not disclose any confidential information obtained during employment. എംപ്ലോയ്മെൻ്റ് സമയത്ത് ഒരാൾ ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ പോലും എന്ത് ചെയ്യരുത്, ഡിസ്ക്ലോസ് ചെയ്യരുത്. അൺലെസ് റിക്വയർഡ് ബൈ ലോ, ഒന്നുകിൽ ലോ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പെർമിറ്റഡ് ബൈ ദ എംപ്ലോയർ, അല്ലെങ്കിൽ എംപ്ലോയർ തന്നെ പെർമിറ്റ് ചെയ്തിട്ടോ. ആ രണ്ട് സിറ്റുവേഷൻ അല്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത്, കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻസ് ഡിസ്ക്ലോസ് ചെയ്യരുത്. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് CA സർവീസ് ആട്ടോ. Then example, if a CA working in a company leaks financial data to outsiders without authorization, it is what? A misconduct. Then clause 3, submitting false information to the institute. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന് എന്താണ്, false ആയിട്ടൊരു ഇൻഫർമേഷൻ കൊടുക്കുക. If a CA knowingly provides false information, ഒരു false information എന്താണ് അറിഞ്ഞുകൊണ്ട് കൊടുക്കുകയാണെങ്കിൽ in any document submitted to ICA or bodies, it is a professional misconduct. Case example, a CA falsely claimed to be a partner. ഒരു CA എന്ത് പറഞ്ഞു, ഒരു പാർട്ണർ ആണെന്നുള്ള കാര്യം ഫോൾസ് ആയിട്ട് പറഞ്ഞു. ഇൻ എ ഫേം ഓർ ടു ബിക്കം എ ഫെല്ലോ മെമ്പർ, ഒരു ഫെല്ലോ മെമ്പർ ആവാൻ വേണ്ടുന്നതാണ്, ഒരു ഫേമിൻ്റെ പാർട്ണർ ആണെന്നുള്ള കാര്യം ഫോൾസ് രീതിയിൽ ക്ലെയിം ചെയ്തു. അതൊരു മിസ്കണ്ടക്റ്റാണ്. അത് JR ചത്രത്ത് 1952 നടന്നിട്ടുള്ളത്. സോ എ CA മെയ്ഡ് ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് ബിഫോർ എ ഡിസിപ്ലിനറി കമ്മിറ്റി. ഒരു ഡിസിപ്ലിനറി കമ്മിറ്റിയുടെ മുമ്പിൽ എന്താണ് ഒരു ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് CA ചെയ്തു, അതും എന്താണ്, അതൊരു മിസ്കണ്ടക്റ്റാണ്. KS ദുഗർ 1987. ദെൻ എ CA ഇഗ്നോർഡ് റിപ്പീറ്റഡ് റിമൈൻഡർ ഫ്രം ICA റിഗാർഡിങ് എംപ്ലോയ്മെൻറ്റ്. അവിടെ എംപ്ലോയ്മെൻറ്റിനെ കുറിച്ച് ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള റിമൈൻഡർ കിട്ടിയിട്ട് പോലും എന്താണ് അത് ഇഗ്നോർ ചെയ്തു. സോ അതും എന്താണ്, മിസ്കണ്ടക്റ്റാണ്. ഉമനാഥ് റാവു 1965. ഓക്കെ, അപ്പോൾ അതാണ് ക്ലോസ് 3, എന്താണ് സബ്മിറ്റിംഗ് ഫോൾസ് ഇൻഫർമേഷൻ ടു ദ ഇൻസ്റ്റിറ്റ്യൂട്ട്. ദെൻ 4 എന്ന് വെച്ചാൽ ക്ലോസ് 4 എന്ന് വെച്ചാൽ ഡിഫാൽക്കേഷൻ ഓർ എംബെസിൽമെൻറ്റ് ഓഫ് മണിയാണ്. ഇഫ് എ CA misappropriate or frequently uses money received in a professional capacity, ഒരു പ്രൊഫഷണൽ കപ്പാസിറ്റിയിൽ കിട്ടിയിട്ടുള്ള പൈസ എന്താണ് മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യോ അല്ലെങ്കിൽ എന്താണ് ഫ്രോഡുണ്ടായ രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ മിസ്കണ്ടക്ട് അണ്ടർ SA 240. അപ്പോൾ SA 240 പ്രകാരം ഇതെന്താണ് ഒരു ഫ്രോഡ്, ഇതാണ് മിസ്കണ്ടക്റ്റാണ്. എക്സാമ്പിൾ, CA receives a fund from a client for tax പേയ്മെൻറ്റിന് പൈസ കിട്ടി ബട്ട് മിസ്യൂസസ് ദ എമൗണ്ട് ഫോർ പേഴ്സണൽ പർപ്പസ്, then it is a misconduct. ഓക്കെ, സോ നമ്മളെന്താണ് സെക്കൻഡ് ഷെഡ്യൂളിൻ്റെ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 നമ്മൾ നോക്കി. ഇനി നോക്കാനുള്ളതാണ് പാർട്ട് 3, അതർ മിസ്കണ്ടക്ട് ആപ്ലിക്കബിൾ ടു ഓൾ മെമ്പേഴ്സ്. അതിലാകെ ഒരു ക്ലോസ് മാത്രമേ ഉള്ളൂ. ആ ക്ലോസ് ആണത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഷെഡ്യൂൾ നോക്കി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 6 മന്ത്സിനെക്കാട്ടും കൂടുതൽ ഇംപ്രിസൺമെൻറ്റ് ആവുകയാണെങ്കിലുള്ള മിസ്കണ്ടക്റ്റാണ് പറഞ്ഞത്. So, if a CA is convicted by a civil or criminal court and sentenced to imprisonment for more than 6 months ആണെങ്കിൽ
ഇറ്റ് ഈസ് കൺസിഡേർഡ് എ മേജർ മിസ്കണ്ടക്ട്. അതൊരു മേജർ മിസ്കണ്ടക്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. എക്സാമ്പിൾ, CA ഫൗണ്ട് ഗിൽറ്റി ഓഫ് ഫിനാൻഷ്യൽ ഫ്രോഡ് ആൻഡ് സെൻറ്റൻസ് ടു 1 year in jail. അതർ മിസ്കണ്ടക്റ്റിൽ അത് വരും. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കാണ് നമുക്ക് നോക്കുന്നത്. നമ്മൾ CA ആക്ടിലെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും നമ്മൾ കവർ ചെയ്തു. ഇനി അടുത്ത നോക്കുന്ന ടോപ്പിക്കാണ് കൗൺസിലിൻ്റെ ഗൈഡ് ലൈൻസ് ഫ്രം കൗൺസിൽ. ഓക്കെ, അത് നമുക്ക് നോക്കാനുള്ളത് 17 ചാപ്റ്റേഴ്സാണ് നമുക്കതിൽ കവർ ചെയ്യാനുള്ളത്. 17 ചാപ്റ്റേഴ്സിലാണ് കൗൺസിൽ ഗൈഡ് ലൈൻസ് തരുന്നത്. ഓക്കെ, 17 ചാപ്റ്റേഴ്സ്. അപ്പോൾ നമുക്ക് ഓരോ ചാപ്റ്ററായിട്ട് നമുക്ക് നോക്കണം. സോ ഫസ്റ്റ് ചാപ്റ്ററാണ് ചാപ്റ്റർ 1 പ്രിലിമിനറി. സോ ചാപ്റ്റർ 1 പ്രിലിമിനറി, അതിൽ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ള വെച്ചാൽ ഷോർട്ട് ടൈറ്റിൽ ആൻഡ് അപ്ലിക്കബിലിറ്റി. ദീസ് ഗൈഡ് ലൈൻസ് എന്ന് വെച്ചാൽ ചാപ്റ്റർ 1 ഗൈഡ് ലൈൻസ് വെച്ചാൽ ആർ ഇഷ്യൂഡ് ബൈ ICA അണ്ടർ ദ ചാർട്ടേഡ് അക്കൗണ്ട്സ് ആൻഡ് CA ആക്ട് 1949. അപ്പോൾ CA ആക്ട് 1949 അണ്ടറിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ICA അമെൻഡഡ് ഇൻ 2006, 2006 അമെൻഡ് ചെയ്തിട്ടുള്ളത്. ദേ ആർ കോൾഡ് ദ കൗൺസിൽ ജനറൽ ഗൈഡ് ലൈൻസ്. കൗൺസിലിൻ്റെ ജനറൽ ഗൈഡ് ലൈൻസ് 2008 എന്നാണ് അതിൻ്റെ പേര്. അപ്ലിക്കബിൾ ടു ഓൾ ICA മെമ്പേഴ്സ്. എല്ലാ ICA മെമ്പേഴ്സിനും ഇത് അപ്ലിക്കബിൾ ആണ്, വെദർ ഇൻ പ്രാക്ടീസ് ഓർ നോട്ട്. പ്രാക്ടീസിലാണെങ്കിലും അല്ലെങ്കിലും എന്താണ്, എല്ലാ മെമ്പേഴ്സിനും ഈ ഗൈഡ് ലൈൻസ് അപ്ലിക്കബിൾ ആണ്. സോ ചാപ്റ്റർ 2 conduct of a member as an employee. A CA who is an employee must exercise due diligence. ഒരു CA എംപ്ലോയി ആണെങ്കിൽ അയാൾ എന്ത് വേണം, അയാൾ ഡ്യൂ ഡെലിജൻസ് എക്സസൈസ് ചെയ്യണം. ആൻഡ് അവോയ്ഡ് ഗ്രോസ് നെഗ്ലിജൻസ് അയാൾ അവോയ്ഡും ചെയ്യണം ഇൻ ഈസ് പ്രൊഫഷണൽ ഡ്യൂട്ടീസ്, അയാളുടെ പ്രൊഫഷണൽ ഡ്യൂട്ടീസിൽ. അതാണ് ചാപ്റ്റർ 2 പറഞ്ഞത്. കണ്ടക്ട് ഓഫ് മെമ്പേഴ്സ് ആസ് എംപ്ലോയി ആണെങ്കിൽ ഡ്യൂ ഡെലിജൻസ് എക്സസൈസും ചെയ്യണം, അതേമാതിരി തന്നെ ഗ്രോസ് നെഗ്ലിജൻസ് അവോയ്ഡും ചെയ്യണം ഇൻ ഈസ് പ്രൊഫഷണൽ ഡ്യൂട്ടീസ്. ദെൻ ചാപ്റ്റർ 3 ആണ് അപ്പോയിൻമെൻറ്റ് ഓഫ് എ മെമ്പർ ആസ് എ കോസ്റ്റ് ഓഡിറ്റർ. ഒരു കോസ്റ്റ് ഓഡിറ്ററായിട്ടൊരു മെമ്പറിനെ അപ്പോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ദിസ് ചാപ്റ്റർ ഈസ് ഒമിറ്റഡ്. ഈ ചാപ്റ്റർ നമുക്കില്ല, ഈ ചാപ്റ്റർ ഒമിറ്റഡ് ആണ്. നമ്മളെ സ്റ്റഡി മെറ്റീരിയൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണും എന്താണ് ദിസ് ചാപ്റ്റർ ഈസ് ഒമിറ്റഡ് എന്നാണ് ഇത് കാണിച്ചിട്ടുള്ളത്. ദെൻ ചാപ്റ്റർ 4 ആണ് ഒപ്പീനിയൻ ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വെൻ ദർ ഈസ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ്. അപ്പോൾ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്താണെന്നുള്ള കാര്യം ഷെഡ്യൂൾ 1 പാർട്ട് 1 ക്ലോസ് 11 നമ്മൾ ഡിഫൈൻ ചെയ്തിട്ട് നമ്മൾ നേരെ നോക്കി. സോ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിന് എങ്ങനെയാണ് ഒപ്പീനിയൻ കൊടുക്കുക എന്നാണ് ചാപ്റ്റർ 4 പറഞ്ഞത്. അതും ഒമിറ്റഡ് ആണ് ചാപ്റ്ററിൽ. ദിസ് ചാപ്റ്റർ ഈസ് ഒമിറ്റഡ്. ഓക്കെ, ദെൻ ചാപ്റ്റർ 5 ആണ് മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. എ പ്രാക്ടീസിങ് CA ഓർ എ CA ഫേം, ഒരു CAയോ അല്ലെങ്കിൽ CA ഫേമോ മസ്റ്റ് മെയിൻറ്റെയിൻ പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അവർ പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. അവർ മറ്റവരോട് പഠിപ്പിച്ചു കൊടുത്താൽ മാത്രം പോരാ, അവരും എന്ത് വേണം, അവരും പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇൻക്ലൂഡിങ് ക്യാഷ് ബുക്സ് ആൻഡ് ലെഡ്ജർ, റെക്കോർഡിംഗ് ഡെയിലി ക്യാഷ് ട്രാൻസാക്ഷൻ ആൻഡ് റെക്കോർഡ് ഓൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഇൻ ഡിഫറെൻറ്റ് അക്കൗണ്ട്സ്. ദെൻ ചാപ്റ്റർ 5 ആണെന്ത് ടാക്സ് ഓഡിറ്റ് അസൈൻമെൻറ്റ്സ് അണ്ടർ സെക്ഷൻ 44AB ഓഫ് ഇൻകം ടാക്സ് ആക്ട് 1961. അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരമുള്ള സെക്ഷൻ 44AB എന്താണ്, ടാക്സ് ഓഡിറ്റ് അസൈൻമെൻറ്റ്. അത് റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ചാപ്റ്റർ 6. സോ ലിമിറ്റ് ഓൺ ടാക്സ് ഓഡിറ്റ് അസൈൻമെൻറ്റ്. ടാക്സ് ഓഡിറ്റ് അസൈൻമെൻറ്റ്സിൽ ലിമിറ്റ് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ A CA in practice can accept only a limited number of tax audit. ലിമിറ്റഡ് നമ്പർ ഓഫ് ടാക്സ് ഓഡിറ്റുകൾ മാത്രമേ എന്താണ് ഒരു CA in practice അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അസൈൻമെൻറ്റ്സ് ഇൻ എ ഫിനാൻഷ്യൽ ഇയറിൽ. ദ ലിമിറ്റ് ഇസ് റിഫേർഡ് ടു ആസ് സ്പെസിഫിക് നമ്പർ ഓഫ് ടാക്സ് ഓഡിറ്റ് അസൈൻമെൻറ്റ്. അപ്പോൾ ആ ലിമിറ്റിനെ പറയുന്ന പേരാണെന്ത്, സ്പെസിഫിക് നമ്പർ ഓഫ് ടാക്സ് ഓഡിറ്റ് അസൈൻമെൻറ്റ്സ്. ഓക്കെ, സോ ദ സ്പെസിഫിക് നമ്പർ ഓഫ് ടാക്സ് ഓഡിറ്റ് അസൈൻമെൻറ്റ് എന്ന് വെച്ചാൽ ഫോർ എൻ ഇൻഡിവിജ്വൽ CA, ഒരു ഇൻഡിവിജ്വൽ CEO അല്ലെങ്കിൽ പ്രൊപ്രൈറ്റർ CA ഫേം എന്ന് വെച്ചാൽ ഒരു ആൾ മാത്രമുള്ള CA ഫേമോ ആണെങ്കിൽ 60 ടാക്സ് ഔട്ട് പെർ ഇയർ, 60 ടാക്സ് ഔട്ട് മാത്രമേ ഒരാൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു ഇൻഡിവിജ്വൽ CA അല്ലെങ്കിൽ പ്രൊപ്രൈറ്റർ CA ഫേം ആണെങ്കിൽ 60 ടാക്സ് ഔട്ട് വരെ എന്നാണ് ഒരു കൊല്ലം എടുക്കാൻ പാടുള്ളൂ.
ഇനി ഫോർ എ ഫേം, സി എ ഫേം ആണെങ്കിൽ, ഒരു സി എ ഫേം ആണെങ്കിൽ 60 ടാക്സ് ഔട്ട് പെർ പാർട്ട്ണർ, ഓരോ പാർട്ട്ണറിനും എന്താണ് 60 ടാക്സ് ഔട്ടുകൾ എടുക്കാം പെർ ഫിനാൻഷ്യൽ ഇയർ. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഓരോ പാർട്ട്ണറിനും 60 ടാക്സ് ഔട്ട് വരെ എടുക്കാം സി എ ഫേം ആണെങ്കിൽ. ദെൻ വിത്ത് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ആണെങ്കിൽ, ഫേം വിത്ത് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ആണെങ്കിൽ, ഇഫ് എ സി എ ഇസ് എ പാർട്ട്ണർ ഇൻ മൾട്ടിപ്പിൾ ഫേംസ്, ഒന്നിലധികം ഫേമിൽ ഒരു സി എ പാർട്ട്ണർ ആണെങ്കിൽ, ഇപ്പോൾ 2 ഫേം ഉണ്ട്, അതിലൊരാളുണ്ട്, ഇയാൾ 2 ഫേമിലും പാർട്ട്ണർ ആണെങ്കിൽ, ദ ടോട്ടൽ ടാക്സ് ഔട്ട് ലിമിറ്റ് അക്രോസ് ഓൾ ഫേംസ് കനോട്ട് എക്സീഡ് 60 പാർട്ട്ണർ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇയാളുടെ മൊത്തം ലിമിറ്റ് ആകെ 60 എന്തേ ഉള്ളൂ, അസൈൻമെൻറ്റ്സേ ഉള്ളൂ. അപ്പോൾ ഇയാൾ മൊത്തം എത്ര എടുത്ത്, ഈ ഒരു ഫേമിൽ ഇയാൾ 40 എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഫേമിൽ ഇയാൾക്ക് 20 ടാക്സ് ഔട്ട് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. മൊത്തം ലിമിറ്റ് എന്താണ്, 60-നെക്കാട്ടും കൂടാൻ പാടില്ല. ഇഫ് എ സി എ അക്സെപ്റ്റ് ടാക്സ് ഔട്ട് ഇൻഡിവിജ്വലി ആയിട്ട് ടാക്സ് ഔട്ട് എടുക്കുകയാണെങ്കിൽ ദീസ് ഓൾസോ കൗണ്ട് ടുവേർഡ് 60 അസൈൻമെൻറ്റ് ലിമിറ്റ്. അപ്പോൾ ഇയാൾ എന്താണ്, ഇയാളുടെ പേഴ്സണൽ കപ്പാസിറ്റിയിലും എന്താണ് ഒരു 30 ടാക്സ് ഔട്ട് എടുത്ത് ഇവിടെ എന്താണ് ഇവിടെ ഒരു 20 ടാക്സ് ഔട്ട് എടുക്കുകയാണെങ്കിൽ ഇയാൾക്ക് ഇവിടെ ഈ ഒരു ഫേമിലാകെ 10 ടാക്സ് ഔട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ. ദെൻ സ്പെഷ്യൽ കേസസ് നോട്ട് കൗണ്ടഡ് ഇൻ ദ ലിമിറ്റ്. അപ്പോൾ ചില സ്പെഷ്യൽ കേസുകൾ എന്താണ് ഈ ഒരു ലിമിറ്റിൽ കൗണ്ട് ചെയ്യുന്നില്ല. ഏതൊക്കെ വെച്ചാൽ ടാക്സ് ഔട്ട് അണ്ടർ സെക്ഷൻ 44AD, 44ADA പ്രിസംപ്റ്റീവ് ഒക്കെ വരുന്നുണ്ട്, ആൻഡ് 44AE ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ലിമിറ്റ്. അപ്പോൾ എന്താണ് 44AD, ADA, AE ഇതൊന്നും എന്താണ് ഈ ഒരു ലിമിറ്റിൽ ഇൻക്ലൂഡ് അല്ല. ഓഡിറ്റ് ഓഫ് ഹെഡ് ഓഫീസ് ആൻഡ് ബ്രാഞ്ച് ഓഫീസ്. അപ്പോൾ ഒരു കമ്പനീൻ്റെ, ഒരു ഫേമിൻ്റെ ഹെഡ് ഓഫീസോ അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫീസോ ഓഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ഓഫ് ദ സെയിം എൻറ്റിറ്റി കൗണ്ട് ആസ് 1 ടാക്സ് ഔട്ട്. അപ്പോൾ നമ്മൾ ഈ 60 ടാക്സ് ഔട്ടുകളിൽ എന്താണ് ഒരു ടാക്സ് ഓഡിറ്റിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാണ്ട്, അതിൻ്റെ ഹെഡ് ഓഫീസും അതേമാതിരി തന്നെ ബ്രാഞ്ചുകളും നമുക്ക് ഓഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി എന്താണ് ഒന്നായിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ. ദെൻ പാർട്ട് ടൈം പാർട്ട്നേഴ്സ്. എ പാർട്ട് ടൈം പാർട്ടിസിപ്പേറ്റിംഗ് പാർട്ട്ണർ ഓഫ് എ സി എ ഫേം ഡസ് നോട്ട് കോൺട്രിബ്യൂട്ട് ടു ദ ഫേംസ് ടാക്സ് ഔട്ട് ലിമിറ്റ്. അപ്പോൾ ഒരു പാർട്ട് ടൈം പാർട്ടിസിപ്പേറ്റിംഗ് പാർട്ട്ണർ ആണെങ്കിൽ എന്താണ് ഈ ഒരു ഫേമിൻ്റെ ടാക്സ് ഔട്ട് ലിമിറ്റിലേക്ക് അയാൾ കൺസിഡർ ചെയ്യുന്നില്ല. സോ അയാൾക്ക് എന്താണ് ആവാം എന്ന് വെച്ചാൽ മനസ്സിലായോ. ഇപ്പോൾ ഒരു ഫേം ഉണ്ട്, അയാൾക്ക് 3 പാർട്ട്നേഴ്സ് ഉണ്ട് വിചാരിക്കുക, ആൻഡ് 4ാമത്തെ ഒരു പാർട്ട്ണറും കൂടി ഉണ്ട്. അയാൾ പാർട്ട് ടൈം പാർട്ട്ണറാണ്. അപ്പോൾ ഇവർക്ക് എന്താണ് ഈ ഒരു ഫേമിന് മാക്സിമം ചെയ്യാൻ പറ്റുന്ന ടോട്ടൽ ടാക്സ് ഔട്ട് എന്ന് വെച്ചാൽ എന്താണ് 60 ആൻഡ് 60 180 ടാക്സ് ഔട്ടാണ്. ഇയാളുടെ 60 എന്താണ് ഇതിൽ കൺസിഡർ ചെയ്യൂല എന്നാണ് പറയുന്നത്. ഇയാൾക്ക് എന്താണ് ഇൻഡിവിജ്വലായിട്ട് 60 ടാക്സ് ഔട്ട് എടുക്കാം, പക്ഷേ ആ ഒരു 60 ലിമിറ്റ് എന്താണ് ഈ ഫേമിൽ വരാൻ പറ്റില്ല. ഫേമിൻ്റെ ലിമിറ്റ് എന്താണ് ഇവരത് മാത്രമേ ഇൻക്ലൂഡ് ചെയ്യുള്ളൂ. ദെൻ റെക്കോർഡ് കീപ്പിംഗ് ഓഫ് ടാക്സ് ഔട്ട്. അപ്പോൾ നമ്മൾ എന്താണ് ടാക്സ് ഔട്ടിൻ്റെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യണം. എ പാർട്ടിസിപ്പേറ്റിംഗ് സി എ മസ്റ്റ് മെയിൻറ്റെയിൻ എ റെക്കോർഡ് ഓഫ് ഓൾ ടാക്സ് ഔട്ട്. അപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ടാക്സ് ഔട്ടിൻ്റെയും റെക്കോർഡ് എന്താണ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈച്ച് ഇയറിനെ ഫോർമാറ്റ് പ്രിസ്ക്രൈബ്ഡ് ബൈ ICA പ്രിസ്ക്രൈബ് ചെയ്ത ഫോർമാറ്റിൽ വേണം ഓരോ കൊല്ലവും എന്താണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഡിറ്റ് അസൈൻമെൻറ്റ്സ് ഇൻ എ ഫേം. ഓഡിറ്റ് അസൈൻമെൻറ്റ്സ് എന്താണ് ഫേമിൽ ഡിസ്ട്രിബ്യൂട്ട്. എ സി എ ഫേം ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് ടാക്സ് ഔട്ട് അസൈൻമെൻറ്റ്സ് അമംഗ് പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, അസൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരാൾ 2 പാർട്ട്ണറിന് വെക്കുക ഒരു ഫേമിൽ, ഇയാൾക്ക് എന്താണ് ഓൾറെഡി 60 ഉണ്ട്, ഇയാൾക്ക് ഒരു ടാക്സ് ഔട്ട് കൊണ്ട് വരികയാണെങ്കിൽ ആ ടാക്സ് ഔട്ട് ഈ ഒരു പാർട്ട്ണറിന് കൊടുക്കാൻ പറ്റും ഇഫ് ഇയാളുടെ 60 ലിമിറ്റ് ക്രോസ് ചെയ്തിട്ടില്ലെങ്കിൽ. ഇൻ എനി മാനർ ബട്ട് മസ്റ്റ് കംപ്ലൈ വിത്ത് സ്റ്റാൻഡേർഡ്സ് ഓൺ ക്വാളിറ്റി കൺട്രോൾ. അപ്പോൾ SQC 1 കംപ്ലൈ ചെയ്തിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു പാർട്ട്ണറിന് ടാക്സ് ഔട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. സോ അതാണിത് ചാപ്റ്റർ 6 ടാക്സ് ഔട്ട് അസൈൻമെൻറ്റ്സ് അണ്ടർ സെക്ഷൻ 44AB ഓഫ് ദ ഇൻകം ടാക്സ് ആക്ട് 1961. ദെൻ ചാപ്റ്റർ 7 ആണ് അപ്പോയിൻമെൻറ്റ് ഓഫ് നോട്ടർ ഇൻ കേസ് ഓഫ് നോൺ പേയ്മെൻറ്റ് ഓഫ് ഫീ. അപ്പോൾ ഫീസിൻ്റെ പേയ്മെൻറ്റ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഓഡിറ്റർ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യേണ്ടത്. അപ്പോയിൻമെൻറ്റ് ഓഫ് എൻ ഓഡിറ്റർ. ചാപ്റ്റർ 7 ആണ് എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് കനോട്ട് അക്സെപ്റ്റ് an audit assignment if undisputed fees of the previous auditor remains unpaid. അപ്പോൾ നമ്മളിത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് ഒരു പ്രീവിയസ് ഓഡിറ്ററിൻ്റെ ഡ്യൂ. ഇപ്പോൾ ഒരു ഫേം ഉണ്ട്, അപ്പോൾ അതിന് ആദ്യം ഓഡിറ്റ് ചെയ്ത ഇയാളാണ്. ഇയാൾക്ക് നമ്മളൊരു 50,000 റുപ്പീസ് ഓഡിറ്റ് ഫീ കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. ഇപ്പോഴും ഡ്യൂ ആയിട്ട് കിടക്കുന്നുണ്ട്. പുതിയൊരു ഓഡിറ്റർ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഈ ഒരു പുതിയ ഓഡിറ്റർ എന്ത് ചെയ്യണം, ഈ ഡ്യൂ സെറ്റിൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഓക്കെ ആക്കിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് പറഞ്ഞത്.
പക്ഷേ ഇതിലൊരു എക്സെപ്ഷൻ ഉണ്ട്. എന്താ വെച്ചാൽ ഇഫ് ദ എൻറ്റിറ്റി ഈസ് എ സിക്ക് യൂണിറ്റ്, ഒരു സിക്ക് യൂണിറ്റ് ആണെങ്കിൽ എന്ന് വെച്ചാൽ കമ്പനി വിത്ത് അക്യുമുലേറ്റഡ് ലോസസ് ഈക്വൽ ടു ഓർ എക്സീഡിങ് ഇറ്റ്സ് എൻറ്റയർ നെറ്റ്വർത്ത് ഓവർ 5 years. ഒരു സിക്ക് യൂണിറ്റ് ആണെങ്കിൽ, സിക്ക് യൂണിറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു കമ്പനിയാണ് എന്ത്, അവരുടെ അക്യുമുലേറ്റഡ് ലോസസ് അതെന്താണ്, അവരുടെ നെറ്റ് വർത്ത് അതിനെക്കാട്ടും അതിൻ്റെ ഈക്വലോ അല്ലെങ്കിൽ അതിനെക്കാട്ടും കൂടുതലോ ആണെങ്കിൽ, അവരുടെ അക്യൂമുലേറ്റഡ് ലോസസ് എന്ന് വെച്ചാൽ നെറ്റ് വർത്തിനെക്കാട്ടും കൂടുതലോ അല്ലെങ്കിൽ അതിന് ഈക്വലോ ആണ് ഓവർ 5 years, 5 കൊല്ലമായിട്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ്, ദിസ് റെസ്ട്രിക്ഷൻ ഡസ് നോട്ട് അപ്ലൈ, ഇത് അപ്ലൈ ചെയ്യേണ്ട. കാരണം എന്താ വെച്ചാൽ ഇയാൾ എന്താണ് ഡ്യൂ ആണെങ്കിൽ പോലും ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും പുതിയ ഓഡിറ്ററിന്. Then undisputed audit fee include amount recorded in a signed financial statement and any additional expense related to the audit. അപ്പോൾ ഒരു നമ്മളുടെ സൈൻ ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് FSൽ എന്തുണ്ടാവും, നമ്മൾ ഓഡിറ്റ് ഫീ എന്ന് പറഞ്ഞ് കൊടുക്കും. FSൽ നമ്മൾ ഓഡിറ്റ് ഫീ പറഞ്ഞിട്ട് P&L നമ്മൾ കൊടുക്കും. അതേമാതിരി തന്നെ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കാനുണ്ടെങ്കിൽ നമ്മളത് ഓഡിറ്റ് ഫീ പേബിൾ നമ്മൾ ബാലൻസ് ഷീറ്റിലേക്കും കാണിക്കും അല്ലേ. സോ അങ്ങനെയുള്ള എമൗണ്ടും അതേമാതിരി തന്നെ എന്തെങ്കിലും അഡീഷണൽ എക്സ്പെൻസ് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഡിറ്റർ എന്താണ് അഡീഷണൽ എക്സ്പെൻസ് വന്നിട്ട് അതും കൂടി ഓഡിറ്ററിന് കൊടുക്കാനുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യം എന്താണ് ഓഡിറ്റ് ഫീയിൽ ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, സോ അതാണെന്ത് ചാപ്റ്റർ 7. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്റർ 8 ആണ്, സ്പെസിഫൈഡ് നമ്പർ ഓഫ് ഓഡിറ്റ് അസൈൻമെൻറ്റ്സ്. സോ ചാപ്റ്റർ 7, എ CA cannot take more than a specified number of audit assignments. അപ്പോൾ എന്താണ് ഒരു നമ്പർ, നമ്മൾ ഇതിനകത്ത് ടാക്സ് ഓൺ ലിമിറ്റ് പറഞ്ഞു, അതേമാതിരി തന്നെ ഒരു ഓഡിറ്റ് അസൈൻമെൻറ്റ്സ് ഏത് കേസാണെങ്കിൽ പോലും എന്താണ് ഒരു സ്പെസിഫിക് നമ്പറിൽ കൂടുതൽ എന്താണ് ഒരു ഓഡിറ്റിന് എടുക്കാൻ പാടില്ല. അണ്ടർ സെക്ഷൻ 141 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 നമുക്കറിയാം, സെക്ഷൻ 141 പ്രകാരം എന്താണ് ഒരു ലിമിറ്റിനെക്കാട്ടും കൂടുതൽ ഒരു CA കാരൻ ഓഡിറ്റ് അസൈൻമെൻറ്റ്സ് എടുക്കാൻ പാടില്ല. സോ ഇൻഡിവിജ്വൽ CA അല്ലെങ്കിൽ ഫേം ആണെങ്കിൽ ക്യാൻ ഹോൾഡ് അപ് ടു 30 ഓഡിറ്റ് അസൈൻമെൻറ്റ്സ്, 30 ഓഡിറ്റ് അസൈൻമെൻറ്റ്സ് വരെ എടുക്കാം, എക്സ്ക്ലൂഡിങ് 1% കമ്പനി ആൻഡ് ഡോർമെൻറ്റ് കമ്പനി. ഇനി CA ഫേം പാർട്ട്നേഴ്സ് ആണെങ്കിൽ ഈച്ച് പാർട്ട്ണർ ഇസ് അലൗഡ് 30 ഓഡിറ്റ് വരെ എടുക്കാം ഇൻഡിവിജ്വലി. ഇനി മൾട്ടിപ്പിൾ ഫേം പാർട്ണർ ആണെങ്കിൽ, ചില ഒരു പാർട്ണർ തന്നെ മൾട്ടിപ്പിൾ ഫേമിൽ പാർട്ട്നേഴ്സ് ആണെങ്കിൽ, ഇഫ് എ പാർട്ണർ ഇസ് എ മൾട്ടിപ്പിൾ ഫേം, ഒരു CA കാരൻ എന്താണ് മൾട്ടിപ്പിൾ ഫേമിൽ പാർട്ട്നേഴ്സ് ആണ്, ഒന്നിലധികം ഫേമിൽ അയാൾ പാർട്ണർ ആണെങ്കിൽ, ദ ടോട്ടൽ ഓഡിറ്റ് അക്രോസ് ഓൾ ഫേം മസ്റ്റ് നോട്ട് എക്സീഡ് ദ സ്പെസിഫിക് നമ്പർ. അപ്പോൾ എന്താണ് എല്ലാ ഫേമിനും നമ്മൾ നേരത്തെ പറഞ്ഞത് സെയിം സിറ്റുവേഷൻ തന്നെ, അളവ് നമ്മൾ ടാക്സ് ഓൺ ലിമിറ്റ് പറഞ്ഞല്ലോ, സെയിം സിറ്റുവേഷൻ തന്നെയാണ് പറഞ്ഞത്. എല്ലാ ഫേമിൻ്റെയും ലിമിറ്റ് എന്താണ്, എല്ലാ ഫേമിൻ്റെയും ലിമിറ്റ് അപ്പോഴും 30 തന്നെയായിട്ട് നിൽക്കും. ദെൻ ബ്രാഞ്ച് ഓഡിറ്റ് ഓഫ് എ കമ്പനി ഹെഡ് ഓഫീസ് ആൻഡ് ബ്രാഞ്ചും കൂടി ഉണ്ടെങ്കിൽ എന്താണ് അത് ഒന്നായിട്ടാണ്, ഒരു ഓഡിറ്റ് അസൈൻമെൻ്റ് ആയിട്ടാണ് കൗണ്ട് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻ തന്നെ. ദെൻ പാർട്ട് ടൈം CA ആണെങ്കിൽ, ഒരു പാർട്ട് ടൈം CA പാർട്ണർ ആണെങ്കിൽ നോട്ട് കൗണ്ടഡ് വെൻ ഡിറ്റർമൈനിങ് എ ഫേംസ് ഓഡിറ്റ് ലിമിറ്റ്. അപ്പോൾ ഒരു ഫേമിൻ്റെ ഓഡിറ്റ് ലിമിറ്റ് കൗണ്ട് ചെയ്യുമ്പോൾ എന്തില്ല, അത് ഡിറ്റർമൈൻ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ എന്താണ് ടാക്സ് ഓഡിൻ്റെ കേസിൽ എന്ത് പറഞ്ഞോ ആ ഒരു കേസ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. നമ്മൾ ഇതിലായിരുന്നല്ലോ പറഞ്ഞത്, നമ്മൾ ചാപ്റ്റർ 6 പറഞ്ഞത് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതേ കേസ് തന്നെയാണ് ഇതിലും വരുന്നത്, ചാപ്റ്റർ 8 വരുന്നത്. ഓക്കെ, ദെൻ ചാപ്റ്റർ 9 ആണ് അപ്പോയിൻമെൻറ്റ് ആസ് എ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ വിത്ത് അഡീഷണൽ വർക്ക്. അപ്പോൾ അഡീഷണൽ വർക്ക് നമ്മൾ പറഞ്ഞിട്ട് എന്താണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യാണ്. എ CA cannot accept the statutory audit of പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, PSC, ഒരു PSCൻ്റെയോ അല്ലെങ്കിൽ ഗവൺമെൻറ് കമ്പനീൻ്റെയോ ഒരു ലിസ്റ്റഡ് കമ്പനീൻ്റെയോ ഒരു പബ്ലിക് കമ്പനീൻ്റെയോ ടേൺ ഓവർ 50 crore or more ഇഫ് ദ ടോട്ടൽ ഫീ ഫ്രം ദാറ്റ് വർക്ക് എക്സീഡ് ദ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഫീ. അപ്പോൾ ഒരു CAക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആരതൊക്കെ, PSU, ഗവൺമെൻറ് കമ്പനി, ലിസ്റ്റഡ് കമ്പനി ആൻഡ് പബ്ലിക് കമ്പനി, അതിൻ്റെ ടേൺ ഓവർ 50 കോടിയോ അല്ലെങ്കിൽ അതിന് കൂടുതലോ ആണെങ്കിൽ. എപ്പോഴാണ് ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്, ഇഫ് ദ ടോട്ടൽ ഫീ, മൊത്തം ഫീ എന്താണ്, ഫ്രം ദ അതർ വർക്ക്, മറ്റ് വർക്കുകളിൽ നിന്ന് കിട്ടുന്ന മൊത്തം ഫീ എന്താണ്, അത് നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഫീനെക്കാട്ടും കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു PSCൻ്റെയോ ഗവൺമെൻറ് കമ്പനീൻ്റെയോ ലിസ്റ്റഡ് കമ്പനീൻ്റെയോ ഒരു പബ്ലിക് കമ്പനീസ് ടേൺ ഓവർ എക്സീഡിങ് 50 crore ഓർ എക്സീഡിങ് 50 crore ആണെങ്കിൽ നമുക്ക് ആ ഓഡിറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായല്ലോ. ഒരു ഓഡിറ്റർ ഉണ്ട്, അയാൾ എന്താ ചെയ്യുന്നത്, അയാൾ ഒരു PSU, ഗവൺമെൻറ് കമ്പനി, ലിസ്റ്റഡ് കമ്പനി, പബ്ലിക് കമ്പനി എന്താണ് അതിൻ്റെ 50 crore ലിമിറ്റ് വെച്ചിട്ട് 50 crore ലിമിറ്റ് ഇവരെ ഓഡിറ്റ്
ഇവരെ ഓഡിറ്റൊക്കെ ഇയാൾക്ക് ഓഡിറ്റ് ചെയ്യാമെന്ന് വെക്കുക. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ഫീ, അപ്പോൾ ഇതിൽ 2 ഫീ കിട്ടുന്നുണ്ട്. ഒന്നെന്ന് വെച്ചാൽ അതർ വർക്കും, മറ്റേന്ന് വെച്ചാൽ എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റും ആണെങ്കിൽ ഇതിൻ്റെ ഫീ, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിൻ്റെ ഫീ ഇതിൻ്റെ ഫീനെക്കാട്ടും കുറവാണെങ്കിൽ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു വർക്ക് ഇയാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. തിരിച്ചാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ ഈ സ്റ്റാറ്റ്യൂട്ട് ഓഡിറ്റിൻ്റെ ഫീനെക്കാട്ടും ഇത് കൂടുതലാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, പക്ഷേ കുറവാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ദെൻ അതർ വർക്ക് ഇൻക്ലൂഡ്. അതർ വർക്ക് എന്താ വെച്ചാൽ മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി ആൻഡ് പ്രൊഫഷണൽ സർവീസ്. അപ്പോൾ മാനേജ്മെൻറ്റ് കൺസൾട്ടൻസിയും പ്രൊഫഷണൽ സർവീസൊക്കെയാണ് അതർ വർക്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ബട്ട് എക്സ്ക്ലൂഡ്, പക്ഷേ എന്തൊക്കെ എക്സ്ക്ലൂഡ് ചെയ്യുന്നത് വെച്ചാൽ ഓഡിറ്റ് അണ്ടർ അതർ സ്റ്റാറ്റ്യൂട്ട്. അപ്പോൾ മറ്റ് സ്റ്റാറ്റ്യൂട്ട് നമ്മൾ ചെയ്യുന്ന ഓഡിറ്റ് എന്താണ് അതർ വർക്കിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. ദെൻ സർട്ടിഫിക്കേഷൻ വർക്ക് റിക്വയർഡ് ബൈ ലോ പറയുന്ന സർട്ടിഫിക്കേഷൻ വർക്കുകൾ അതർ വർക്കിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. ദെൻ റെപ്രസെൻറ്റേഷൻ ബിഫോർ അതോറിറ്റീസിന് മുമ്പിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാണ് നമ്മളുടെ ഈ ഒരു ക്ലയൻറ്റിനെ, അതും എന്താണ് അതർ വർക്കിൽ പെടില്ല. മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി ആൻഡ് പ്രൊഫഷണൽ സർവീസുകളാണ് പെടും. പക്ഷേ അതിലെന്താണ് ഓഡിറ്റ് അണ്ടർ അതർ സ്റ്റാറ്റ്യൂട്ട്, സർട്ടിഫിക്കേഷൻ റിക്വയർഡ് ബൈ ലോ ആൻഡ് റെപ്രസെൻറ്റേഷൻ ബിഫോർ അതോറിറ്റീസ്, ഈ 3 കാര്യങ്ങളും അതിൽ പെടില്ല. ഈ 3 കാര്യങ്ങളുമാണ് ചെയ്യുന്നതെങ്കിൽ അതൊന്നും ഈ അതർ വർക്കിൽ പെടില്ല. അതിൻ്റെ ഫീ എന്താണ്, ഈ 3 കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിന് പുറമേ നമ്മൾ ഈ 3 കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ഫീ എന്താണ് കൂടുതലാണെങ്കിൽ അപ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, അപ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ ഈ 3 കാര്യമല്ലാത്ത വേറെ കാര്യങ്ങളുടെ ഫീ ആണ് കൂടിയെങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആണല്ലോ. ദെൻ അസോസിയേറ്റ് ഫേംസ് ഫീ. അസോസിയേറ്റ് ഫേമിൻ്റെ ഫീ വെച്ചാൽ ഫീ ഏൺഡ് ബൈ CAs അസോസിയേറ്റ് ഫേംസ് ആർ ഓൾസോ ഇൻക്ലൂഡ് ഇൻ ദ ടോട്ടൽ. അപ്പോൾ ഒരു CAൻ്റെ അസോസിയേറ്റ് ഫേമും ഏൺ ചെയ്ത ഫീയും എന്താണ് ഇതിൻ്റെ ഒരു ടോട്ടലിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ അതാണെന്ത് 9ാമത്തെ ചാപ്റ്റർ. ദെൻ 10ാമത്തെ ചാപ്റ്ററാണ് അപ്പോയിൻമെൻറ്റ് ഓഫ് എൻ ഓഡിറ്റർ വെൻ ഇൻഡെപ്റ്റഡ് ടു എ കൺസേൺ. ഒരു നമ്മളുടെ ക്ലയൻറ്റിനോട് നമ്മൾ കടബാധ്യസ്ഥരാണെങ്കിൽ നമ്മൾ ആ ഒരു ഓഡിറ്റ് അപ്പോയിൻറ്റ് ചെയ്യുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. എ CA or their firm cannot accept an audit if they or their firm or their relative, അവരോ അവരുടെ ഫേമോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവോ എന്താണ് ഇൻഡെപ്റ്റഡ് ആണ്, കടബാധ്യതയുണ്ട്, ഓൺ മണി ടു ദ എൻറ്റിറ്റിക്ക് എന്താണ് പൈസ കൊടുക്കാനുണ്ട്. എത്ര? അബവ് 1 lakh, 1 ലക്ഷത്തിന് മുകളിലാണ് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്പോയിൻമെൻറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഹാവ് ഗിവൺ എ ഗ്യാരണ്ടി ഓർ പ്രൊവൈഡ് സെക്യൂരിറ്റി, അല്ലെങ്കിൽ എന്താണ് ഗ്യാരണ്ടി കൊടുത്തിട്ടോ അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രൊവൈഡ് തന്നിട്ടുണ്ട്. നമ്മൾ റിലേറ്റീവ് അല്ലെങ്കിൽ വേറെ ആൾ ലോൺ വാങ്ങുകയാണ്, നമ്മളോ അല്ലെങ്കിൽ റിലേറ്റീവോ അല്ലെങ്കിൽ നമ്മുടെ ഫേമോ എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്യാരണ്ടി നിൽക്കുകയോ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി പ്രൊവൈഡോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോർ സമ്മൺ എൽസ്, മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ട്, ടു ഡെറ്റ് ടു ദ എൻറ്റിറ്റിയിൽ നിന്ന് കടം വാങ്ങാൻ വേണ്ടിയിട്ട്, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എ CA ഫേം കനോട്ട് അക്സെപ്റ്റ് എൻ ഓഡിറ്റ്, ആ ഒരു ഓഡിറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ അതാണ് ചാപ്റ്റർ 10, അപ്പോയിൻമെൻറ്റ് ഓഫ് എൻ ഓഡിറ്റർ വെൻ ഇൻഡെപ്റ്റഡ് ടു എ കൺസേൺ. ഓക്കെ. ഇനി ചാപ്റ്റർ 11 ആണ് അൺജസ്റ്റിഫൈഡ് റിമൂവൽ ഓഫ് എൻ ഓഡിറ്റർ. ഒരു ഓഡിറ്ററിൻ്റെ എന്താണ് അൺജസ്റ്റിഫൈഡ് ആയിട്ടുള്ള റിമൂവൽ, അതാണ് ചാപ്റ്റർ 11 പറയുന്നത്. ഇഫ് എ CA ഈസ് അൺജസ്റ്റ്ലി റിമൂവ്ഡ്, ഒരു അൺജസ്റ്റ് ആയ രീതിയിൽ CA റിമൂവ് ചെയ്യുകയാണെങ്കിൽ ദ ഇൻകമിംഗ് ഓഡിറ്റർ മസ്റ്റ് ഫോളോ ദ കൗൺസിൽസ് ഡയറക്ഷൻ. കൗൺസിലിൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്യണം, ഇൻകമിംഗ് ഓഡിറ്റർ ഫോളോ ചെയ്യണം. ബിഫോർ അക്സെപ്റ്റിംഗ് ദ എൻഗേജ്മെൻറ്റ്, ആ എൻഗേജ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, കൗൺസിലിൻ്റെ ഡയറക്ഷൻ ആ ഇൻകമിംഗ് ഓഡിറ്റർ ഫോളോ ചെയ്തിരിക്കണം. എപ്പോൾ ഒരു CAനെ അൺജസ്റ്റിഫൈഡ് രീതിയിൽ റിമൂവ് ചെയ്യുകയാണെങ്കിൽ. ദെൻ ചാപ്റ്റർ 12 അല്ല ശരിക്കും ഇത്. ഓക്കെ, അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽ നോക്കിയപ്പോഴും എന്താണ് ചാപ്റ്റർ 11 ശേഷം ചാപ്റ്റർ 13 ആണ് കാണിക്കുന്നത്, ഗൈഡ് ലൈൻസ് ഓൺ ടെൻഡേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റഡി മെറ്റീരിയലും കൊടുത്തിട്ടുള്ള അതേ സെയിം ഫോർമാറ്റ് തന്നെയാണ്, സെയിം ഓർഡർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. 11 കഴിഞ്ഞിട്ട് 12 ഇല്ല, 13 വരുന്നത്. സോ നമുക്ക് എന്താണ് ചാപ്റ്റർ 13 നോക്കാം. എ CA cannot respond to a tender for service that are exclusively reserved for chartered accountants such as audit and attestation service. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു CAക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല ടു ടെൻഡേഴ്സ് ഫോർ സർവീസ് ദാറ്റ് ആർ എക്സ്ക്ലൂസീവ്ലി റിസർവ്ഡ് ഫോർ CA. അപ്പോൾ CAക്ക് എന്താണ് എക്സ്ക്ലൂസീവ്ലി CAസിന് മാത്രം എക്സ്ക്ലൂസീവ്ലി റിസർവ് ചെയ്തിട്ടുള്ള ടെൻഡേഴ്സിലേക്ക് എന്താണ് CAക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിനൊരു എക്സെപ്ഷൻ ഉണ്ട്. എന്താ വെച്ചാൽ
ഇഫ് ദ മിനിമം ഫീ ഈസ് മെൻഷൻഡ് ഇൻ ദ ടെൻഡർ സി എ ക്യാൻ റെസ്പോണ്ട്. അപ്പോൾ ഒരു മിനിമം ഫീ മെൻഷൻ ചെയ്യുകയാണ്, ടെൻഡറിൽ മിനിമം ഫീസ് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, സി എസിന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. ഇഫ് ദ ടെൻഡർ ഈസ് ഓപ്പൺ ടു അതർ പ്രൊഫഷണൽ, മറ്റ് പ്രൊഫഷണൽസിനും എന്താണ് ഈ ഒരു ടെൻഡർ ഓപ്പൺ ആണെങ്കിൽ എന്ന് വെച്ചാൽ ജസ്റ്റ് സി എസിന് മാത്രമല്ലെങ്കിൽ ദിസ് റെസ്ട്രിക്ഷൻ ഡസ് നോട്ട് അപ്ലൈ, ഈ ഒരു റെസ്ട്രിക്ഷൻ എന്താണ് അപ്ലൈ ആവില്ല. അപ്പോൾ സി എക്ക് മാത്രമുള്ള ടെൻഡർ ആണെങ്കിൽ എന്താണ് സി എക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല ടെൻഡറിന്. പക്ഷേ മിനിമം ഫീ ആ ടെൻഡറിൽ പറയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. അതൊരു എക്സെപ്ഷനാണ്. അതേമാതിരി തന്നെ മറ്റ് അതർ പ്രൊഫഷണൽസിനും എന്താണ് ആ ഒരു ടെൻഡറിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ റെസ്ട്രിക്ഷൻ അപ്ലൈ ആവില്ല. സോ അതാണെന്ത് 13ാമത്തെ ചാപ്റ്റർ. ഇനി 14ാമത്തെ ചാപ്റ്ററാണ്. 14ാമത്തെ ചാപ്റ്റർ വെച്ചാൽ യുണീക്ക് ഡോക്യുമെൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അഥവാ UDIN ഗൈഡ് ലൈൻസ്. സോ UDIN ഗൈഡ് ലൈൻസ് ആണ്. ദ ICAI ഇൻട്രൊഡ്യൂസ്ഡ് UDIN ടു പ്രിവെൻറ്റ് ഫേക്ക് സർട്ടിഫിക്കേഷൻ ആൻഡ് അൺഓതറൈസ്ഡ് അറ്റസ്റ്റേഷൻ. അപ്പോൾ ഫേക്ക് സർട്ടിഫിക്കേഷനും അതേമാതിരി തന്നെ അൺഓതറൈസ്ഡ് അറ്റസ്റ്റേഷനും എന്താണ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്, UDIN കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് CA മസ്റ്റ് ജനറേറ്റ് UDIN ഫോർ, അപ്പോൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് UDIN ജനറേറ്റ് ചെയ്യേണ്ടത് ഒരു CA ഫോർ ഓൾ സർട്ടിഫിക്കറ്റ് ഫ്രം 1st January 2019. അപ്പോൾ 2019 ഫെബ്രുവരി 1 മുതൽ എന്ത് വേണം, എല്ലാ സർട്ടിഫിക്കറ്റ്സിനും UDIN അപ്ലിക്കബിൾ ആണ്. എല്ലാ സർട്ടിഫിക്കറ്റ്സിനും എന്ത് കൊടുക്കണം, UDIN കൊടുക്കണം. ആൻഡ് GST ഓഡിറ്റ് റിപ്പോർട്ട്, GST ഓഡിറ്റ് റിപ്പോർട്ടിനും എന്ത് കൊടുക്കണം, UDIN കൊടുക്കണം. അത് ഏത് മുതലാണ് തുടങ്ങിയിട്ടുള്ളത്, ഏപ്രിൽ മുതലാണ് അത് തുടങ്ങിയിട്ടുള്ളത്. ആൻഡ് അതർ ഓഡിറ്റ് അഷുറൻസ് ആൻഡ് അറ്റസ്റ്റേഷൻ ഫംഗ്ഷൻ, അപ്പോൾ മറ്റ് ഓഡിറ്റ് അഷുറൻസ് ആൻഡ് അറ്റസ്റ്റേഷൻ ഫംഗ്ഷൻ എപ്പോഴാണ് തുടങ്ങിയിട്ടുള്ളത്, 1st July 2019 മുതൽ. സോ അതാണ് UDIN ഗൈഡ് ലൈൻസ്. ദെൻ ചാപ്റ്റർ 15 ആണ്. ചാപ്റ്റർ 15 ഗൈഡ് ലൈൻസ് ഫോർ നെറ്റ്വർക്കിങ്സ്. അപ്പോൾ നെറ്റ്വർക്കിങ്ങിൻ്റെ ഗൈഡ് ലൈൻസ് ആണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ എൻഹാൻസിങ് പ്രൊഫഷണൽ സർവീസ് ത്രൂ നെറ്റ്വർക്ക്സ്. അപ്പോൾ നെറ്റ്വർക്കുകൾ വഴി എന്താണ് പ്രൊഫഷണൽ സർവീസ് എൻഹാൻസ് ചെയ്യുക, അതിൻ്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുക. ഫേംസ് ഓഫൺ ഫോം ലാർജർ സ്ട്രക്ചർ ടു എൻഹാൻസ് ദെയർ എബിലിറ്റി ടു പ്രൊവൈഡ് പ്രൊഫഷണൽ സർവീസ്. അപ്പോൾ പ്രൊഫഷണൽ സർവീസ് എന്താണ് പ്രൊവൈഡ് ചെയ്യാനുള്ള എബിലിറ്റി എൻഹാൻസ് ചെയ്യാൻ എന്ത് ചെയ്യും, ലാർജർ ആയിട്ടുള്ള വലിയ സ്ട്രക്ചറിലായിരിക്കും ചില ഫേമുകൾ ഓപ്പറേറ്റ് ചെയ്യുക. വെദർ ദീസ് സ്ട്രക്ചർ ക്രിയേറ്റ്സ് എ നെറ്റ്വർക്ക്, ചിലപ്പം ആ ഒരു സ്ട്രക്ചർ എന്താണ് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യും. ഡിപ്പെൻഡ്സ് ഓൺ സ്പെസിഫിക് കണ്ടീഷൻസ്, ചില കണ്ടീഷൻസിൻ്റെ ഡിപ്പെൻസിൽ. സോ നമുക്കിതിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ വെച്ചാൽ ഫസ്റ്റ് ഡെഫിനിഷൻ ഓഫ് എ നെറ്റ്വർക്ക്, നെറ്റ്വർക്കിൻ്റെ ഡെഫിനിഷൻ. എ നെറ്റ്വർക്ക് എക്സിസ്റ്റ് വെൻ എ ഫേം കോഓപ്പറേറ്റ് ഇൻ എ സ്ട്രക്ചേർഡ് മാനർ. ഒരു സ്ട്രക്ചേർഡ് മാനറിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഫേം ആണെങ്കിൽ അവിടെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാവും. സോ എ നെറ്റ്വർക്ക് എക്സിസ്റ്റ് വെൻ എ ഫേംസ് ഓപ്പറേറ്റ്, ഫേമുകൾ തമ്മിൽ ഒരുപാട് ഫേമുകൾ തമ്മിൽ എന്താണ് കോഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാവും. ദിസ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദർ ലീഗൽ സെപ്പറേഷൻ. ഇപ്പോൾ ഓരോ ഫേമും ഓരോ ലീഗൽ, ഇപ്പോൾ ഒന്ന് പാർട്ണർഷിപ്പാണ്, ഒന്ന് എന്താണ് സോൾ പ്രൊപ്പറേറ്റർ ആണ്, ഒന്ന് കമ്പനിയാണ്. പക്ഷേ ഇവരെല്ലാം എന്താണ് കണക്റ്റഡ് ആണെങ്കിൽ, എന്തെങ്കിലും കോഓപ്പറേഷൻ അവർ തമ്മിലുണ്ടെങ്കിൽ എന്താണ് അവിടെ ഒരു നെറ്റ്വർക്ക് ഉണ്ട്. അതിന് അവരുടെ ലീഗൽ സെപ്പറേഷൻ അവിടെ ബാധകമല്ല. ദെൻ കീ ഫാക്ടേഴ്സ് ടു ഡിറ്റർമൈൻ എ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്ക് ഡിറ്റർമൈൻ ചെയ്യാനുള്ള കീ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? റിഫറൽ ഓഫ് വർക്ക്. ഇഫ് എ സ്ട്രക്ചർ ഓൺലി ഫെസിലിറ്റേറ്റ് വർക്ക് റിഫറൽ, അപ്പോൾ ഒരു സ്ട്രക്ചർ എന്താണ് ഒരു വർക്ക് റിഫറൽ മാത്രമാണ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് കൺസിഡേർഡ് എ നെറ്റ്വർക്ക്, അതൊരു നെറ്റ്വർക്കായിട്ട് കൺസിഡർ ചെയ്യില്ല. എക്സാമ്പിൾ എ ഫേം റിഫറിങ് എ ക്ലയൻറ്റ് ടു അനദർ. അപ്പോൾ ഒരു ക്ലയൻറ്റിനെ, ഒരു ഫേം എന്താണ് അവരുടെ ഒരു ക്ലയൻറ്റിനെ മറ്റൊരു ഫേമിന് റിഫർ ചെയ്ത് കൊടുത്താൽ വിത്തൗട്ട് എ ഷെയർഡ് റിസോഴ്സ്, ഒരു നമ്മൾ എന്താണ് അവർ തമ്മിലൊരു റിസോഴ്സുകളൊന്നും ഷെയർ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും ഒരു ക്ലയൻറ്റിനെ എന്താണ് മറ്റൊരു ഫേമിലേക്ക് റിഫർ ചെയ്താൽ അതെന്തല്ല, അതൊരു നെറ്റ്വർക്ക് അല്ല. ദെൻ കോഓപ്പറേഷൻ. ഈ ഫേം ഷെയർസ് എ ബ്രാൻഡ് നെയിം, ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റം ഓർ പ്രൊഫഷണൽ റിസോഴ്സ്. അപ്പോൾ ഒരു എന്തൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്? ബ്രാൻഡ് നെയിം, ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റം ആൻഡ് പ്രൊഫഷണൽ സർവീസസ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ ദേ ഫോം എ നെറ്റ്വർക്ക്, അതൊരു നെറ്റ്വർക്കാണ്. എക്സാമ്പിൾ മൾട്ടിപ്പിൾ ഫേംസ് യൂസിങ് ദ സെയിം ഓഡിറ്റ് മെത്തഡോളജി ആൻഡ് ട്രെയിനിങ് സിസ്റ്റംസ്. ദെൻ റീസണബിൾ തേർഡ് പാർട്ടി പെർസ്പെക്റ്റീവ്. If an informed outsider would reasonably conclude that the firms are associated. അപ്പോൾ ഒരു തേർഡ് പാർട്ടി, ഈ രണ്ട് ഫേമും അല്ലാതെ ഒരു വേറെ ഫേം പറയാണ്, അവർ കൺക്ലൂഡ് ചെയ്യണം എന്ത്, ഇവർ രണ്ട് പേരും നെറ്റ്വർക്കാണ്, അസോസിയേറ്റ് ആണ് എന്ന് പറയുകയാണെങ്കിൽ അതെന്താണ്, അവരൊരു നെറ്റ്വർക്കാണ്. സോ
it is a network. Example, if two firms advertise under a single brand name, ഒരു സിംഗിൾ ബ്രാൻഡ് നെയിമിൻ്റെ അണ്ടറിൽ നിന്നാണ് രണ്ട് ഫേമുകൾ അഡ്വർടൈസ് ചെയ്യുകയാണെങ്കിൽ ദേ മൈറ്റ് ബി പെർസീവ്ഡ് ആസ് എ നെറ്റ്വർക്ക്. സോ അതാണെന്ത് കീ ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് എ നെറ്റ്വർക്ക്. ദെൻ അടുത്ത വെച്ചാൽ കണ്ടീഷൻസ് ഫോർ എ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്ക് ആവാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്? പ്രോഫിറ്റ് ഓർ കോസ്റ്റ് ഷെയറിങ്. ഒന്നുകിൽ പ്രോഫിറ്റോ അല്ലെങ്കിൽ കോസ്റ്റോ ഷെയർ ചെയ്യണം. ഇഫ് എ ഫേം ഷെയർ പ്രോഫിറ്റ് ഓർ കോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു പ്രോഫിറ്റോ കോസ്റ്റോ ഷെയർ ചെയ്യുകയാണെങ്കിൽ ദേ ആർ എ നെറ്റ്വർക്ക്. ഓക്കെ. ഹവർ മൈനർ കോസ്റ്റ് ഷെയറിങ്, എക്സാമ്പിൾ ജോയിൻറ്റ് ട്രെയിനിങ് കോസ്റ്റ് ഡസ് നോട്ട് ക്രിയേറ്റ് എ നെറ്റ്വർക്ക്. ഒരു മൈനർ കോസ്റ്റ് ഷെയറിംഗ് ആണെന്നും അത് നെറ്റ്വർക്കായിട്ട് കൺസിഡർ ചെയ്യില്ല. സിഗ്നിഫിക്കൻ്റ് ആയിരിക്കണം, എന്ത് പ്രോഫിറ്റ് ആണെങ്കിലും കോസ്റ്റ് ആണെങ്കിലും അത് ഷെയർ ചെയ്തത്. ദെൻ ഓണർഷിപ്പ്, കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ്. ഇഫ് എ ഫേം ഷെയർ ഓണർഷിപ്പ് ഓർ മാനേജ്മെൻറ്റ്, ഓണർഷിപ്പോ മാനേജ്മെൻറ്റ് ഒരു ഫേം ഷെയർ ചെയ്യുകയാണെങ്കിൽ, എന്തൊക്കെയാണ് നേരത്തെ പ്രോഫിറ്റും കോസ്റ്റും വരുന്നത്, ഇപ്പോൾ ഓണർഷിപ്പും മാനേജ്മെൻറ്റാണ്, അത് ഷെയർ ചെയ്യുകയാണെങ്കിൽ ദേ ഫോം എ നെറ്റ്വർക്ക്. എക്സാമ്പിൾ എ കോമൺ ബോർഡ് മാനേജിങ് മൾട്ടിപ്പിൾ ഫേംസ്. ദെൻ ക്വാളിറ്റി കൺട്രോൾ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അപ്പോൾ എ ഫേം ഫോളോ എ ഷെയർഡ് സിസ്റ്റം ഓഫ് ക്വാളിറ്റി കൺട്രോൾ. ഷെയർ ചെയ്യുന്ന സിസ്റ്റം ഓഫ് ക്വാളിറ്റി കൺട്രോൾ ആണുള്ളതെങ്കിൽ, അതാണ് ഒരു ഫേം ഫോളോ ചെയ്യുന്നതെങ്കിൽ ദേ ആർ നെറ്റ്വർക്ക്. അപ്പോൾ ഫസ്റ്റ് എന്തായിരുന്നു ഷെയർ ചെയ്തത്? പ്രോഫിറ്റും കോസ്റ്റും. രണ്ടാമത്തത് ഓണർഷിപ്പും മാനേജ്മെൻറ്റും. മൂന്നാമത്തെ വെച്ചാൽ ക്വാളിറ്റി കൺട്രോൾ പോളിസീസ് ആൻഡ് പ്രൊസീജിയറാണ് ഷെയർ ചെയ്യുന്നത്. അത് ഷെയർ ആണെങ്കിൽ നെറ്റ്വർക്കാണ്. എ ഫേം യൂസിങ് ദ സെയിം ഓഡിറ്റ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അക്രോസ് ഓൾ ബ്രാഞ്ചസ് ആണെങ്കിൽ എന്താണ്? നെറ്റ്വർക്കാണ്. ദെൻ കോമൺ ബിസിനസ് സ്ട്രാറ്റജി. ഇഫ് എ ഫേം അഗ്രീസ് ടു എ കോമൺ സ്ട്രാറ്റജി, ഒരു കോമൺ സ്ട്രാറ്റജിയാണ് ഒരു ഫേമിനുള്ളെങ്കിൽ, ഒന്നിലധികം ഫേംസിന് കോമൺ സ്ട്രാറ്റജീസ് ആണുള്ളെങ്കിൽ എന്താണ്? നെറ്റ്വർക്കാണ്. ഇതെന്താ അപ്പോൾ എന്താണ് ഷെയർ ചെയ്യുന്നത്? കോമൺ സ്ട്രാറ്റജിയാണ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്, കോമൺ സ്ട്രാറ്റജി. ഫേംസ് കൊളാബറേറ്റിംഗ് ടു എൻ്റർ എ ന്യൂ മാർക്കറ്റ് ടുഗദർ. ദെൻ കോമൺ ബ്രാൻഡ് നെയിം. ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് എന്താണ്? ബ്രാൻഡ് നെയിമാണ്. യൂസിങ് എ കോമൺ നെയിം, ഇനീഷ്യൽസ് ഓർ ലോഗോ, അതെന്താണ്? അതും ഒരു നെറ്റ്വർക്കാണ്. എക്സാമ്പിൾ ഫേം യൂസിങ് ഓപ്പറേറ്റിംഗ് അണ്ടർ XYZ ആൻഡ് അഫിലിയേഷൻസ്. ദെൻ ഷെയർഡ് പ്രൊഫഷണൽ റിസോഴ്സുകൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ, ലൈക്ക് കോമൺ ഇൻഫർമേഷൻ സിസ്റ്റം, ഷെയർ ക്ലയൻറ്റ് ഡാറ്റ, ബില്ലിംഗ് ആൻഡ് റെക്കോർഡ് കീപ്പിംഗ് സോഫ്റ്റ്വെയർ. ദെൻ ഷെയർ സ്റ്റാഫ് ഓർ പാർട്ട്നേഴ്സിനെയോ സ്റ്റാഫിനെയോ ഷെയർ ചെയ്യുന്നത്. ഈ ഫേം ഷെയർ എംപ്ലോയീസ് അക്രോസ് എൻഗേജ്മെൻ്റ് ആണെങ്കിൽ അതും എന്താണ്? ഷെയർഡ് പ്രൊഫഷണൽ റിസോഴ്സ് ആണ്. ദെൻ ടെക്നിക്കൽ കൺസൾട്ടേഷൻ ടീംസ് ആണ്. എ ജോയിൻറ്റ് ടീം അഡ്വർടൈസിങ് ഓൾ ഫേംസ്. ഒരു ജോയിൻറ്റ് ടീം എന്ത് ചെയ്യുന്നത്? എല്ലാ ഫേമുകളെയും അഡ്വർടൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്? അതും ഒരു നെറ്റ്വർക്കാണ്. ദെൻ ഓഡിറ്റ് മെത്തഡോളജി, ലൈക്ക് എ സ്റ്റാൻഡേർഡ് ഓഡിറ്റിംഗ് പ്രോസസ് അക്രോസ് ഫേംസ്. എല്ലാ ഫേംസിലും എന്തുണ്ട്? ഒരു സ്റ്റാൻഡേർഡ് ഓഡിറ്റ് പ്രോസസ്സ് ഉണ്ടെങ്കിൽ അതും ഒരു നെറ്റ്വർക്കാണ്. ദെൻ ട്രെയിനിങ് കോഴ്സസ് ആൻഡ് ഫെസിലിറ്റീസ്. ഇഫ് എ ഫേം ജോയിൻ്റ്ലി കണ്ടക്ട് എംപ്ലോയി ട്രെയിനിങ്, ഒന്നിലധികം ഫേംസുകൾ എന്താണ്? ജോയിൻ്റ് ആയിട്ടാണ് ഒരു ട്രെയിനിങ് കൊടുക്കുന്നത് എംപ്ലോയീസിന്, അതും ഒരു നെറ്റ്വർക്കായിട്ട് അവരെ കൺസിഡർ ചെയ്യും. ഒരു പ്രൊഫഷണൽ റിസോഴ്സാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇഫ് എ ഫേം ഓൺലി ഷെയർ ഓഡിറ്റ് മെത്തഡോളജി ഓർ ട്രെയിനിങ്, ഓഡിറ്റ് മെത്തഡോളജിയോ ട്രെയിനിങ്ങോ മാത്രമാണ് അവർ ഷെയർ ചെയ്യുന്നതെങ്കിൽ ദേ ആർ നോട്ട് നെസസറിലി എ നെറ്റ്വർക്ക്. അവരൊരു നെറ്റ്വർക്ക് നമ്മൾ കൺസിഡർ ചെയ്യില്ല. അവർ ഇഫ് ദേ ഷെയർ പീപ്പിൾ ഓർ ക്ലയൻറ്റ് ഡാറ്റ, പീപ്പിളോ അല്ലെങ്കിൽ ക്ലയൻറ്റ് ഡാറ്റയോ അവർ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ദേ ആർ എ നെറ്റ്വർക്ക്. സോ അതാണ് കണ്ടീഷൻസ് ഫോർ എ നെറ്റ്വർക്ക്. ദെൻ ഫോംസ് ഓഫ് എ നെറ്റ്വർക്ക്. എന്തൊക്കെ രീതിയിലുള്ള നെറ്റ്വർക്കുകളാണുള്ളത്? ഒന്ന് മ്യൂച്വൽ എൻറ്റിറ്റി, പാർട്ണർഷിപ്പ് ഫേം, ലിമിറ്റഡ് ലയബിലിറ്റി, കമ്പനി ഫോം, സോൾ പ്രാക്ടീഷണർ ഓർ പ്രൊപ്രൈറ്റർ. ദെൻ ഫേം ക്യാൻ ജോയിൻ ഓൺലി വൺ നെറ്റ്വർക്ക്. സോ മ്യൂച്വൽ എൻറ്റിറ്റി എന്നാണ് എ ഫെസിലിറ്റേറ്റർ വിത്തൗട്ട് എൻഗേജിങ് എ പ്രൊഫഷണൽ പ്രാക്ടീസ്. ഒരു പ്രൊഫഷണൽ പ്രാക്ടീസ് ഇല്ലാതെ ഒരു എൻഗേജ് ചെയ്യുക ഫെസിലിറ്റേറ്റർ. ദെൻ പാർട്ണർഷിപ്പ് എന്ന് വെച്ചാൽ ലിമിറ്റഡ് ടു 20 പാർട്ണേഴ്സ്, 20 പാർട്ണർ ലിമിറ്റിൽ എന്താണ് നമ്മളൊരു നെറ്റ്വർക്ക്. ദെൻ ലിമിറ്റഡ് ലയബിലിറ്റി പറഞ്ഞാൽ മസ്റ്റ് കംപ്ലൈ വിത്ത് CA ആക്ട് ആൻഡ് ലോ. കമ്പനി ഫോം എന്ന് വെച്ചാൽ റിക്വയർ ICA ഗൈഡ്ലൈൻസ് ഫോർ കോർപ്പറേറ്റ് പ്രാക്ടീസ്. ദെൻ സോൾ പ്രാക്ടീഷണർ ഓർ പ്രൊപ്രൈറ്റർ എന്ന് വെച്ചാൽ ക്യാൻ ബി പാർട്ട് ഓഫ് എ നെറ്റ്വർക്ക്. ആൻഡ് ഫേം ക്യാൻ ജോയിൻ ഓൺലി വൺ നെറ്റ്വർക്ക് വെച്ചാൽ ഫേംസ് വിത്ത് കോമൺ പാർട്ണർ മസ്റ്റ് ഓൾസോ ജോയിൻ ഓൺലി വൺ നെറ്റ്വർക്ക്. ദെൻ അപ്രൂവൽ ഓഫ് നെറ്റ്വർക്ക് നെയിം. നെറ്റ്വർക്ക് നെയിമിൻ്റെ അപ്രൂവൽ ബൈ ICA റിക്വയർഡ് എന്ന് വെച്ചാൽ ICAയിൽ നിന്നും അപ്രൂവൽ വേണം ഒരു നെറ്റ്വർക്കിൻ്റെ പേര്. എക്സാമ്പിൾ XYZ ആൻഡ് അഫിലിയേഷൻ ഈസ് അക്സെപ്റ്റബിൾ, XYZ ആൻഡ് കോ ഈസ് നോട്ട്. അതാണ് അഫിലിയേഷൻ, അങ്ങനത്തെ അക്സെപ്റ്റബിൾ ആണ്, പക്ഷേ ഇത് എന്താണ്? അക്സെപ്റ്റബിൾ അല്ല. റെഗുലേഷൻ 190 ഓഫ് CA റെഗുലേഷൻ 1988 അപ്ലൈസ്. അപ്പോൾ റെഗുലേഷൻ 190 ആണ് ഇവിടെ അപ്ലൈ ആവുന്നത്. ICA ക്യാൻ റിജക്റ്റ് അൺഡിസൈറബിൾ നെയിംസ് എന്ത് ചെയ്യാൻ പറ്റും? ICAക്ക് റിജക്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ അപ്രൂവ് ഡസ് നോട്ട്
ഗ്രാൻഡ് പ്രാക്ടീസ് റൈറ്റ്. അപ്പോൾ ഈ ഒരു പേര് അപ്രൂവ് ചെയ്യുന്നത് എന്താണ്? അതൊരു പ്രാക്ടീസ് റൈറ്റ് അപ്രൂവൽ അല്ല, പേര് മാത്രമേ അപ്രൂവ് ചെയ്യുന്നുള്ളൂ. ദെൻ രജിസ്ട്രേഷൻ ഓഫ് നെറ്റ്വർക്ക് ഇൻ ഇന്ത്യ. നെയിം റിസർവേഷൻ വൺസ് അപ്രൂവ്ഡ്. പേര് അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ മുന്നേ പറഞ്ഞാൽ പേര് അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ ദ നെയിം ഈസ് റിസർവ്ഡ് ഫോർ 3 months. 3 മാസത്തേക്ക് എന്ത് ചെയ്യും? പേര് റിസർവ് ചെയ്യും. മാൻഡേറ്ററി രജിസ്ട്രേഷൻ വിത്ത് IC ആയിട്ട് അത് മാൻഡേറ്ററി രജിസ്റ്റർ ചെയ്യണം. ആൻഡ് നെറ്റ്വർക്ക് ലിങ്ക്സ് ടു എ മൾട്ടിനാഷണൽ ഫേം വിൽ ബി കൺസിഡേർഡ് എ നെറ്റ്വർക്ക്. ഒരു മൾട്ടിനാഷണൽ ഫേമുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നെറ്റ്വർക്ക് ആണെങ്കിൽ അതും എന്ത് ചെയ്യും? ഒരു നെറ്റ്വർക്കായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുക. പേര് 3 മാസത്തേക്ക് റിസർവ് ചെയ്യും. ആ 3 മാസത്തിനുള്ള എന്ത് ചെയ്യണം? ICൻ്റെ അടുത്ത് രജിസ്റ്റർ ചെയ്യണം. ദെൻ ലിസ്റ്റിംഗ് ഓഫ് നെറ്റ്വർക്ക് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യൻ ഫേംസ് പാർട്ണറിംഗ് വിത്ത് ഫോറിൻ എൻറ്റിറ്റീസ് മസ്റ്റ് ഡിക്ലെയർ ഫോം D വിത്തിൻ 30 days. അപ്പോൾ ഒരു ഇന്ത്യൻ ഫേം എന്താണ്? ഒരു ഫോറിൻ എൻറ്റിറ്റി ആയിട്ട് പാർട്ണറിങ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അവർ ഫോം D ഡിക്ലെയർ ചെയ്യണം. എത്ര ദിവസത്തിനുള്ളിൽ? 30 ദിവസത്തിനുള്ളിൽ വേണം അവർ ഫോം D ഡിക്ലെയർ ചെയ്യാൻ. ഓൺലി 1 നെറ്റ്വർക്ക് അലൗഡ് പെർ ഫേം. അപ്പോൾ ഒരു നെറ്റ്വർക്ക് മാത്രമേ ഒരു ഫേമിന് അപ്പോൾ അലൗ ചെയ്യുള്ളൂ, ഈവൻ ഫോർ ഇൻ്റർനാഷണൽ നെറ്റ്വർക്ക്. Then changes in registered network. Any change in network constitute must be reported in Form C. അപ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ച് നെറ്റ്വർക്കിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? Form C പ്രകാരം റിപ്പോർട്ട് ചെയ്യണം വിത്തിൻ സെയിം ഡേയ്സ് തന്നെ, 30 days. ദെൻ എത്തിക്കൽ കംപ്ലയൻസ് ഫോർ നെറ്റ്വർക്കിൻ്റെ എത്തിക്കൽ കംപ്ലയൻസ്. സോ എത്തിക്കൽ കംപ്ലയൻസ് ആണ് internal audit restriction. If one firm in the network is the statutory auditor, no associated firm can do the internal audit or bookkeeping for the same client. അപ്പോൾ ഒരു നെറ്റ്വർക്കിലെ ഒരു ഫേം എന്ന് വെച്ചാൽ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ആണെങ്കിൽ അതേ നെറ്റ്വർക്കിലെ മറ്റൊരു കമ്പനിയും അതേ സെയിം ക്ലയൻറ്റിൻ്റെ ഇൻറ്റേർണൽ ഓഡിറ്ററോ അല്ലെങ്കിൽ ബുക്ക് കീപ്പിങ്ങോ ചെയ്യാൻ പാടില്ല. ഓക്കെ, അതൊരു എത്തിക്കൽ കംപ്ലയൻസ് ഫോളോ ചെയ്യണം. ദെൻ നോൺ ഓഡിറ്റ് ഫീ സീലിംഗ് എന്ന് വെച്ചാൽ ഇഫ് എ നെറ്റ്വർക്ക് ഫേം ഇസ് എ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ, ആ ഒരു നെറ്റ്വർക്കിലെ ഒരു ഫേം സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ആണെങ്കിൽ ദ അതർ നെറ്റ്വർക്ക് ഫേം കനോട്ട് ഏൺ മോർ ദാൻ 3 times ദ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഫീ ഫ്രം ദ സെയിം ക്ലയൻറ്റ്. അപ്പോൾ എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററാണ് ഒരു നെറ്റ്വർക്ക്, ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററാണ് ഒരു ക്ലയൻറ്റിൻ്റെ. ആ ക്ലയൻറ്റിൽ നിന്നും ആ നെറ്റ്വർക്കിലെ മറ്റ് ഒരു ഫേംസും ഈ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ വാങ്ങുന്ന ഫീൻ്റെ 3 മടങ്ങിനെക്കാട്ടും കൂടുതൽ വാങ്ങാൻ പാടില്ല. അത് ഒരു കംപ്ലയൻസ് ആണ്. ദെൻ ഫേമിൻ്റെ റൊട്ടേഷൻ റൂൾ. ഇഫ് റെഗുലേഷൻ റിക്വയർസ് ഫേം റൊട്ടേഷൻ പറയുകയാണെങ്കിൽ നോ അതർ ഫേം ഇൻ ദ നെറ്റ്വർക്ക്, ആ ഒരു നെറ്റ്വർക്കിലെ ഒരു ഫേംസും എന്ത് ചെയ്യാൻ പാടില്ല? ക്യാൻ ബി അപ്പോയിൻറ്റഡ് ആസ് എ റീപ്ലേസ്മെൻറ്റ് ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പാടില്ല അവരെ. ദെൻ ലിമിറ്റഡ് അഡ്വർടൈസ്മെൻറ്റ് ലിമിറ്റ് ചെയ്യണം. ദ നെറ്റ്വർക്ക് മേ ബി അഡ്വർടൈസ് വിത്തിൻ ICA ഗൈഡ്ലൈൻസ് പ്രകാരം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ആ നെറ്റ്വർക്കിനെ അഡ്വർടൈസ് ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് ഫേംസ് മേ മെൻഷൻ നെറ്റ്വർക്ക് ഫേംസ് ഓൺ സ്റ്റേഷനറി. ഓൾ നെറ്റ്വർക്ക് ഫേംസ് മസ്റ്റ് ഫോളോ ICA എത്തിക്കൽ സ്റ്റാൻഡേർഡ്. എല്ലാ ഫേംസും, ആ നെറ്റ്വർക്കിലുള്ള എല്ലാ ഫേംസും എന്ത് ഫോളോ ചെയ്യണം? ICA എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യണം. Then client consent and public notice. Once a network is registered with ICAൻ്റെ അടുത്ത് ഒരു നെറ്റ്വർക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് എ പബ്ലിക് ഇൻഫർമേഷൻ. അതൊരു പബ്ലിക് ഇൻഫർമേഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ആൻഡ് ക്ലയൻറ്റ് കൺസെൻറ്റ് ഈസ് അസ്യൂംഡ്. ദെൻ ഫ്രെയിംവർക്ക് ഫോർ ഇൻറ്റേർണൽ ബൈ ലോ ഓഫ് എ നെറ്റ്വർക്ക്. നെറ്റ്വർക്ക് മസ്റ്റ് ക്രിയേറ്റ് ഇൻറ്റേർണൽ റൂൾസ്. നെറ്റ്വർക്കുകൾ എന്ത് ചെയ്യണം? ഇൻറ്റേർണൽ റൂൾസ് ക്രിയേറ്റ് ചെയ്യണം ഫോർ എഫിഷ്യൻറ്റ് ഓപ്പറേഷൻ. ദീസ് ഷുഡ് കവർ മാനേജിങ് കമ്മിറ്റി അപ്പോയിൻമെൻറ്റ്. എന്ന് വെച്ചാൽ ഇതിലെന്താ കാരണം? കമ്മിറ്റി അപ്പോയിൻമെൻറ്റ് മാനേജ് ചെയ്യുന്നതും ഇതിൽ പെടും. എന്ന് വെച്ചാൽ എല്ലാ നെറ്റ്വർക്കും എന്ത് ചെയ്യണം? ഒരു ഇൻറ്റേർണൽ റൂൾസ് ക്രിയേറ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? എഫിഷ്യൻറ്റ് ഓപ്പറേഷന് വേണ്ടിയിട്ട്. ദീ ഷുഡ് കവർ മാനേജിങ് കമ്മിറ്റി അപ്പോയിൻമെൻറ്റ്. ഡിഫൈൻസ് ലീഡർഷിപ്പ് അമംഗ് പാർട്ണർ. ഓരോ പാർട്ണേഴ്സ് നമ്മളുടെ ലീഡർഷിപ്പ് അതെന്താണ്? ഇത് കവർ ചെയ്യണം. ദെൻ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേഷൻ കവർ ചെയ്യണം. മെമ്പർഷിപ്പ് ഫീസ് കവർ ചെയ്യണം. ദെൻ എൻഗേജ്മെൻറ്റ് പാർട്ണർ റോൾ, ഓരോ എൻഗേജ്മെൻറ്റ് പാർട്ണർ റോള് എന്ന് വെച്ചാൽ അസൈൻസ് റെസ്പോൺസിബിലിറ്റീസ് ഫോർ അസൈൻമെൻറ്റ്. ദെൻ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ത്രൂ ആർബിട്രേഷൻ. എന്താണ്? റെസൊല്യൂഷൻ ഡിസ്പ്യൂട്ട് ചെയ്യണം ത്രൂ ആർബിട്രേഷൻ. ആൻഡ് ദെൻ ട്രെയിനിങ് മെറ്റീരിയൽ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയുള്ള ട്രെയിനിങ് കൊടുക്കണം.
ഇതൊക്കെ എന്ത് ചെയ്യണം, ഇത് ഇവർ ഇങ്ങനത്തെ ഒരു ഇൻറ്റേർണൽ റൂൾസ്, ഇതിന് എല്ലാത്തിനും വേണ്ട ഇൻറ്റേർണൽ റൂൾസ് എന്താണ് എല്ലാ നെറ്റ്വർക്കിലും വേണം. ദെൻ ന്യൂസ് ലെറ്റർ ഓഫ് സ്റ്റാഫ് ആൻഡ് ക്ലയൻറ്റ്, സ്റ്റാഫിനും ക്ലയൻസിനും വേണ്ടി ന്യൂസ് ലെറ്റേഴ്സ് വേണം. കോമൺ സോഫ്റ്റ്വെയർ ഫോർ അസൈൻമെൻറ്റ്സ് വേണം. ഷെയർഡ് ഡാറ്റാബേസ് ഫോർ അസൈൻമെൻറ്റ്സ് വേണം. ലൈബ്രറി ആൻഡ് റിസോഴ്സ് ഷെയറിംഗ്. ടെക്നിക്കൽ ഡയറക്ടർ ഫോർ ഗൈഡൻസ്. മെത്തേഡ് ഫോർ ഷെയറിംഗ് റിസോഴ്സ് അക്രോസ് ഫേം, എന്ന് വെച്ചാൽ ഓരോ ഫേംസ് തമ്മിൽ എന്താണ് ഒരു റിസോഴ്സ് ഷെയർ ചെയ്യുന്നുണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഡിസ്കസ് ചെയ്തല്ലോ, അതിൻ്റെ മെത്തേഡ്, അതിന് റൂള് വേണം. ദെൻ കോമ്പൻസേഷൻ പ്ലാൻ ഫോർ റിസോഴ്സ് ഷെയറിംഗ്. പിയർ റിവ്യൂ പ്രോസസ് ഫോർ നെറ്റ്വർക്ക് ഫേംസ്. സോ അത്രയാണ് എന്ത് വേണ്ടത്, നമ്മളെ ഗൈഡൻസ്, ഒരു നെറ്റ്വർക്ക് ഗൈഡൻസ് വേണ്ടത്. ദെൻ ലോഗോ ഗൈഡ്, നമ്മളെ അത് കഴിഞ്ഞു. എന്ത്, നമ്മളെ ചാപ്റ്റർ 15 കഴിഞ്ഞു. ഇനി അടുത്ത വെച്ചാൽ ചാപ്റ്റർ 16 ആണ്, ലോഗോ ഗൈഡ് ലൈൻസ് ആണ്. ഗൈഡ് ലൈൻസ് ഫോർ യൂസിങ് ദ ന്യൂ CA ഇന്ത്യ ലോഗോ. അപ്പോൾ പുതിയ ലോഗോ വന്നിട്ടുണ്ടല്ലോ, CA എന്ന് എഴുതിയിട്ട് ഒരു ടിക്ക്, ഇപ്പോൾ ഈ എക്ക് പകരം എൻ്റെത് ഇവിടെ ഒരു ടിക്ക് മാറി വരും. പണ്ട് ജസ്റ്റ് ഇങ്ങനത്തെ ഒരു ബ്ലൂ കളർ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഇന്ത്യൻ്റെ ഫ്ലാഗിൻ്റെ ആ ഒരു കളർ പാറ്റേൺ ആണ് ഈ ഒരു ടിക്കിന് ഇപ്പോൾ ഉള്ളത്. സോ എന്താണ്, ഗൈഡ് ലൈൻസ് ഫോർ യൂസിങ് ന്യൂ CA ഇന്ത്യ ലോഗോ, അതിൻ്റെ ഗൈഡ് ലൈൻസ്. ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇഷ്യൂഡ് എ ന്യൂ ഗൈഡ് ലൈൻസ് ഇൻ 2023. അപ്പോൾ 2023 അത് വന്നിട്ടുള്ളത്. അപ്പോൾ പുതിയ ഗൈഡ് ലൈൻസും കൊണ്ടുവന്നു ഫോർ CA മെമ്പേഴ്സ് ഓൺ യൂസിങ് എ CA ഇന്ത്യ ലോഗോ. ദ ലോഗോ കൺസിസ്റ്റ്, അപ്പോൾ ലോഗോ എന്തൊക്കെയാണ് കൺസിസ്റ്റ് വെച്ചാൽ, ദ ലെറ്റർ CA എന്ന് പറയുന്ന ലെറ്റർ ഉണ്ടാവും ഇൻ ബ്ലൂ കളറിലാണ് അത് ഉണ്ടാവുക. ആൻഡ് എ ട്രൈ കളർ അപ്സൈഡ് ഡൗൺ ടിക്ക് മാർക്ക് ഓൺ എ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ് ഒരു ടിക്ക് മാർക്ക്, നിങ്ങൾക്കറിയാം ഞാൻ. സോ ഇതാണ് പുതിയ ലോഗോ. അപ്പോൾ എന്താ പറഞ്ഞത്, ആദ്യം അവർ പറഞ്ഞു CA എന്ന് എഴുതും. CA എന്തിലാണ് എഴുതുക, ബ്ലൂ കളറിലാണ് എഴുതുക. അതാണ് ഇത്, ബ്ലൂ കളറിൽ CA എഴുതിയിട്ട് ആ ഒരു ടിക്ക് മാർക്ക് 3 കളറുകളായിട്ട് വരും. ഒന്ന് ഇന്ത്യേൻ്റെ കൊടീൻ്റെ മാതിരി, സാഫ്രോൺ, വൈറ്റ് ആൻഡ് ഗ്രീൻ, ആൻഡ് താഴെ ഇന്ത്യ എന്നും എഴുതിയിട്ട്. ദ ബ്ലൂ കളർ ഈസ് ചോസൺ ബിക്കോസ് ഇറ്റ് റെപ്രസെൻറ്റ് ക്വാളിറ്റി സച്ച് ആസ് ക്രിയേറ്റിവിറ്റി. അപ്പോൾ ഒരു ക്വാളിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് ബ്ലൂ കളർ ചൂസ് ചെയ്തത്. അപ്പോൾ അതെന്താ വെച്ചാൽ, ക്വാളിറ്റി മീൻസ് ക്രിയേറ്റിവിറ്റി, ഇന്നോവേഷൻ, നോളേജ്, ഇൻറ്റഗ്രിറ്റി, ട്രസ്റ്റ്, ട്രൂത്ത്, സ്റ്റെബിലിറ്റി ആൻഡ് ഡെപ്ത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്ലൂ കളർ ചൂസ് ചെയ്തത്. ദ അപ്സൈഡ് ഡൗൺ ടിക്ക് മാർക്ക് ശരിക്കും CAക്കാർ യൂസ് ചെയ്യുന്ന ടിക്ക് മാർക്ക് ഈസ് എ സിമ്പിൾ കോമൺലി യൂസ്ഡ് ബൈ എ ചാർട്ടേഡ് അക്കൗണ്ട്. അപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ട് കോമൺലി യൂസ് ചെയ്തൊരു സിമ്പിളാണത്. കാരണം നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ, നമ്മളൊരു സാധനം വെരിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ടിക്ക് മാർക്ക് ഇങ്ങനെ ഇടുന്നതിന് പകരം CAക്കാർ, നമുക്കറിയാം ഓഡിറ്റ് ചെയ്ത ആൾക്കാരാണ് നമ്മളെല്ലാവരും. സോ ഇങ്ങനെയാണ് ടിക്ക് മാർക്ക് നമ്മൾ യൂസ് ചെയ്യാൻ നോർമലി. സോ അതിനെ സിമ്പിളൈസ് ചെയ്യാനാണ് നമ്മൾ അങ്ങനത്തെ അപ്സൈഡ് ഡൗൺ ടിക്ക് മാർക്ക് യൂസ് ചെയ്യുന്നത്. റെപ്രസെൻറ്റിങ് വിസ്ഡം ആൻഡ് പ്രൊഫഷണൽ വാല്യൂ, നമ്മളുടെ വിസ്ഡവും അതേമാതിരി തന്നെ പ്രൊഫഷണൽ വാല്യൂമാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ടിക്ക് മാർക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ ഇൻക്ലൂഷൻ ഓഫ് ഇന്ത്യ ഇൻ ദ ലോഗോ. ഇന്ത്യ എന്ന് പറഞ്ഞ വേർഡ് നമ്മൾ താഴെ കണ്ടല്ലോ നേരത്തെ, ആ ലോഗോന് താഴെ ഇന്ത്യ എന്ന് പറഞ്ഞ വേർഡ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല ലോഗോയിൽ. അപ്പോൾ ദ ന്യൂ വേർഡ് ഇന്ത്യ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ലോഗോ ടു എംഫസൈസ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കമ്മിറ്റ്മെൻറ്റ് ടു സെർവ് ദ ഇന്ത്യൻ എക്കണോമി ആൻഡ് ഇറ്റ്സ് ഇന്ത്യ ഫസ്റ്റ് അപ്രോച്ച്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ എക്കണോമിക്ക് എന്താണ് സെർവ് ചെയ്യുന്നത് സിമ്പിളൈസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്, ഇന്ത്യ എന്ന് പറഞ്ഞ വേർഡ് ഇപ്പോൾ ലോഗോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ദെൻ റൂൾ ഫോർ ലോഗോ യൂസേജ്. അപ്പോൾ ലോഗോ യൂസ് ചെയ്ത റൂൾസ് ഉണ്ട്. എന്തൊക്കെയാ വെച്ചാൽ, നോ ആൾട്ടറേഷൻ ഇൻ ഫ്രണ്ട്, ഫോണ്ടിൽ യാതൊരു ആൾട്ടറേഷനും വരുത്താൻ പാടില്ല. ഇൻക്ലൂഡിങ് കളേഴ്സ്, ബോൾഡ് ആൻഡ് അൺബോൾഡ്, ബോൾഡ് ആയിക്കോട്ടെ അൺബോൾഡ് ആയിക്കോട്ടെ, എന്തൊക്കെയുണ്ടോ ആ ലോഗോയിൽ അതിലൊന്നും ഒരു ആൾട്ടറേഷൻ വരുത്താൻ പാടില്ല. അതിൽ സൈസ് ആയിക്കോട്ടെ, സ്പേസിങ് ആയിക്കോട്ടെ, ഡൈമെൻഷൻസ് ആയിക്കോട്ടെ. ദെൻ മെയിൻറ്റെയിൻ ദ എക്സാക്ട് ഡിസൈൻ, കളേഴ്സ് ആൻഡ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. ഡു നോട്ട് റൊട്ടേറ്റ് ഓർ ടിൽറ്റ് ദ ലോഗോ ഇൻ എനി ഡയറക്ഷൻ, അത് റൊട്ടേറ്റ് ചെയ്യാനൊന്നും പാടില്ല. ദ ലോഗോ മസ്റ്റ് നോട്ട് ബി റീസൈസ് ചെയ്യാൻ പാടില്ല. ഇൻ വേ ദാറ്റ് ഈസ് ഡിസോർട്ട് ഇറ്റ്സ് ഒറിജിനൽ പ്രൊപ്പോർഷൻസ്, അതിൻ്റെ ഒറിജിനൽ പ്രൊപ്പോർഷൻ ഡിസോർട്ട് ചെയ്യുന്ന മാതിരി അതിനെ റീസൈസും ചെയ്യാൻ പാടില്ല ലോഗോനെ. ദെൻ അപ്രൂവ്ഡ് കളർ പാറ്റേൺ. അപ്പോൾ അപ്രൂവ്ഡ് കളർ പാറ്റേൺ ഇതൊക്കെയാണ്, ഈ 3 കളറാണ്. അപ്പോൾ അതിൻ്റെ ഓറഞ്ച് ഉണ്ട്, ഒരു സാഫ്രോൺ ടൈപ്പ് ഓറഞ്ച് ഉണ്ട്, ബ്ലൂ ആൻഡ് ഗ്രീൻ, ഇതാണ് അതിൽ അപ്രൂവ്ഡ് കളർ. അതിൻ്റെ കോഡാണ് ഇത് കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ സെറ്റിൽമെൻറ്റിൽ കൊടുത്തപ്പോൾ അതെന്ന് വെച്ചാൽ ഇൻക്ലൂഡ് ചെയ്ത് മാത്രം. എക്സാമ്പിൾ, CA മെമ്പർ പ്രിൻറ്റിംഗ് ലെറ്റർ ഹെഡ് ഷുഡ് യൂസ് ദ അപ്രൂവ്ഡ് CA ഇന്ത്യ ലോഗോ വിത്തൗട്ട് എനി മോഡിഫിക്കേഷൻ ടു മെയിൻറ്റെയിൻ ബ്രാൻഡിംഗ് ഇൻറ്റഗ്രിറ്റി. ഓക്കെ, then transition period. Members are encouraged to use the new logo on official documents like letterhead, visiting cards and website.
അപ്പോൾ എന്താണ് നമ്മൾ ഇത്രയും നാൾ ഒരു പഴയ ലോഗോ ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് എന്ന് വെച്ചാൽ സെയിം വ്യത്യാസമൊന്നുമില്ല. ഇതേ CA എന്ന് പറഞ്ഞിട്ടുള്ളൊരു തന്നെ CA എന്ന് ഇതേ ലോഗോ തന്നെയാണ് ഉള്ളത്. ഇതേ മാറ്റം ലോഗോ ആണ്. ഇവിടെ 3 കളേഴ്സ് ഇല്ലായിരുന്നു അവിടെ ആദ്യം. ഇന്ത്യ എന്ന് പറഞ്ഞ വേർഡ് ഇല്ലായിരുന്നു. സോ ഇങ്ങനത്തെ ഒരു ലോഗോ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, ഫുള്ള് ബ്ലൂ ആയിട്ട് തന്നെ, എന്ന് വെച്ചാൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലൂ. സോ ആ ലോഗോയിൽ നിന്നും പുതിയ ലോഗോ വന്ന സമയത്ത് എന്താണ്, ഓൾറെഡി CA ആയിട്ട് ലെറ്റർ ഹെഡൊക്കെ ഉള്ള ആൾക്കാർ എന്ത് ചെയ്യണം, അവരുടെ ആ ഒരു ലെറ്റർ ഹെഡിലുള്ള CA ലോഗോ മാറ്റണം. സോ അതിനുള്ള ട്രാൻസിഷൻ പീരീഡ് എന്ന് വെച്ചാൽ 1 ഇയർ ആണ്. ട്രാൻസിഷൻ പീരീഡ് ഓഫ് 1 ഇയർ ഈസ് പ്രൊവൈഡഡ്. 1 ഇയർ ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഫോർ റീപ്ലേസിങ് ഓൾഡ് സ്റ്റേഷനറി ആൻഡ് സിഗ്നേച്ചർ. അപ്പോൾ ഓൾഡ് സ്റ്റേഷനറിയും എന്താണ് നമ്മളുടെ സ്റ്റാമ്പൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 1 ഇയർ പീരീഡാണ് നമുക്ക് ട്രാൻസിഷൻ പീരീഡ് തന്നിട്ടുള്ളത്, ഈ ഒരു പുതിയ ലോഗോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. സോ അതാണിത് ചാപ്റ്റർ 16 ലോഗോ ഗൈഡ് ലൈൻസ്. ദെൻ ചാപ്റ്റർ 17 ആണ് ഗൈഡ് ലൈൻസ് ഫോർ കോർപ്പറേറ്റ് ഫോം ഓഫ് പ്രാക്ടീസ്. ഗൈഡ് ലൈൻസ് ഫോർ കോർപ്പറേറ്റ് ഫോം ഓഫ് പ്രാക്ടീസ്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് വെച്ചാൽ പെർമിഷൻ ഫോർ കോർപ്പറേറ്റ് റൂൾസ്. The council allows CA members in practice to hold positions such as managing director, whole-time director, manager in a company subject to these conditions. അപ്പോൾ എന്താണ്, കൗൺസിൽ എന്ത് അലൗ ചെയ്യുന്നുണ്ട്, കൗൺസിൽ ഒരു CA മെമ്പേഴ്സിനെ അലൗ ചെയ്യുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ട്, പ്രാക്ടീസ് ടു ഹോൾഡ് എ പൊസിഷൻ, ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ. എന്തൊക്കെ പൊസിഷൻസ് ആണ്, മാനേജിങ് ഡയറക്ടർ, MD, ഹോൾ-ടൈം ഡയറക്ടർ ആൻഡ് മാനേജർ ഇൻ എ കമ്പനി സബ്ജക്ട് ടു ദീസ് കണ്ടീഷൻ. ഈ താഴെ പറഞ്ഞ 2 കണ്ടീഷൻ പ്രകാരം. ഫസ്റ്റ് എന്താ വെച്ചാൽ, ദ കമ്പനി മസ്റ്റ് ബി എൻഗേജ്ഡ് ഓൺലി ഇൻ മാനേജ്മെൻറ്റ് കൺസൾട്ടേഷൻ ആൻഡ് അതർ സർവീസ്. മാനേജ്മെൻറ്റ് കൺസൾട്ടേഷനോ അല്ലെങ്കിൽ അതർ സർവീസിലോ ആയിരിക്കണം ആ ഒരു കമ്പനി. നമ്മൾ ഏത് കമ്പനീൻ്റെ ഹോൾ ടൈം ഡയറക്ടറോ മാനേജിങ് ഡയറക്ടറോ ആണുള്ളത്, ആ ഒരു കമ്പനീൻ്റെ എന്താ പറയുക, ഒരു പ്രൊവൈഡ് ആൻഡ് സർവീസ് വെച്ചാൽ മാനേജ്മെൻറ്റ് കൺസൾട്ടേഷനോ അല്ലെങ്കിൽ അതർ സർവീസോ ആയിരിക്കണം. ആസ് പെർ സെക്ഷൻ 2 സബ്സെക്ഷൻ 2(4) ഓഫ് ദ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആക്ട് 1949 പ്രകാരം. ആൻഡ് രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് വെച്ചാൽ, ദ കമ്പനി മസ്റ്റ് കംപ്ലൈ വിത്ത് ICA ഗൈഡ് ലൈൻസ് ആൻഡ് കണ്ടീഷൻ. ICAൻ്റെ ഗൈഡ് ലൈൻസും കണ്ടീഷനും എന്ത് ചെയ്യണം, ആ കമ്പനി കംപ്ലൈ ചെയ്യണം. ദെൻ റീറ്റെയിനിങ് ഫുൾ ടൈം പ്രാക്ടീസ് റീറ്റെയിൻ ചെയ്യുക. എ CA മെമ്പർ ക്യാൻ ഹോൾഡ് എ ഫുൾ ടൈം സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ്. ഒരു ഫുൾ ടൈം സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് ഹോൾഡ് ചെയ്യാം വൈൽ ഓൾസോ ബീങ് എൻ MD. ഒരു MD ആയി നിൽക്കുമ്പോൾ തന്നെ എന്താണ്, ഫുൾ ടൈം സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് COP ഹോൾഡ് ചെയ്യും. ഹോൾ ടൈം ഡയറക്ടറോ അല്ലെങ്കിൽ MDയോ അല്ലെങ്കിൽ ഡയറക്ടറോ മാനേജറിനെ എന്താ പറയുക, മാനേജ്മെൻറ്റ് കൺസൾട്ടിംഗ് കമ്പനിക്കാകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഫുൾ ടൈം COP ഹോൾഡ് ചെയ്യാൻ പറ്റും. ദർ ഈസ് നോ റെസ്ട്രിക്ഷൻ ടു ദ CA മെമ്പേഴ്സ് ഇൻ ഇക്വിറ്റി ഹോൾഡിംഗ് ഇൻ സച്ച് കമ്പനി. ആ ഒരു കമ്പനിയിൽ എന്താണ് ഇക്വിറ്റി ഹോൾഡ് ചെയ്യുന്നതിലും യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. ദ മെമ്പർ ക്യാൻ സ്റ്റിൽ പെർഫോം ഓഡിറ്റ് ഫംഗ്ഷൻസ് എന്താണ്, ആ മെമ്പേഴ്സിന് ഇപ്പോഴും പെർഫോം ചെയ്യും. കാരണം ദേ ആർ സ്റ്റിൽ ഹോൾഡിംഗ് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് ഇൻ ദെയർ ഇൻഡിവിജ്വൽ കപ്പാസിറ്റി. അവരുടെ ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഓഡിറ്റ് പെർഫോം ചെയ്യാം. ഓർ വിത്ത് എ പ്രൊപ്പറേറ്റർഷിപ്പ് ഓർ പാർട്ണർഷിപ്പ് ഫേം, അല്ലെങ്കിൽ മറ്റൊരു പാർട്ണർഷിപ്പ് ഫേമോ പ്രൊപ്പറേറ്റർഷിപ്പിനോ നമ്മൾ പാർട്ണർ ആണെങ്കിൽ ആ ഒരു ഫേമിൻ്റെ രീതിയിലും ആ ഒരു ഫേമിൻ്റെ പേരിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിലും അല്ലെങ്കിൽ ആ ഫേമിൻ്റെ കപ്പാസിറ്റിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓഡിറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ദ മെമ്പർ ക്യാൻ കണ്ടിന്യൂ ട്രെയിനിങ് ആർട്ടിക്കിൾസ് ആൻഡ് ഓഡിറ്റ് അസിസ്റ്റൻസ്. അപ്പോൾ ആർട്ടിക്കിൾസിനെയും ഓഡിറ്റ് അസിസ്റ്റൻസിനെയും എന്ത് ചെയ്യാൻ പറ്റും, ട്രെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ. എക്സാമ്പിൾ, ഒരു പ്രാക്ടീസിങ് CA ക്യാൻ ഓൺ 100% ഷെയർ, 100% ഷെയർ എന്നാണ് ഓൺ ചെയ്യാൻ പറ്റും ഇൻ എ മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി കമ്പനി, ഒരു മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി കമ്പനി, ആൻഡ് സ്റ്റിൽ സൈൻ ദ ഓഡിറ്റ് അണ്ടർ ദ പ്രൊപ്രൈറ്ററി CA firm. Then name and registration requirement. The management consultancy company's name must be approved by ICA. ഈ ഒരു മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി കമ്പനീൻ്റെ പേര് എന്ത് ചെയ്യണം, ICA വേണം അപ്രൂവ് ചെയ്യാൻ. ICA ഹാസ് ഇഷ്യൂഡ് ഗൈഡ് ലൈൻസ്, ആപ്ലിക്കേഷൻ ഫോം ആൻഡ് കംപ്ലയൻസ് റിക്വയർമെൻറ്റ് ഫോർ രജിസ്ട്രേഷൻ. അപ്പോൾ രജിസ്ട്രേഷനുള്ള എന്താണ് ഗൈഡ് ലൈൻസ്, ആപ്ലിക്കേഷൻ ഫോം ആൻഡ് കംപ്ലയൻസ് റിക്വയർമെൻ്റ് ഒക്കെ ICA തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ദീസ് റൂൾസ് ടുക്ക് എഫക്ട് ഫ്രം October 1, 2006. അപ്പോൾ 2006 ഒക്ടോബർ മുതലാണ് എന്ത് ഈ റൂൾസൊക്കെ എഫക്റ്റിൽ വന്നിട്ടുള്ളത്. ദ കമ്പനി മസ്റ്റ് ബി രജിസ്റ്റേർഡ് വിത്ത് ICA. അപ്പോൾ ICAൻ്റെ അടുത്താണ് കമ്പനി എന്ത് ചെയ്യേണ്ടത്, രജിസ്റ്റർ ചെയ്യേണ്ടത്. ആൻഡ് പ്രൊഹിബിഷൻ ഓൺ ഓഡിറ്റ് ഇൻ കോർപ്പറേറ്റ് ഫോമിൽ ഓഡിറ്റ് ചെയ്യാനുള്ള പ്രൊഹിബിഷൻ. എ മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി കമ്പനി കനോട്ട് കണ്ടക്ട് ഓഡിറ്റ് സർവീസ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല,
അവർക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അവരിലെ MDO എന്താ പറയുക ഫുൾ ടൈം മാനേജറോ ആയിട്ടുള്ള ആ ഒരു ഓഡിറ്ററിന് CA-കാരന് എന്ത് ചെയ്യാൻ പറ്റും? അയാൾ COP ഹോൾഡ് ചെയ്തിട്ട് അയാൾക്ക് ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിലോ അല്ലെങ്കിൽ ഫേമിൻ്റെ അയാളുടെ വേറൊരു ഫേമിൻ്റെ കപ്പാസിറ്റിയിലോ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റും. ഓൺലി ദ കൺസൾട്ടൻസി സർവീസ് ആർ അലൗഡ് ഇൻ ദ കോർപ്പറേറ്റ് ഫേം. അപ്പോൾ ആ ഒരു കമ്പനിക്ക് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? കൺസൾട്ടൻസി സർവീസ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. എക്സാമ്പിൾ, CA ഫേം ക്യാൻ ഓഫർ ഓഡിറ്റ് സർവീസസ്, ബട്ട് ഇഫ് ദ സെയിം CA ഓപ്പൺസ് എ മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി കമ്പനി, ദാറ്റ് കമ്പനി കനോട്ട് പെർഫോം ഓഡിറ്റ്. സോ അതാണ് പെർമിഷൻ ഫോർ കോർപ്പറേറ്റ് റൂൾസ്. ദെൻ എത്തിക്കൽ കംപ്ലയൻസ് ഫോർ മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി കമ്പനി. എത്തിക്കൽ കംപ്ലയൻസ്, ഒരു മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി കമ്പനീൻ്റെ എത്തിക്കൽ കംപ്ലയൻസ്. റെസ്ട്രിക്ഷൻസ് ഓൺ അസൈൻമെൻറ്റ്സ്. ഇഫ് എ CA ഓർ എ CA ഫേം ഇസ് ദ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ഓഫ് ദ എൻറ്റിറ്റി, ഒരു എൻറ്റിറ്റീൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ആണെങ്കിൽ ദെയർ മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി കമ്പനി കനോട്ട് ടേക്ക് ഇൻറ്റേർണൽ ഓഡിറ്റ്. അവരുടെ മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ഒരു എൻറ്റിറ്റീൻ്റെ ഇൻറ്റേർണൽ ഓഡിറ്റ് എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ബുക്ക് കീപ്പിംഗ് എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അതർ അസൈൻമെൻറ്റ് പ്രൊഹിബിറ്റഡ് ഫോർ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ എന്താണ്? സെക്ഷൻ 144 പ്രകാരം പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഡ്യൂട്ടീസും, ആ ഡ്യൂട്ടീസ് ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ഒരു മാനേജ്മെൻറ്റ് കൺസൾട്ടേഷൻ കമ്പനിക്ക് ചെയ്യാൻ പറ്റില്ല ആ ഒരു എൻറ്റിറ്റിയിൽ. സോ ഒരു CAയോ അല്ലെങ്കിൽ അവരുടെ ഫേമോ എന്താണ് ഒരു എൻറ്റിറ്റിയിൽ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിലെ ആ ഒരു അയാളുടെ ആ CA-കാരൻ്റെ മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സെക്ഷൻ 44 പ്രകാരം, കമ്പനീസ് ആക്ട് സെക്ഷൻ 44 പ്രകാരം പറയുന്ന ഒരു ഡ്യൂട്ടീസും അവിടെ ചെയ്യാൻ പറ്റില്ല. ICA's നോട്ടിഫിക്കേഷൻ നമ്പർ 1 ഡേറ്റഡ് ഓൺ സീലിംഗ് ഓഫ് നോൺ ഓഡിറ്റ് ഫീസ് അപ്ലൈസ് ടു മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി കമ്പനി. അപ്പോൾ നോൺ ഓഡിറ്റ് ഫീസ് എന്താണ്? മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി കമ്പനിക്ക് അപ്ലിക്കബിൾ ആണ് ICA നോട്ടിഫിക്കേഷൻ പ്രകാരം. ദെൻ compliance with ICA rules. Management consultancy companies must follow clauses 6 and 7 of part 1 of first schedule. അപ്പോൾ ഫസ്റ്റ് ഷെഡ്യൂൾ CA ആക്ടിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂളിൻ്റെ 6 and 7 ക്ലോസുകൾ എന്ത് ചെയ്യണം? ഈ ഒരു കൺസൾട്ടേഷൻ കമ്പനി ഫോളോ ചെയ്യണം. എനി ന്യൂ ICA ഡയറക്റ്റീവ് റിലേറ്റഡ് ടു എത്തിക്കൽ കംപ്ലയൻസ്. അപ്പോൾ ഒരു എത്തിക്കൽ കംപ്ലയൻസ് ആയിട്ട് എന്തെങ്കിലും പുതിയൊരു ഡയറക്റ്റീവ് എന്താണ് ICA കൊണ്ടുവരികയാണെങ്കിൽ അത് എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. ദ കമ്പനി മസ്റ്റ് സബ്മിറ്റ് ആൻ അണ്ടർടേക്കിംഗ് ടു ICA. എന്നൊരു അണ്ടർടേക്കിംഗ് ICAക്ക് സബ്മിറ്റ് ചെയ്യണം, കൺഫേമിംഗ് കംപ്ലയൻസ് വിത്ത് ദീസ് എത്തിക്കൽ ഗൈഡ് ലൈൻസ്. ദെൻ സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി ആൻഡ് കൺസൾട്ടൻസി കമ്പനി. അപ്പോൾ ഈ ഒരു മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി കമ്പനീൻ്റെ സ്കോപ്പ്. മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി കമ്പനി ക്യാൻ ഓൺലി എൻഗേജ് ഇൻ മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി ആൻഡ് അതർ സർവീസ്. അതിൽ മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. The company must provide undertaking to ICA. കമ്പനി മസ്റ്റ് പ്രൊവൈഡ് അണ്ടർടേക്കിംഗ് ടു ICA ദാറ്റ് വിൽ ഓൺലി ഓഫർ ദീസ് സർവീസ്. അപ്പോൾ ഈ ഒരു സർവീസുകൾ മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ എന്നുള്ള കാര്യം എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യണം. ദ അലൗഡ് സർവീസ് ആർ പ്രിസ്ക്രൈബ്ഡ് ബൈ ICA. അപ്പോൾ ICAയും എന്താണ്? ICA ആണ് എന്തൊക്കെ സർവീസുകളാണ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം പറയാം. അണ്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ 2 ഓഫ് 4 ഓഫ് ദ ചാർട്ടേഡ് അക്കൗണ്ട് ആക്ട് 1949. എക്സാമ്പിൾ, എ മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി കമ്പനി ക്യാൻ പ്രൊവൈഡ് അഡ്വൈസറി സർവീസ്. ഒരു എന്താണ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു അഡ്വൈസറി സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഓൺ ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിങ്, ബട്ട് ഇറ്റ് കനോട്ട് പെർഫോം ടാക്സ് ഓഡിറ്റ്. അവർക്ക് ടാക്സ് ഓഡിറ്റ് പെർഫോം ചെയ്യാൻ പറ്റില്ല. റെഫറൻസ് ഫോർ മോർ ഡീറ്റെയിൽസ്. സ്റ്റുഡൻസ് മേ റിഫർ അപ്പൻഡിക്സ് ഡി റിഫർ ചെയ്യുക ഓഫ് ദ കോഡ് ഓഫ് എത്തിക്സ് ഫോർ മോർ ഡീറ്റെയിൽസ് ഓൺ ഗൈഡ് ലൈൻസ്. ഇനി അടുത്ത ടോപ്പിക്കാണ് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമ്പോഴുള്ള കൗൺസിലിൻ്റെ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ്. 2008 പ്രകാരമാണ് കൗൺസിൽ ഗൈഡ് ലൈൻസ് ഫോർ അഡ്വർടൈസ്മെൻറ്റ് 2008. സോ അത് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് വെച്ചാൽ റൈറ്റ് അപ്പ് ഫോർ അഡ്വർടൈസ്മെൻറ്റ്. നമ്മൾ റൈറ്റ് അപ്സ് യൂസ് ചെയ്യാണ് അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്തൊക്കെയാണ് കണ്ടീഷൻസ്? മെമ്പേഴ്സ് മേ അഡ്വർടൈസ് ത്രൂ റൈറ്റ് അപ്സ്. റൈറ്റ് അപ്സിലൂടെ അഡ്വർടൈസ് ചെയ്യാൻ പറ്റും അബൌട്ട് ദെയർ പെർട്ടിക്കുലേഴ്സ്, ഫേം ഡീറ്റെയിൽസ് ആൻഡ് സർവീസസ്. ഫേം ഡീറ്റെയിൽസും പെർട്ടിക്കുലേഴ്സും സർവീസൊക്കെ അഡ്വർടൈസ് ചെയ്യാൻ പറ്റും. However, the advertisement must maintain the dignity and reputation of the profession. പക്ഷേ പ്രൊഫഷൻ്റെ ഡിഗ്നിറ്റിയും റെപ്യൂട്ടേഷനും എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം. ദ കണ്ടൻറ്റ് മസ്റ്റ് ബി ട്രൂത്ത്ഫുൾ ആൻഡ് ആക്യുറേറ്റ്. നമ്മൾ അഡ്വർടൈസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തായിരിക്കണം? ട്രൂത്ത്ഫുള്ളും അതേമാതിരി തന്നെ ആക്യുറേറ്റും ആയിരിക്കണം. ദെൻ എക്സാജറേറ്റഡ് ക്ലെയിംസ് അബൌട്ട് സർവീസ്, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് ആർ നോട്ട് അലൗഡ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ സർവീസോ ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ എക്സാജറേറ്റ് ചെയ്യുക, നമ്മൾക്കൊന്ന് കൂട്ടി പറയാം, തള്ളുക, അതെന്താണ്? അത് അലൗഡ് അല്ല.
എക്സാമ്പിൾ സി എ കനോട്ട് സേ വി ഗ്യാരണ്ടി 100% ടാക്സ് സേവിങ്, അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. ദെൻ നോ നെഗറ്റീവ് റിഫറൻസ് ഓർ അൺഅഫെയർ കമ്പാരിസൺ ടു അതർ പ്രൊഫഷണൽസ്. അപ്പോൾ മറ്റൊരു പ്രൊഫഷണൽസിനെ എന്ന് വെച്ചാൽ മറ്റൊരു സി എക്കാരൻ നമ്മൾ എന്ത് പറയരുത്, നമ്മൾ താത്തി പറയരുത്. ഒരു നെഗറ്റീവ് റിഫറൻസോ അല്ലെങ്കിൽ അൺഫെയർ കമ്പാരിസൺ നമ്മൾ കൊടുക്കരുത്. എക്സാമ്പിൾ സി എ കനോട്ട് സേ വി ആർ ബെറ്റർ ദാൻ XYZ സി എ ഫേം. ദെൻ ടെസ്റ്റിമോണിയൽ ഓർ ക്ലയൻറ്റ് എൻഡോഴ്സ്മെൻറ്റ് ആർ നോട്ട് അലൗഡ്. അപ്പോൾ ടെസ്റ്റിമോണിയൽ അല്ലെങ്കിൽ ക്ലയൻറ്റ് എൻഡോഴ്സ്മെൻ്റ് ഒന്നും അലൗഡ് അല്ല. എക്സാമ്പിൾ എ സി എ കനോട്ട് യൂസ് ക്ലയൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ലൈക്ക് ദിസ് ഫേം ഹെൽപ്പ് മീ സേവ് ലാക്സ് ഇൻ ടാക്സ്. അപ്പോൾ ഒരു ക്ലയൻറ്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടും എന്താ പറയുക, ഈ ട്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. സ്റ്റുഡൻസ് വന്നിട്ട് അവരിങ്ങനെ പറയും ഞാൻ പാസ്സായത് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മളെ പഠിപ്പിച്ചിട്ടാണെന്നൊക്കെ പറയും. സോ അങ്ങനെയുള്ള ഒരു കമൻ്റ് ഒന്നും സി എക്കാർ അവരുടെ ക്ലയൻസിനെ യൂസ് ചെയ്തിട്ട് പറയിപ്പിക്കരുത്. Then achievements or awards can only be mentioned if given by സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ റെഗുലേറ്ററി ബോഡി. അപ്പോൾ റെഗുലേറ്ററി ബോഡീസോ അല്ലെങ്കിൽ സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അവർ തന്നിട്ടുള്ള അവാർഡ്സോ അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റ്സോ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു റൈറ്റപ്സിൽ കാണിക്കാൻ പറ്റുള്ളൂ. ദെൻ യൂസ് എ മോണോഗ്രാം ഓർ കാച്ചി സ്ലോഗൻ ഇഫ് നോട്ട് അലൗഡ്. അപ്പോൾ ഒരു മോണോഗ്രാമോ അല്ലെങ്കിൽ കാച്ചി സ്ലോഗൻസ് ഒന്നും അലൗഡ് അല്ല. ദ മെമ്പർഷിപ്പ് നമ്പർ, ഫേം രജിസ്ട്രേഷൻ നമ്പർ മസ്റ്റ് ബി മെൻഷൻ. ഇത് രണ്ടും മെൻഷൻ ചെയ്യണം. ദ ഫോൺ സൈസ് ഓഫ് ദ റൈറ്റപ്പ് മസ്റ്റ് നോട്ട് എക്സീഡ് 14. അപ്പോൾ ഈ ഒരു റൈറ്റപ്പിൻ്റെ ഫോൺ സൈസ് എന്ത് ചെയ്യാൻ പാടില്ല, ഫോൺ സൈസ് 14 കൂടാൻ പാടില്ല. ദ കണ്ടൻറ്റ് മസ്റ്റ് കംപ്ലൈ വിത്ത് ചാർട്ടേഡ് അക്കൗണ്ട്സ് ആക്ട്. അപ്പോൾ റെഗുലേഷൻസ് ആൻഡ് കോഡ് ഓഫ് എത്തിക്സ്. അപ്പോൾ കോഡ് ഓഫ് എത്തിക്സും CA ആക്റ്റും അതേമാതിരി തന്നെ റെഗുലേഷൻസ് ഒക്കെ കംപ്ലൈ ചെയ്യുന്ന രീതിയിലായിരിക്കണം അതിൻ്റെ റൈറ്റപ്പിൻ്റെ കണ്ടൻറ്റുകൾ. ദ ICA മേ ഇഷ്യൂ എ ഡയറക്റ്റീവ് ടു റിമൂവ് ഓർ മോഡിഫൈ ദ റൈറ്റപ്പ്. അപ്പോൾ ICA എന്ത് ചെയ്യും, ഒരു ഡയറക്റ്റീവ് ഇഷ്യൂ ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്, ഈ ഒരു നമ്മുടെ റൈറ്റപ്പ് റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടൻറ്റുകൾ റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാനോ, ഇഫ് ഇറ്റ് വയലേറ്റ്സ് എനി റൂൾസ്. സോ അതാണ് റൈറ്റപ്പ് ഫോർ അഡ്വർടൈസ്മെൻറ്റ്. ഇനി അഡ്വർടൈസ്മെൻറ്റ് ത്രൂ റൈറ്റപ്പ്, ഇത് രണ്ടും സെയിം തന്നെയല്ലേ. ഓക്കെ, ഫോർ മെമ്പേഴ്സിനാണെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് ത്രൂ റൈറ്റപ്സ് മെമ്പേഴ്സിനാണെങ്കിൽ അതെന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ നെയിം ഓഫ് ദ CA, മെമ്പർഷിപ്പ് നമ്പർ വേണം, ഏജ്, ഡേറ്റ് ഓഫ് AC ഓർ FCA മെമ്പർഷിപ്പ്, ദെൻ ഡേറ്റ് ഓഫ് COP, റെക്കഗ്നൈസ്ഡ് ക്വാളിഫിക്കേഷൻ, ലാംഗ്വേജ് നോൺ ആൻഡ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ വേണം, ലൈക്ക് ഫോൺ, ഇമെയിൽ ആൻഡ് വെബ്സൈറ്റ്. പിന്നെ വേണ്ട വെച്ചാൽ പ്രൊഫഷണൽ അഡ്രസ്സ് വേണം, CA ലോഗോ വേണം, പാസ്പോർട്ട് സ്റ്റൈൽ ഫോട്ടോഗ്രാഫ് വേണം, പിന്നെ ഡീറ്റെയിൽസ് ഓഫ് എംപ്ലോയി എന്ന് വെച്ചാൽ CAs അല്ലെങ്കിൽ അതർ പ്രൊഫഷണൽസ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് അതർ സ്റ്റാഫിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് വേണം. പിന്നെ സർവീസ് പ്രൊവൈഡ്, എന്തൊക്കെ സർവീസുകളാണ് പ്രൊവൈഡ് ചെയ്തത് ആ കാര്യം വേണം. എക്സാമ്പിൾ ഓഡിറ്റ്, ടാക്സേഷൻ ആൻഡ് കൺസൾട്ടിങ്. ദെൻ പൊസിഷൻസ് ഹെൽഡ് ആസ് ഡയറക്ടർ ഓർ MD, എന്താണ് ഡയറക്ടറായിട്ടോ അല്ലെങ്കിൽ MD ആയിട്ടോ നമ്മൾ ഹെൽഡ് ചെയ്യുന്ന പൊസിഷൻസ് ഇൻ ICA രജിസ്റ്റേർഡ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി കമ്പനി. അപ്പോൾ ഒരു മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി കമ്പനി ഉണ്ടെങ്കിൽ അതിൽ നമ്മളുടെ പൊസിഷൻ എന്താണ്, ഡയറക്ടറാണോ, MD ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ എന്നുള്ള കാര്യം നമ്മൾ മെൻഷൻ ചെയ്യണം. ഇനി ഫേമിൻ്റെ കേസിലാണെങ്കിൽ ഫേമിൻ്റെ പേര് വേണം, FRN വേണം, ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഏത് ഇയറിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തുള്ള കാര്യം വേണം. ദെൻ രജിസ്റ്റേർഡ് പ്രൊഫഷണൽ അഡ്രസ്സ് വേണം, ഹെഡ് ഓഫീസ് അതിൻ്റെയും ബ്രാഞ്ചിൻ്റെയും. ദെൻ വർക്കിംഗ് ഹവേഴ്സ് കൊടുക്കണം, കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കണം, ഫോൺ, ഫാക്സ് ആൻഡ് ഇമെയിൽസ്. ദെൻ നമ്പർ ഓഫ് പാർട്ട്നേഴ്സ്, എത്ര പാർട്ട്നേഴ്സ് എന്നുള്ള കാര്യം കൊടുക്കണം. ആൻഡ് പ്രൊപ്പറൈറ്റർ അല്ലെങ്കിൽ പാർട്ട്ണറിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം, സെയിം ആസ് ഇൻഡിവിജ്വൽ CA ഡീറ്റെയിൽസ്. ദെൻ CA ലോഗോ കൊടുക്കണം, എംപ്ലോയി ഡീറ്റെയിൽസ് കൊടുക്കണം, ലൈക്ക് CA, അതർ പ്രൊഫഷണൽ ആർട്ടിക്കിൾസ് ആൻഡ് അതർ സ്റ്റാഫ്. സർവീസ് പ്രൊവൈഡ്, എന്തൊക്കെ സർവീസാണ് പ്രൊവൈഡ്, ലൈക്ക് ഓഡിറ്റ്, ടാക്സേഷൻ, കൺസൾട്ടിങ്. ദെൻ അഫിലിയേഷൻ വിത്ത് ICA രജിസ്റ്റേർഡ് നെറ്റ്വർക്ക്, എന്തെങ്കിലും ICA രജിസ്റ്റർ ചെയ്ത നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ അഫിലിയേഷൻ കൊടുക്കണം. ദ റൈറ്റപ്പ് മേ ഇൻക്ലൂഡ് ദ സിഗ്നേച്ചർ, നെയിം ഓഫ് ദ സൈനിങ് മെമ്പർ ഓർ പാർട്ട്ണർ ആൻഡ് പ്ലേസ് ആൻഡ് ഡേറ്റ്. ഇതൊക്കെ എന്താണ് റൈറ്റപ്പിൽ ഇൻക്ലൂഡ് ചെയ്യണം. ദെൻ ഗൈഡ് ലൈൻസ് ഫോർ വെബ്സൈറ്റ് ഓഫ് CA ഫേം, ഒരു CA ഫേമിൻ്റെ വെബ്സൈറ്റിൻ്റെ ഗൈഡ് ലൈൻസ്. CAs ആൻഡ് CA ഫേം ക്യാൻ ക്രിയേറ്റ് ദെയർ ഓൺ വെബ്സൈറ്റ്. CAക്കും അല്ലെങ്കിൽ CA ഫേംസ് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ഓൺ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. നോ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ്, ഒരു ഫോർമാറ്റ് പറയുന്നില്ല, ബട്ട് ഇറ്റ് മസ്റ്റ് കംപ്ലൈ വിത്ത് ICA റൂൾസ്. എന്താണ് ICA റൂൾസ് കംപ്ലൈ ചെയ്യണം. ദ വെബ്സൈറ്റ് ഷുഡ് ഓപ്പറേറ്റ് ഓൺ എ പുൾ മോഡൽ, ഒരു പുൾ മോഡലിൽ വേണം എന്ത് വെബ്സൈറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മീനിങ് വിസിറ്റേഴ്സ് മസ്റ്റ് ആക്റ്റീവ്ലി സെർച്ച് ഫോർ ദ ഇൻഫർമേഷൻ. എന്താണ് വിസിറ്റേഴ്സ് ആ ഇൻഫർമേഷനിലേക്ക് സെർച്ച് ചെയ്യണം. ഒരു പുൾ മോഡ് എന്ന് വെച്ചാൽ നമ്മൾ വിസിറ്റേഴ്സ് എന്താണ് ആ ഒരു ഇൻഫർമേഷൻ എടുക്കുന്ന പോലെ ആയിരിക്കണം. എക്സാമ്പിൾ ദ ഫേം കനോട്ട് സെൻഡ് ഇമെയിൽസ്, ആ ഒരു ഫേമിന് എന്താണ് ഇമെയിൽ സെൻഡ് ചെയ്യാൻ പറ്റില്ല വിത്ത് ലിങ്ക്സ് ടു ദ വെബ്സൈറ്റ് ടു അട്രാക്ട് ക്ലയൻസിനെ അട്രാക്ട് ചെയ്യാൻ, ആ ഒരു വെബ്സൈറ്റിലേക്ക് ക്ലയൻസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഇമെയിൽസ് സെൻഡ് ചെയ്യാൻ പാടില്ല. സോ ഒരു പുൾ മോഡൽ വേണം എന്താണ് വെബ്സൈറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ. ദ വെബ്സൈറ്റ് മസ്റ്റ് നോട്ട് സർക്കുലേറ്റ്
ഇറ്റ്സ് കണ്ടൻറ്റ് ത്രൂ ഇമെയിൽ. ആ ഒരു വെബ്സൈറ്റിൻ്റെ കണ്ടൻസ് എന്താണ് ഇമെയിലൂടെ സർക്കുലേറ്റ് ചെയ്യരുത്. അതർ മീൻസ് വിത്തൗട്ട് എ പുൾ റിക്വസ്റ്റ്. ഒരു പുൾ റിക്വസ്റ്റ് ഇല്ലാതെ എന്താണ് അതിൻ്റെ കണ്ടൻറ്റുകളൊന്നും ഇതാക്കരുത്, സബ്മിറ്റ് ചെയ്യരുത്. ദ വെബ്സൈറ്റ് ലിങ്ക് ക്യാൻ ബി മെൻഷൻ ടു പ്രൊഫഷണൽ സ്റ്റേഷനറി ആൻഡ് ഇമെയിൽസ് ബട്ട് നോട്ട് ഇൻ അഡ്വർടൈസ്മെൻറ്റ്. ആ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് എന്താണ് പ്രൊഫഷണൽ സ്റ്റേഷനറിയിലോ അല്ലെങ്കിൽ ഇമെയിൽസിലൊക്കെ കൊടുക്കാം, പക്ഷേ അതെന്താണ് അതൊരു അഡ്വർടൈസ്മെൻറ്റ് ആവാൻ പാടില്ല. ദെൻ ഇൻഫർമേഷൻ അലൗഡ് ഓൺ സി എ വെബ്സൈറ്റ്. അപ്പോൾ എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് ഒരു സി എ വെബ്സൈറ്റിൽ അലൗഡ് ആയിട്ടുള്ളത്? നെയിം ഓഫ് സി എ അല്ലെങ്കിൽ ഫേം, ദെൻ ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഓഫീസ് അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇമെയിൽ വേണം. പിന്നെ സർവീസ് ഓഫർ, എന്തൊക്കെ സർവീസാണ് ഓഫർ ചെയ്യുന്നത്? ഓൺലി വിസിബിൾ ഓൺ പുൾ റിക്വസ്റ്റ്. ഒരു പുൾ റിക്വസ്റ്റിൽ മാത്രമേ എന്താണ് അത് കാണാൻ പാടുള്ളൂ, എന്ന് വെച്ചാൽ അവർ സെർച്ച് ചെയ്തിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ദെൻ പാർട്ട്നേഴ്സ് ഡീറ്റെയിൽസ് ലൈക്ക് നെയിം, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് ആൻഡ് കോൺടാക്ട് ഇൻഫർമേഷൻ. ദെൻ എംപ്ലോയി ഡീറ്റെയിൽസ് ലൈക്ക് നെയിം, ഡെസിഗ്നേഷൻ ആൻഡ് എക്സ്പീരിയൻസ്. ജോബ് വേക്കൻസീസ് ഉണ്ടെങ്കിൽ അത് ഇൻക്ലൂഡിങ് ആർട്ടിക്കൽ അസിസ്റ്റൻറ്റ്. ദെൻ അസൈൻമെൻറ്റ് ഹാൻഡിൽ, എന്തൊക്കെ അസൈൻമെൻറ്റ്സ് ആണ് ഹാൻഡിൽ ചെയ്തില്ല ആ കാര്യങ്ങൾ. വിത്തൗട്ട് ക്ലയൻറ്റ് നെയിംസ് ഓർ ഫീ, ക്ലയൻറ്റ് നെയിമോ അല്ലെങ്കിൽ ഫീസോ മെൻഷൻ ചെയ്യാൻ പാടില്ല. ദെൻ ഡിസ്ക്ലോഷേഴ്സ് ഓഫ് ക്ലയൻറ്റ് നെയിംസ്, ഫീസ് ഈസ് ഓൺലി അലൗഡ് ഇഫ് റെഗുലേറ്റർ റിക്വയർഡ്. അപ്പോൾ റെഗുലേറ്റേഴ്സ് എന്താണ് ആ കാര്യം അലൗ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്കൊരു ക്ലയൻറ്റ് പേരോ അല്ലെങ്കിൽ ഫീസോ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. എക്സാമ്പിൾ, ഇഫ് സെബി മാൻഡേറ്റ് ഡിസ്ക്ലോഷർ ഫോർ ഓഡിറ്റ് ഫേം, ഒരു ഓഡിറ്റ് ഫേം ഡിസ്ക്ലോസ് ചെയ്യാൻ സെബി മാൻഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് മസ്റ്റ് സ്റ്റേറ്റ് ദാറ്റ് ദിസ് ഡിസ്ക്ലോഷർ ഇസ് റിക്വയർഡ് ബൈ സെബി ആസ് പെർ റെഗുലേഷൻ XYZ. അപ്പോൾ എന്താണ് സെബിയുടെ റെഗുലേഷൻ പ്രകാരമാണ് ചെയ്തിട്ടുള്ള കാര്യം പറയണം. പാസ്പോർട്ട് സ്റ്റൈൽ ഫോട്ടോഗ്രാഫ് ഓഫ് മെമ്പേഴ്സ് അലൗഡ്. അപ്പോൾ ഒരു എന്താ പറയുക മെമ്പേഴ്സിൻ്റെ പാസ്പോർട്ട് സ്റ്റൈൽ ഫോട്ടോഗ്രാഫാണ് ഈ ഒരു വെബ്സൈറ്റിൽ വേണ്ടത്. ദെൻ ആർട്ടിക്കിൾസ്, പ്രൊഫഷണൽ അപ്ഡേറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ വീഡിയോസ് ക്യാൻ ബി ഇൻക്ലൂഡഡ്. ദെൻ ചാറ്റ് റൂം മേ ബി അവൈലബിൾ ഫോർ CA മെമ്പേഴ്സ് ആൻഡ് ക്ലയൻറ്റ്സ് എൻഷുറിങ് കോൺഫിഡൻഷ്യൽ. അപ്പോൾ ചാറ്റ് റൂം അത് അവൈലബിൾ ആക്കാം ഈ ഒരു വെബ്സൈറ്റിൽ. ദെൻ ഡോക്യുമെൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഡോക്യുമെൻ്റ് ചെയ്യണം. ക്യാൻ ബി പ്രൊവൈഡ് ഫോർ ക്ലയൻറ്റ് വിത്ത് ലോഗോ ആക്സസ്. ദെൻ ലിങ്ക്സ് ടു ദ ഫേം സോഷ്യൽ മീഡിയ പേജ്. അപ്പോൾ ഈ ഒരു ഫേമിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളുണ്ടെങ്കിൽ അതിലേക്കുള്ള ലിങ്ക് കൊടുക്കാം, അത് അലൗഡ് ആണ്. ബട്ട് സോളിസിറ്റേഷൻ എന്ന് വെച്ചാൽ ആസ്കിങ് പീപ്പിൾ ടു ലൈക്ക് ഓർ ഫോളോ, അത് ചെയ്യാൻ പാടില്ല, ഈസ് പ്രൊഹിബിറ്റഡ്. ഓൺലൈൻ അഡ്വൈസ് ക്യാൻ ബി പ്രൊവൈഡഡ് ടു ക്ലയൻറ്റ് അപ്പോൺ റിക്വസ്റ്റ്. അവർ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ഓൺലൈൻ അഡ്വൈസ് കൊടുക്കാം, ഫ്രീ ഓർ പെയ്ഡ്, അത് ഫ്രീ ആയിട്ടോ പൈസക്കോ എന്തെങ്കിലും ചെയ്യാം. കണ്ടൻറ് മസ്റ്റ് നോട്ട് സോളിസിറ്റ് ക്ലയൻറ്റ്സ് ഓർ പ്രൊഫഷണൽ വർക്ക്. അപ്പോൾ പ്രൊഫഷണൽ വർക്കിനെയോ ക്ലയൻസിനെയോ എന്താണ് യാചിക്കരുത്, അവരെ ഇതാക്കരുത്, അവരെ എന്താ പറയുക സോളിസിറ്റ് ചെയ്യരുത്, എന്ന് വെച്ചാൽ അവരെ അട്രാക്റ്റ് ചെയ്താക്കരുത്, നമ്മൾ അഡ്വർടൈസ് ചെയ്യുന്ന മാതിരി. ദെൻ വെബ്സൈറ്റ് മസ്റ്റ് എൻഷുർ കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ക്ലയൻറ്റ് ഡാറ്റ. അപ്പോൾ ക്ലയൻറ്റ് ഡാറ്റേൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യണം. ദെൻ അഡ്വർടൈസ്മെൻറ്റ് സച്ച് ആസ് ബാനേഴ്സ് ദാറ്റ് ആർ നോട്ട് അലൗഡ് ഇൻ CA വെബ്സൈറ്റ്. അപ്പോൾ ഒരു ബാനേഴ്സ് ഒന്നും എന്താണ് അഡ്വർടൈസ്മെൻറ്റ്സ് ഒന്നും CA വെബ്സൈറ്റിൽ പാടില്ല. ദ വെബ്സൈറ്റ് ഷുഡ് അപ്ഹോൾഡ് ദ ഡിഗ്നിറ്റി ഓഫ് ദ CA പ്രൊഫഷൻ. അപ്പോൾ CA പ്രൊഫഷൻ്റെ ഡിഗ്നിറ്റി എന്ത് വേണം, ആ വെബ്സൈറ്റിന് വേണം. ദെൻ ആ ഒരു വെബ്സൈറ്റിൽ കൊടുക്കാൻ പറ്റുന്ന ലിങ്കുകൾ ഏതൊക്കെ വെച്ചാൽ ICAൻ്റെ ലിങ്ക് കൊടുക്കാം, റീജിയണൽ കൗൺസിലിൻ്റെ ലിങ്ക് കൊടുക്കാം, ഗവൺമെൻറ് ബോഡീസിൻ്റെ ലിങ്ക് കൊടുക്കാം. ദ വെബ്സൈറ്റ് നെയിം ഷുഡ് ക്ലോസ്ലി മാച്ച് ദ CA ഫേം ഓർ CA ഫേംസ് നെയിം. അപ്പോൾ CAൻ്റെ അല്ലെങ്കിൽ CA ഫേമിൻ്റെ നെയിമിനായിട്ട് മാച്ചായിട്ട് വേണം ആ വെബ്സൈറ്റിൻ്റെ നെയിം വരാൻ. നെയിം വിത്തൗട്ട് മിസ്ലീഡിങ് ക്ലെയിംസ്. ഇഫ് എ വെബ്സൈറ്റ് വയലേറ്റ്സ് എത്തിക്കൽ റൂൾസ്, ഒരു വെബ്സൈറ്റ് എന്താണ് എത്തിക്കൽ റൂൾസ് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ ICA വിൽ ടേക്ക് ആക്ഷൻ അണ്ടർ ഇറ്റ്സ് ഡിസിപ്ലിനറി ഫ്രെയിംവർക്ക്. Then online third-party platforms. Some websites owned by non-CA or bank, financial companies or newspaper. അപ്പോൾ ചില വെബ്സൈറ്റുകൾ എന്തായിരിക്കും ഒരു CAയോ അല്ലെങ്കിൽ ബാങ്കോ ഫിനാൻസ് കമ്പനീസോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പേഴ്സ് ആയിരിക്കും ഓൺ ചെയ്യുന്നുണ്ടാവുക. പ്രൊവൈഡഡ് അഡ്വൈസറി സർവീസസ്, ഒരു അഡ്വൈസറി സർവീസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻ ഏരിയാസ് വെർ CA's വർക്ക്. അപ്പോൾ CAൻ്റെ വർക്കിലുള്ള അഡ്വൈസറി സർവീസ് ആയിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. These websites may ask CA or CA firms to give advice through their platform. അപ്പോൾ അവരെന്ത് ചെയ്യും, അവർ ഈ ഒരു വെബ്സൈറ്റുകൾ എന്താണ് CAക്കോ അല്ലെങ്കിൽ CA ഫേംസിനോടോ ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് അഡ്വൈസ് കൊടുക്കാൻ പറയും. സോ CA ക്യാൻ പ്രൊവൈഡ് ഓൺലി കൺസൾട്ടൻസി ആൻഡ് അഡ്വൈസ് ത്രൂ സച്ച് വെബ്സൈറ്റ്. ആ ഒരു വെബ്സൈറ്റ് വഴി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൺസൾട്ടൻസി അല്ലെങ്കിൽ അഡ്വൈസുകൾ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. CA മസ്റ്റ് നോട്ട് ഷെയർ ദെയർ കോൺടാക്ട് ഡീറ്റെയിൽസ് ഓൺ ദ വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റിൽ എന്ത് ചെയ്യാൻ പാടില്ല, കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കാൻ പാടില്ല. വെബ്സൈറ്റ് ഷുഡ് നോട്ട് അഡ്വർടൈസ് ദ CA പ്രൊഫഷണൽ അച്ചീവ്മെൻറ്റ് ഓർ സ്റ്റാറ്റസ്. അപ്പോൾ CA പ്രൊഫഷണൽ അച്ചീവ്മെൻറ്റ്സോ അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, അഡ്വർടൈസ് ചെയ്യാൻ പാടില്ല അത് CAക്കാർ. ദ ഫേംസ് നെയിം വിത്ത് സഫിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഇസ് നോട്ട് അലൗഡ് ഓൺ സച്ച് വെബ്സൈറ്റ്. ആ ഒരു വെബ്സൈറ്റിൽ എന്ത് ചെയ്യാൻ പാടില്ല, ചാർട്ടേഡ് അക്കൗണ്ടൻസ് എന്നുള്ളൊരു
പേര് അതിൽ പാടില്ല. ദെൻ എക്സാമ്പിൾ, എ ടാക്സ് കൺസൾട്ടൻസി വെബ്സൈറ്റ് ആസ്ക് എ CA ടു പ്രൊവൈഡ് ടാക്സ് അഡ്വൈസ്. അപ്പോൾ ഒരു ടാക്സ് കൺസൾട്ടൻസി വെബ്സൈറ്റ് എന്ത് ചെയ്തു, ഒരു CAനോട് ടാക്സ് അഡ്വൈസ് കൊടുക്കാൻ പറഞ്ഞു. ദ CA ക്യാൻ ആൻസർ queries ബട്ട് കനോട്ട് അഡ്വർടൈസ് അച്ചീവ്മെൻറ്റ്സ്. CAക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ queries ആൻസർ ചെയ്യാൻ പറ്റും, പക്ഷേ അച്ചീവ്മെൻറ്റ്സ് അഡ്വർടൈസ് ചെയ്യാൻ പറ്റില്ല. ഓർ ഷെയർ കോൺടാക്ട് ഡീറ്റെയിൽസ് ഓൺ ദാറ്റ് വെബ്സൈറ്റ്. ദെൻ പബ്ലിക്കേഷൻ ഓഫ് നെയിം ഓർ ഫേം നെയിം ഇൻ ടെലിഫോൺ ഓർ അതർ ഡയറക്ടറീസ്. അപ്പോൾ ടെലിഫോണിലോ അല്ലെങ്കിൽ അതർ ഡയറക്ടറീസോ നമ്മളുടെ നെയിമോ അല്ലെങ്കിൽ ഫേം നെയിമോ പബ്ലിക്കേഷൻ നടത്തുക. CAs ആൻഡ് CA ഫേം ക്യാൻ ബി ലിസ്റ്റഡ് ഇൻ എ ടെലിഫോൺ ഡയറക്ടറി. അപ്പോൾ ടെലിഫോൺ ഡയറക്ടറി ലിസ്റ്റ് ചെയ്യാൻ പറ്റും, പ്രിൻറ്റഡ് ഓർ ഇലക്ട്രോണിക് ആയിക്കോട്ടെ, ബൈ റിക്വസ്റ്റ് ഓർ പേയ്മെൻറ്റ്. റിക്വസ്റ്റ് എടുത്തിട്ടോ അല്ലെങ്കിൽ പേയ്മെൻറ്റ് എടുത്തിട്ടോ, വിത്ത് ദ റെസ്ട്രിക്ഷൻസ്. പക്ഷേ റെസ്ട്രിക്ഷൻസ് കീപ്പ് ചെയ്യണം അതിൽ. ദ എൻട്രി മസ്റ്റ് ബി ഇൻ ദ ചാർട്ടേഡ് അക്കൗണ്ടൻസ് സെക്ഷനുള്ളിൽ. അപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ സെക്ഷനിൽ മാത്രമേ അത് പാടുള്ളൂ. ദ CA ഓർ ഫേം മസ്റ്റ് ബിലോങ് ടു ദ സെയിം സിറ്റി ടൗൺ വേർ ദ ഡയറക്ടറി ഈസ് പബ്ലിഷ്ഡ്. അപ്പോൾ ആ ഡയറക്ടറി പബ്ലിഷ് ചെയ്തിട്ടുള്ളത് സെയിം സിറ്റിയിലോ ടൗണിലോ ആയിരിക്കണം ആ CA ഓർ ഫേം ബിലോങ് ചെയ്യുന്നത്. ദ ലിസ്റ്റിംഗ് മസ്റ്റ് ബി ആൽഫബറ്റിക്കൽ. ആൽഫബറ്റിക്കലായിരിക്കണം ആ ലിസ്റ്റിംഗ് വേണ്ടത്. അല്ലാതെ നമ്മളെ പേര് എന്താണ്, നമ്മൾ കുറച്ചും കൂടി പൈസ കൊടുത്ത് വെച്ചിട്ട് അത് ഏറ്റവും മുമ്പിൽ കൊണ്ട് വെക്കരുത്. നോ സ്പെഷ്യൽ പൊസിഷനിങ്. ദ എൻട്രി മസ്റ്റ് നോട്ട് ലുക്ക് പ്രൊമോഷണൽ ഓർ ഹൈലൈറ്റിംഗ്. ആ ഒരു എൻട്രി എന്തായിരിക്കരുത്, ഒരു പ്രൊമോഷണലോ അല്ലെങ്കിൽ ഹൈലൈറ്റിങ്ങോ മാതിരി ആയിരിക്കരുത്. ലിസ്റ്റിംഗ് ഷുഡ് ബി ഓപ്പൺ ടു ഓൾ CA ഇൻ ദ സിറ്റി ഓർ ടൗൺ. ആ ഒരു ലിസ്റ്റിംഗ് എന്തായിരിക്കണം, എല്ലാ സിറ്റിയിലും ടൗണിലും ഓപ്പൺ ആയിരിക്കണം. CA ക്യാൻ ബി ലിസ്റ്റഡ് ഇൻ ട്രേഡ് ഓർ സോഷ്യൽ ഡയറക്ടറീസ് ടു. അപ്പോൾ സോഷ്യൽ അല്ലെങ്കിൽ ട്രേഡ് ഡയറക്ടറീസിലും എന്ത് ചെയ്യാൻ പറ്റും, CAൻ്റെ പേര് ലിസ്റ്റ് ചെയ്യാൻ പറ്റും, അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ, എ CA ഇൻ മുംബൈ ക്യാൻ ലിസ്റ്റ് ദെയർ നെയിം ഇൻ മുംബൈ ചാർട്ടേഡ് അക്കൗണ്ടൻസ്. അപ്പോൾ ഒരു മുംബൈയിലുള്ള CAക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുംബൈ ചാർട്ടേഡ് അക്കൗണ്ട്സിൽ ലിസ്റ്റ് ചെയ്യാൻ പറ്റും, സെക്ഷൻ ഓഫ് ടെലിഫോൺ ഡയറക്ടറി, ബട്ട് ഇൻ ദ ഫിനാൻസ് എക്സ്പേർട്ട് കാറ്റഗറി. പക്ഷേ ഫിനാൻസ് എക്സ്പേർട്ട് കാറ്റഗറി, നോട്ട് ഇൻ ദ ഫിനാൻസ് എക്സ്പേർട്ട് കാറ്റഗറി. ഫിനാൻസ് എക്സ്പേർട്ട് കാറ്റഗറീസിൽ ലിസ്റ്റ് ചെയ്യാൻ പറ്റില്ല, മുംബൈ ചാർട്ടേഡ് അക്കൗണ്ട്സിൻ്റെ ലിസ്റ്റിൽ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. Then application based service provider aggregators. CA cannot register on online platform. ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ എന്താണ് പറ്റില്ല, CAന് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ലിസ്റ്റ് വേരിയസ് സർവീസസ് പ്രൊവൈഡേഴ്സ്. അതാണ് വേരിയസ് സർവീസ് പ്രൊവൈഡേഴ്സിന് ലിസ്റ്റ് ചെയ്യുന്നത്, ലൈക്ക് ടെക്നീഷ്യൻസ്, ഇവൻറ്റ് ഓർഗനൈസേഷൻ, മെയിൻ്റനൻസ് വർക്കേഴ്സ്. എക്സാമ്പിൾ, CA cannot list themselves on an app that offers service like plumbing, electrical work, finance consultancy together. അപ്പോൾ എന്താണ്, ഒരു CAക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചില ആപ്പുകളിൽ നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആപ്പുകളുണ്ടാവും. അപ്പോൾ ആ ആപ്പിൽ എന്താണ് പ്ലംബിങ്, ഇലക്ട്രിക്കൽ വർക്ക് അങ്ങനെയൊക്കെയുള്ള ആപ്പിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മളുടെ വർക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ദെൻ സ്പെഷ്യലൈസ്ഡ് ഡയറക്ടറീസ് ഫോർ ലിമിറ്റഡ് സർക്കുലേഷൻ. അപ്പോൾ ചില സ്പെഷ്യലൈസ്ഡ് ഡയറക്ടറീസ് നമുക്ക് ഇറക്കാൻ പറ്റും, ഒരു ലിമിറ്റഡ് സർക്കുലേഷന് വേണ്ടി മാത്രം. CA ക്യാൻ ബി ലിസ്റ്റഡ് ഇൻ എ പ്രൊഫഷണൽ ഡയറക്ടറീസ്. പ്രൊഫഷണൽ ഡയറക്ടറീസിൽ എന്താണ് CAസിനെ ലിസ്റ്റ് ചെയ്യാൻ പറ്റും, വേർ മെമ്പേഴ്സ് ആർ ലിസ്റ്റഡ് ആൽഫബറ്റിക്കലി. മെമ്പേഴ്സ് അവിടെയും എന്താണ് ആൽഫബറ്റിക്കലി വേണം ലിസ്റ്റ് ചെയ്യാൻ. ഹൗവർ ദേ ഷുഡ് ബി കെയർഫുൾ ഹൂ പബ്ലിക്കേഷൻ. അപ്പോൾ ആരാണ് അവരുടെ പബ്ലിക്കേഷൻ നടത്തുന്നതിനുള്ള കാര്യത്തിൽ അവർ കെയർഫുൾ ആയിരിക്കണം. CA ക്യാൻ മെൻഷൻ ദെയർ നെയിം, ഡിസ്ക്രിപ്ഷൻ ആൻഡ് അഡ്രസ്. CAക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ പേര്, ഡിസ്ക്രിപ്ഷനും അഡ്രസ്സും അതിൽ മെൻഷൻ ചെയ്യാം. ദേ ക്യാൻ ഇൻക്ലൂഡ് ഡയറക്ടർഷിപ്പ്, ഹെൽഡ് ആൻഡ് റെസ്പോൺസിബിൾ പേഴ്സണൽ ഡീറ്റെയിൽസ്. അപ്പോൾ ഡയറക്ടർഷിപ്പും അതേമാതിരി തന്നെ അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസും റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സണൽ ഡീറ്റെയിൽസും അവർക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ക്ലയൻറ്റ് നെയിം മസ്റ്റ് നോട്ട് ബി മെൻഷൻഡ്. ക്ലയൻസിൻ്റെ പേര് അതിൽ ഒരിക്കലും മെൻഷൻ ചെയ്യാൻ പാടില്ല. എക്സാമ്പിൾ, എ CA ക്യാൻ അപ്പിയർ ഇൻ എ ടോപ്പ് CA ബാംഗ്ലൂർ ലിസ്റ്റ് വിത്ത് ദെയർ നെയിം ആൻഡ് ഫേം ഡീറ്റെയിൽസ് ബട്ട് കനോട്ട് മെൻഷൻ ദെയർ ക്ലയൻറ്റ്സ്. എക്സംഷൻസ് ഫോർ അഡ്വർടൈസ്മെൻറ്റ്സ്. അഡ്വർടൈസ്മെൻറ്റ്സിനുള്ള എക്സംഷൻസ് എന്തൊക്കെയാണ്? CAs ക്യാൻ പബ്ലിഷ് ദെയർ നെയിം ആൻഡ് അഡ്രസ് ഇൻ അഡ്വർടൈസ്മെൻറ്റ്സ്. അഡ്വർടൈസ്മെൻറ്റ്സ് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ പേരും അഡ്രസ്സും പബ്ലിഷ് ചെയ്യാൻ പറ്റും. അണ്ടർ സ്പെഷ്യൽ കണ്ടീഷൻ, ചില സ്പെഷ്യൽ കണ്ടീഷൻ വെച്ചിട്ട്. ദ അഡ്വർടൈസ്മെൻറ്റ് മസ്റ്റ് നോട്ട് ബി ഡിസ്പ്ലേഡ് മോർ പ്രോമിനൻ്റ്ലി. ആ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ പാടില്ല, പ്രോമിനൻ്റ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ പാടില്ല ദെൻ യൂഷ്വൽ അല്ലാത്ത രീതിയിൽ കുറച്ചും കൂടി സ്പെഷ്യലായ രീതിയിൽ അത് ഇതാക്കാൻ പാടില്ല, ഡിസ്പ്ലേ ചെയ്യാൻ പാടില്ല അഡ്വർടൈസ്മെൻറ്റ്. ദ CA's നെയിം ഷുഡ് ബി ഇൻ ദ ഫോണ്ട് നോട്ട് ബോൾഡർ ദാൻ ദ ആഡ്സ് കണ്ടന്റ്. അപ്പോൾ ആഡിൻ്റെ കണ്ടൻറ്റിനെക്കാട്ടും ബോൾഡായിട്ട് CAൻ്റെ പേര് അതിൽ കാണിക്കാൻ പാടില്ല ആ ഒരു പബ്ലിക്കേഷനിൽ. ഇനി അടുത്ത് അലൗഡ് അഡ്വർടൈസ്മെൻറ്റ്. അപ്പോൾ ഏതൊക്കെയാണ് അലൗ ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റ്സ്? റിക്രൂട്ട്മെൻറ്റ് ആഡ്സ് എന്ന് വെച്ചാൽ CA ക്യാൻ അഡ്വർടൈസ് ഫോർ ഹയറിംഗ് സ്റ്റാഫ് ഇൻ ദെയർ ഓഫീസ്. ദെൻ ക്ലയൻറ്റ്സ് ആഡ്, CA ക്യാൻ പബ്ലിഷ് ആഡ്സ് ഓൺ ബിഹാഫ് ഓഫ് ക്ലയൻറ്റ്സ് ലുക്കിംഗ് ഫോർ സ്റ്റാഫ് സെല്ലിംഗ് ബിസിനസ് ഓർ പ്രോപ്പർട്ടി. അപ്പോൾ ക്ലയൻസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, CAസിന് ആഡ് കൊടുക്കാൻ പറ്റും. അതേമാതിരി തന്നെ CA ഫേമിലേക്ക് ആൾക്കാർ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കൊടുക്കാൻ പറ്റും.
ദെൻ പ്രൊഫഷണൽ കാറ്റഗറി ആഡ്സ് എന്ന് വെച്ചാൽ സി എ ആക്ടിങ് ആസ് ട്രസ്റ്റി, ലിക്വിഡേറ്റേഴ്സ് ഓർ റിസീവർ എന്ന് വെച്ചാൽ അങ്ങനെ ആക്ട് ചെയ്യുന്ന സി എ ആണെങ്കിൽ ദേ ക്യാൻ അഡ്വർടൈസ് ദ സെയിൽ ഓഫ് ബിസിനസ് ഓർ പ്രോപ്പർട്ടി. ആ ഒരു എന്താണ് ട്രസ്റ്റീൻ്റെയോ ആ ഒരു ബിസിനസ്സിൻ്റെ എന്താണ് സെയിൽ, ബിസിനസ്സിനോ പ്രോപ്പർട്ടിക്കോ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. ദെൻ റെസ്ട്രിക്ഷൻസ് ഇൻ അഡ്വർടൈസ്മെൻറ്റ്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റിൽ റെസ്ട്രിക്ഷൻസ് എന്തൊക്കെയാണ്? ആഡ്സ് മസ്റ്റ് നോട്ട് യൂസ് പ്രൊമോഷണൽ ടേംസ് ലൈക്ക് വെൽ നോൺ ഫേം. ഒരു എന്ത് ചെയ്യാൻ പാടില്ല, ഒരു പ്രൊമോഷണൽ ടേംസ് ആ ഒരു അഡ്വർടൈസ്മെൻറ്റിൽ യൂസ് ചെയ്യാൻ പാടില്ല. ആഡ്സ് ഫോർ ആർട്ടിക്കിൾ അസിസ്റ്റൻസ് ഷുഡ് നോട്ട് കണ്ടെയ്ൻ എനി പ്രൊമോഷണൽ എലമെൻറ്റ്സ്. അപ്പോൾ ആർട്ടിക്കിൾ അസിസ്റ്റൻസിന് വേണ്ടിയുള്ള ആഡ്സിലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു പ്രൊമോഷണൽ എലമെൻറ്റ്സ് ഉണ്ടാവാൻ പാടില്ല. ആഡ്സ് മസ്റ്റ് നോട്ട് സജസ്റ്റ് ദാറ്റ് ദ സി എ സർവീസ് ആർ സുപ്പീരിയർ ടു അതേഴ്സ്. അപ്പോൾ സി എ സർവീസ് എന്താണ്, മറ്റുള്ളതിനെക്കാട്ടും സുപ്പീരിയർ ആണ് എന്നുള്ള കാര്യമൊന്നും അതിൽ സജസ്റ്റ് ചെയ്യാൻ പാടില്ല. എക്സാമ്പിൾ, എ സി എ ക്യാൻ പോസ്റ്റ് ആൻ ആഡ് ഫോർ ഹയറിംഗ് ആൻ അസിസ്റ്റൻറ്റ് ബട്ട് കനോട്ട് സേ ദ ജോയിൻറ്റ് മോസ്റ്റ് റെപ്യൂട്ടഡ് സി എ ഫേം ഇൻ ഇന്ത്യ. അങ്ങനെയൊന്നും എന്താണ് നമ്മുടെ ഒരു ആഡിൽ നമ്മൾ കൊടുക്കാൻ പാടില്ല. ദ ഐ സി എ കൗൺസിൽ ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് സെൽഫ് റെഗുലേറ്ററി മെഷേഴ്സ്. അപ്പോൾ ഐ സി എ കൗൺസിൽ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, സെൽഫ് റെഗുലേറ്ററി മെഷേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ടു എൻഷ്യൂർ ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രൊഫഷണൽ വർക്ക് അമംഗ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആൻഡ് മെയിൻറ്റെയിൻ പ്രൊഫഷണൽ റെപ്യൂട്ടേഷൻ. അപ്പോൾ എന്താണ്, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസിൽ തമ്മിലുള്ള ഒരു പ്രൊഫഷണൽ വർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അത് ഫെയർ ആയ രീതിയിൽ എന്ന് വെച്ചാൽ എല്ലാവർക്കും വർക്ക് കിട്ടണം എന്നുള്ള കാര്യം എൻഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടും അതേമാതിരി തന്നെ പ്രൊഫഷണൽ റെപ്യൂട്ടേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് എന്ത് സി എ കൗൺസിൽ സെൽഫ് റെഗുലേറ്ററി മെഷേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ദീസ് മെഷേഴ്സ് ആർ വോളണ്ടറി ബട്ട് നോട്ട് ഹൈലി എൻകറേജ്. ഇത് വോളണ്ടറി ആയിട്ടുള്ള മെഷേഴ്സാണ്, പക്ഷെ അത് ഹൈലി എൻകറേജും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ബ്രാഞ്ച് ഓഡിറ്റ് ആണ്. ലാർജ് ഓഡിറ്റ് ഫേംസ് വിത്ത് 10 or more members ഷുഡ് നോട്ട് കണ്ടക്ട് ബ്രാഞ്ച് ഓഡിറ്റ് ഓഫ് എ കമ്പനി. അപ്പോൾ ലാർജ് ഓഡിറ്റ് ഫേം വിത്ത് 10 or more members, 10 അല്ലെങ്കിൽ അതിലധികമോ മെമ്പേഴ്സുള്ള അവരെന്ത് ചെയ്യാൻ പാടില്ല, ഷുഡ് നോട്ട് കണ്ടക്ട് ബ്രാഞ്ച് ഓഡിറ്റ്. അവരെന്ത് ചെയ്യാൻ പാടില്ല, അവർ ബ്രാഞ്ച് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാൻ പാടില്ല. ഇൻസ്റ്റെഡ് എ സ്മോളർ ലോക്കൽ ഫേംസ് വിത്ത് ഫ്യൂവർ ദാൻ 10 members ഷുഡ് ബി എൻഗേജ്ഡ്. അവരായിരിക്കണം, സ്മോളർ ലോക്കൽ ഫേംസ് ആയിരിക്കണം ബ്രാഞ്ച് ഓഡിറ്റുകൾ, ബ്രാഞ്ചിൻ്റെ ഓഡിറ്റ് അവരായിരിക്കണം ചെയ്യണം. അല്ലാതെ ലാർജ് ഓഡിറ്റ് ഫേംസ് എന്ത് ചെയ്യരുത്, ബ്രാഞ്ച് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യരുത്. However, this does not restrict the statutory auditor from accessing branch accounts under the Companies Act 2003. അപ്പോൾ പക്ഷേ ഇതെന്ത് ചെയ്യുന്നില്ല, ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ എന്താണ് ബ്രാഞ്ച് അക്കൗണ്ടുകൾ ആക്സസ് ചെയ്യുന്നത് എന്താണ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, എക്സെപ്ഷൻ ടു ദിസ് റൂൾ. ഇതിൻ്റെ റൂളിൻ്റെ എക്സെപ്ഷൻ എന്തൊക്കെ വെച്ചാൽ, ഇഫ് എ കമ്പനി മെയിൻറ്റെയിൻസ് എ ബ്രാഞ്ച് അക്കൗണ്ട്സ് അറ്റ് ഇറ്റ്സ് ഹെഡ് ഓഫീസിൽ. പക്ഷേ ഹെഡ് ഓഫീസിലാണ് എന്ത് ഇവരുടെ ബ്രാഞ്ച് അക്കൗണ്ട് ഒരു കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ എന്താണ് ആ മെയിൻ ഓഡിറ്ററിൽ നിന്ന് ആ ഒരു ബ്രാഞ്ച് ഓഡിറ്റും ഓഡിറ്റ് ചെയ്യാൻ പറ്റും. ഇഫ് സിഗ്നിഫിക്കൻറ്റ് ഓപ്പറേഷൻ ടേക്ക് പ്ലേസ് അറ്റ് ബ്രാഞ്ച് ഇറ്റ് സെൽഫ്. അപ്പോൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ബ്രാഞ്ചിലാണ് നടക്കുന്നതെന്ന് വെക്കുക. അപ്പോഴും എന്താണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ വേണം എന്ത് ചെയ്യാൻ, ഹെഡ് ഓഫീസിൻ്റെ ഓഡിറ്റർ തന്നെ വേണം ബ്രാഞ്ച് ഓഡിറ്റും ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി. കാരണം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് അവിടെയാണ് നടക്കുന്നത്. ദെൻ ജോയിൻ്റ് ഓഡിറ്റ്. ലാർജ് കമ്പനീസ് ആർ എൻകറേജ് ടു അപ്പോയിൻറ്റ് സ്മോളർ ഫേംസ്. അപ്പോൾ ലാർജ് കമ്പനീസ് എന്ത് ചെയ്യണം, സ്മോളർ ഫേംസിനെ അപ്പോയിൻറ്റ് ചെയ്യണം വിത്ത് എ ഫ്യൂവർ ദാൻ 5 members ആസ് എ ജോയിൻ്റ് ഓഡിറ്റർ. ജോയിൻ്റ് ഓഡിറ്റേഴ്സ് ആയിട്ട് ലാർജ് കമ്പനി സ്മോളർ കമ്പനീസിനെ വേണം എന്താണ് അപ്പോയിൻറ്റ് ചെയ്യണം. അതാണ് എൻകറേജ് ചെയ്യുന്നത്. സീനിയർ ഫേം ഷുഡ് നോട്ട് അപ്പോസ് സച്ച് അപ്പോയിൻമെൻറ്റ്. സീനിയർ ഫേംസ് എന്ത് ചെയ്യരുത്, അങ്ങനത്തെ ഒരു അപ്പോയിൻമെൻറ്റ് ഒപ്പോസ് ചെയ്യരുത്. ഇഫ് എ ക്ലയൻറ്റ് വാണ്ട്സ് ടു ഇൻക്ലൂഡ് എ സ്മോളർ ഫേം. ഒരു ക്ലയൻറ്റ് എന്താണ് സ്മോളർ ഫേംസിനെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്താണ് സീനിയർ ഫേംസ് എന്ത് ചെയ്യരുത്, വലിയ ഫേമുകൾ എന്ത് ചെയ്യരുത്, ആ ഒരു അപ്പോയിൻമെൻറ്റിനെ ഒപ്പോസ് ചെയ്യരുത്. Then ratio between qualified and unqualified staff. A CA firm engaged in audit work should have at least one qualified member. അപ്പോൾ ഒരു ഓഡിറ്റ് വർക്ക് ചെയ്യുന്ന ഒരു CA firm എന്ത് വേണം, അറ്റ്ലീസ്റ്റ് ഒരു ക്വാളിഫൈഡ് മെമ്പറെങ്കിലും വേണം ഫോർ എവറി 5 അൺക്വാളിഫൈഡ് സ്റ്റാഫ് മെമ്പർ. അപ്പോൾ 5 അൺക്വാളിഫൈഡ് സ്റ്റാഫ് മെമ്പറാണുള്ളതെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ക്വാളിഫൈഡ് മെമ്പറെങ്കിലും. പക്ഷേ ഈ ഒരു അൺക്വാളിഫൈഡ് സ്റ്റാഫിൽ ആരൊക്കെ എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്, ആർട്ടിക്കിൾ അസിസ്റ്റൻസ്, ഓഡിറ്റ് അസിസ്റ്റൻസ്, ടൈപ്പിസ്റ്റ് ആൻഡ് പിയൂൺ. ഈ 4 ആൾക്കാർ ഒഴികെ ബാക്കി ഏതെങ്കിലും അൺക്വാളിഫൈഡ് സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള 5 അൺക്വാളിഫൈഡ് സ്റ്റാഫുകൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു ക്വാളിഫൈഡ് സ്റ്റാഫെങ്കിലും വേണം. ഓക്കെ, ദാറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ക്വാളിഫൈഡ് ആൻഡ് അൺക്വാളിഫൈഡ് സ്റ്റാഫ്. ദെൻ ഡിസ്ക്ലോഷേഴ്സ് ഓഫ് ഇൻട്രസ്റ്റ് ബൈ ഓഡിറ്റേഴ്സ് ഇൻ അതർ ഫേംസ്.
ഓഡിറ്റേഴ്സ് ഷുഡ് ഡിസ്ക്ലോസ് എനി പേയ്മെൻറ്റ്സ് ദേ റിസീവ്. അപ്പോൾ ഓഡിറ്റേഴ്സ് എന്ത് ചെയ്യണം, അവർക്ക് കിട്ടുന്ന എന്തെങ്കിലും പേയ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് അവർ ഡിസ്ക്ലോസ് ചെയ്യണം. ത്രൂ അതർ ഫേംസ് വേർ മറ്റൊരു ഫേമിൽ നിന്നും അവർക്ക് എന്തെങ്കിലും ഓഡിറ്റേഴ്സ് എന്തെങ്കിലും പേയ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അവരെന്ത് ചെയ്യണം, ആ കാര്യം ഡിസ്ക്ലോസ് ചെയ്യണം. വേർ ദേ ആർ പാർട്ട്നേഴ്സ് ഓർ പ്രൊപ്രൈറ്റർ, അവർ പ്രൊപ്രൈറ്ററോ പാർട്ട്നേഴ്സോ ആയിട്ടുള്ള അതർ ഫേംസിൽ നിന്നാണ് കിട്ടുന്നതെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്യണം. ദിസ് എൻഷുർ ട്രാൻസ്പെറൻസി ആൻഡ് അവോയ്ഡ് കോൺഫ്ലിക്ട്സ് ഓഫ് ഇൻട്രസ്റ്റ്. ഇതാണ് ട്രാൻസ്പെറൻസിയും അതേമാതിരി തന്നെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് അവോയ്ഡും ചെയ്യുന്നുണ്ട്. ട്രാൻസ്പെറൻസി എൻഷുറും ചെയ്യുക, കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് അവോയ്ഡും ചെയ്യുന്നുണ്ട്. Then recommended minimum scale of fees. ICAI issued revised guidelines on minimum scale of fees for professional assignments. അപ്പോൾ ഒരു പ്രൊഫഷണൽ അസൈൻമെൻറ്റ്സിനുള്ള മിനിമം സ്കെയിൽ ഓഫ് ഫീസ് എന്ത് ചെയ്തിട്ടുണ്ട്, ICAIൻ്റെ ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ദ റെക്കമെൻഡഡ് ഫീസ് വേരി ബേസ്ഡ് ഓൺ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് സിറ്റീസ്. അപ്പോൾ സിറ്റീസിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ ബേസിൽ ബേസിൽ ഈ ഒരു ഫീസ് മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ ഫീ റിലേറ്റീവ് സൈസ്. Different disclosures requirement apply for public interest entities and non-public interest entity. അപ്പോൾ പബ്ലിക് ഇൻട്രസ്റ്റ് എൻറ്റിറ്റീസിനും നോൺ പബ്ലിക് ഇൻട്രസ്റ്റ് എൻറ്റിറ്റീസിനും എന്താണ് ഡിഫറെൻറ്റ് റിക്വയർമെൻ്റ് ആണ് വേണ്ടത്, ഡിഫറെൻറ്റ് ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് ആണ് അപ്ലൈ ആവുന്നത്. നോൺ പബ്ലിക് ഇൻട്രസ്റ്റ് എൻറ്റിറ്റി ആണെങ്കിൽ ഡിസ്ക്ലോഷർ ഇസ് റിക്വയർഡ് ഇഫ് ഡിസ്ക്ലോഷർ വേണം എപ്പോഴെന്ന് വെച്ചാൽ ഇഫ് ഫോർ 2 consecutive years fees from audit client exceed 40% of the total revenue of the audit firm. അപ്പോൾ ഓഡിറ്റ് ഫേമിൻ്റെ ടോട്ടൽ റവന്യൂവിൻ്റെ 40%-നെക്കാട്ടും കൂടുതൽ എന്താണ് ഒരു ഓഡിറ്റിൻ്റെ ക്ലയൻറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു നോൺ പബ്ലിക് ഇൻട്രസ്റ്റ് കമ്പനി ആണെങ്കിൽ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണ കാര്യം എന്ന് വെച്ചാൽ ഒരു ഓഡിറ്റ് ഫേം ഉണ്ട്, ആ ഓഡിറ്റ് ഫേം എന്താണ് ഒരു നോൺ പബ്ലിക് ഇൻട്രസ്റ്റ് എൻറ്റിറ്റീനെ ഓഡിറ്റ് ചെയ്തു എന്ന് വെക്കുക. അവരിൽ നിന്ന് നമുക്ക് ഒരു എമൗണ്ട് കിട്ടി, ഈ കിട്ടിയ എമൗണ്ട് നമ്മളുടെ മൊത്തം ഓഡിറ്റ് ഫേമിൻ്റെ റവന്യൂവിനെക്കാട്ടും 40% കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യണം, വി നീഡ് ടു ഡിസ്ക്ലോസ് ദിസ് ഇൻഫർമേഷൻ. ഇനി ഫോർ പബ്ലിക് ഇൻട്രസ്റ്റ് എൻറ്റിറ്റി ആണെങ്കിൽ ഡിസ്ക്ലോഷർ ഈസ് റിക്വയർഡ് ഇഫ് കഴിഞ്ഞ 2 കൊല്ലം കേട്ടോ, കഴിഞ്ഞ 2 consecutive years, ലാസ്റ്റ് 2 കൊല്ലത്ത് കോൺസിക്യൂട്ടീവ് ഇയേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ലാസ്റ്റ് 2 consecutive yearsൽ നമുക്കൊരു ക്ലയൻറ്റ് കിട്ടിയ 40%-നെക്കാട്ടും കൂടുതൽ 40%-നെക്കാട്ടും കൂടുതലാണെങ്കിൽ എന്താണ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. അതേമാതിരി തന്നെ എന്താ പറയുക, നമ്മളുടെ പബ്ലിക് ഇൻട്രസ്റ്റ് കമ്പനി ആണെങ്കിൽ അത് 40 20% ആവും. ഫീസ് ഫ്രം എ ഓഡിറ്റ് ക്ലയൻറ്റ് എക്സീഡ് 20% ഓഫ് ദ ടോട്ടൽ റവന്യൂ ഓഫ് ദ ഓഡിറ്റ് ഫേം. സോ നോൺ പബ്ലിക് ഇൻട്രസ്റ്റ് എൻറ്റിറ്റീസിന് എന്താണ് 40%-ഉം പബ്ലിക് ഇൻട്രസ്റ്റ് എൻറ്റിറ്റീസിന് എന്താണ് 20%. എന്ന് വെച്ചാൽ പബ്ലിക് ഇൻട്രസ്റ്റ് എൻറ്റിറ്റീൻ്റെ ഡിസ്ക്ലോസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ വരുന്നത്. മനസ്സിലായില്ലേ? ദെൻ എക്സംഷൻസ് ഫ്രം ഡിസ്ക്ലോഷേഴ്സ് റൂൾസ്. അപ്പോൾ എന്തൊക്കെയാണ് ഡിസ്ക്ലോഷേഴ്സ് റൂൾസിലെ എക്സംഷൻസ്? ഇഫ് ദ ടോട്ടൽ ഫീസ് റിസീവ്ഡ് ഫ്രം ബൈ ദ ഫേം ഡു നോട്ട് എക്സീഡ് 20 lakh. അപ്പോൾ 20 lakhനെക്കാട്ടും കുറവാണെന്ത് ഈ കിട്ടിയിട്ടുള്ള ടോട്ടൽ ഫീസ് തന്നെ, ടോട്ടൽ ഫീസ് 20 lakhനെക്കാട്ടും കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, ഡിസ്ക്ലോസ് ചെയ്യേണ്ട. ദെൻ ഇഫ് ദ ഓഡിറ്റ് ഈസ് ഫോർ ഗവൺമെൻറ് കമ്പനീസിനാണ് ഈ ഓഡിറ്റ് ഉള്ളതെങ്കിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഗവൺമെൻറ് കമ്പനീസ്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ്, നാഷണൽ ബാങ്ക്സ്, പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, റെഗുലേറ്റേഴ്സ്, ഇവർക്കൊക്കെയാണ് നമ്മൾ ഓഡിറ്റ് ചെയ്ത് കൊടുത്തതെങ്കിൽ ഈ ഒരു റൂൾ 40% അല്ലെങ്കിൽ 20% റൂൾ വരികയാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യേണ്ട, ഡിസ്ക്ലോസ് ചെയ്യേണ്ട. സോ ഗവൺമെൻറ് കമ്പനി, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് PSU, നാഷണൽ ബാങ്ക്സ്, പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റെഗുലേറ്റേഴ്സ്, ഇവർക്കാണ് നമ്മൾ ഓഡിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഈ ഒരു 40-20% റൂള് കടന്നു ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യേണ്ട, ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, 20 ലക്ഷമാണ് ടോട്ടൽ ഫീ, അങ്ങനെ 20 ലക്ഷത്തിനകത്തും താഴെയാണ് ടോട്ടൽ ഫീ എങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യേണ്ട, ഡിസ്ക്ലോസ് ചെയ്യേണ്ട. അപ്പോൾ ഈ 2 എക്സംഷൻസ് ആണ് എന്തുള്ളത്, ഡിസ്ക്ലോഷർ റൂൾസിനുള്ളത്. എക്സാമ്പിൾ, ഇഫ് എൻ ഓഡിറ്റ് ഫേം ഏൺസ് 50 lakh 50 ലക്ഷം കിട്ടി ഇൻ ടോട്ടൽ റവന്യൂ ആൻഡ് റിസീവ്സ് 25 lakh 25 ലക്ഷം എന്താണ് ടോട്ടൽ ഒരു ക്ലയൻറ്റ് അടുത്തും കിട്ടി, ഫ്രം എ സിംഗിൾ ക്ലയൻറ്റ് നിന്നും കിട്ടി, ഓഡിറ്റ് ക്ലയൻറ്റ് കിട്ടി. ഫോർ 2 years 2 കൊല്ലമായിട്ട് എന്താണ് 25 ലക്ഷം കിട്ടി. ദേ മസ്റ്റ് ഡിസ്ക്ലോസ് ദിസ് അണ്ടർ എന്നാണ് പബ്ലിക് ഇൻട്രസ്റ്റ് അണ്ടർടേക്കിങ്ങിൽ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. ഹവർ ഇഫ് ദ ഫേം ടോട്ടൽ റവന്യൂ ഈസ് ഓൺലി 18, ഫേമിൻ്റെ ടോട്ടൽ റവന്യൂ എന്താണ് 18% മാത്രമേ ഉള്ളൂ, ദ ഡിസ്ക്ലോഷർ റൂൾ ഡസ് നോട്ട് അപ്ലൈ, ഡിസ്ക്ലോഷർ റൂൾ എന്താണ് അപ്ലൈ ആവില്ല. ഓക്കെ, സോ നമ്മുടെ ചാപ്റ്റർ 19 നമ്മൾ കംപ്ലീറ്റ് ആക്കി. പ്രൊഫഷണൽ എത്തിക്സ് ആയിരുന്നു ടോപ്പിക്ക്. അപ്പോൾ നമ്മൾ ഓഡിറ്റിലെ എല്ലാ ചാപ്റ്റേഴ്സും
1 മുതൽ 19 വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി മെറ്റീരിയലിൽ ഒരു കണ്ടൻറ്റ് പോലും നമ്മൾ വിടാണ്ട് ഫുള്ള് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സോ ഇനി നമ്മൾ റിവിഷൻ വീഡിയോ ഇടുന്ന കാര്യമാണ്. അത് നമ്മൾ എല്ലാ ചാപ്റ്ററും ഇട്ടോണമെന്നില്ല. എന്തായാലും മേജറായുള്ള ചാപ്റ്റേഴ്സിൽ എന്തായാലും കുറച്ചും കൂടി ഒരു ഓർഗനൈസ് ആയ രീതിയിൽ ഇടും. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറും റിവിഷൻ വീഡിയോയും ഒരുമിച്ച് എന്നാൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും റിവിഷൻ വീഡിയോയും കൂടി ഒരുമിച്ച് ചെയ്യുന്നവരേക്കും ചെയ്യുക. സോ ഓഡിറ്റിൻ്റെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഓഡിറ്റിൻ്റെ എല്ലാ ക്ലാസ്സുകളും നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇതാണ് ഓഡിറ്റിൻ്റെ ഫുൾ കോഴ്സിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണത്. സോ ഇനി അടുത്ത വീഡിയോ ഉണ്ടാവില്ല. ഇനി നെക്സ്റ്റ് വീഡിയോ വെച്ചാൽ റിവിഷന് വേണ്ടിയേക്കും വരിക. അത് അടുത്ത് വരില്ല, കുറച്ച് കഴിഞ്ഞിട്ടേക്കും വരിക. സോ എന്തായാലും എല്ലാവർക്കും താങ്ക്സ്. വീഡിയോ കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. സോ താങ്ക് യു.